എല്ലാവർക്കും നമസ്കാരം. CA കോർപ്പറേറ്റ് ആൻഡ് അതർ ലോസ് അല്ലെ ചാപ്റ്റർ വൈസ് ഒത്തിരി വീഡിയോസ് ഇട്ടിട്ടുണ്ട് ഈ എൻ്റെ ചാനലിൽ. ഡീറ്റെയിൽഡ് വെർഷനായിട്ടും ക്വിക്ക് റിവിഷനായിട്ടും അതുപോലെ തന്നെ ഓവർവ്യൂ ആയിട്ടും ഇട്ടിട്ടുണ്ട്. അങ്ങനെ റീസെൻ്റായിട്ട് ഒത്തിരി പേര് ചോദിച്ചൊരു വീഡിയോ ആണ് ഈ ചാപ്റ്റർ 5 കുറിച്ചൊരു വീഡിയോ എടുക്കുക. അക്സെപ്റ്റൻസ് ഓഫ് ഡെപ്പോസിറ്റ്സ് ബൈ കമ്പനീസ്. പൊതുവേ കമ്പാരിറ്റീവ്ലി കുറച്ച് ടഫായിട്ടുള്ളൊരു ഏരിയ ആണിത്. അതുകൊണ്ടായിരിക്കാം കുട്ടികളിത് ചോദിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് ഈ അക്സെപ്റ്റൻസ് ഓഫ് ഡെപ്പോസിറ്റ്സ് ബൈ കമ്പനീസ് എന്ന് പറയുന്ന ഏരിയ ഒരു റിവിഷൻ മോഡായിട്ടോ ക്വിക്ക് റിവിഷൻ മോഡായിട്ടോ ഡീറ്റെയിൽ വീഡിയോ ആയിട്ടോ തന്നെ കാണാം. ഈ ക്ലാസ് കേട്ടതിന് ശേഷം മനസ്സിലാക്കിയതിനു ശേഷം സ്റ്റഡി മെറ്റീരിയലോ അല്ലെങ്കിൽ നിങ്ങൾ റെഫർ ചെയ്യുന്ന പ്രൈവറ്റ് ബുക്സ് നിലയിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയെന്നുണ്ടെങ്കിൽ ഈ ചാപ്റ്റർ നമുക്ക് സുഖമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കൺട്രോൾ എത്തിക്കാൻ പറ്റും. ഈ ചാപ്റ്റർ CA ഇന്റർമീഡിയറ്റിന്റെ കോർപ്പറേറ്റ് ആൻഡ് അതർ ലോസിന്റെ പാർട്ട് എ, അതായത് കമ്പനി ലോയിലെ 5ാമത്തെ ചാപ്റ്ററാണ് അക്സെപ്റ്റൻസ് ഓഫ് ഡെപ്പോസിറ്റ്സ് ബൈ കമ്പനീസ്. ഈ ചാപ്റ്റർ തുടങ്ങുന്ന മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു കമ്പനിയെ സംബന്ധിച്ചോളം വർക്കിംഗ് ക്യാപിറ്റലിനും അതുപോലെ തന്നെ ലോങ് ടേം ആവശ്യങ്ങൾക്ക് വേണ്ടി ദി റിക്വയർ ലോട്ട് ഓഫ് ഫണ്ട്സ് അല്ലെ. മൂലധനം വേണം, ഇഷ്ടംപോലെ ക്യാപിറ്റൽ വേണം, ഫണ്ട്സ് വേണം, അല്ലെങ്കിൽ കോർപ്പറേറ്റ്സ് വേണം. എങ്കിൽ മാത്രമേ ലോങ് ടേമിലായാലും ഷോർട്ട് ടേമിലായാലും ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ക്യാപ്പബിലിറ്റി കമ്പനികൾക്കുണ്ടാവും. അങ്ങനെ ഒരു കമ്പനിയെ സംബന്ധിച്ചോളം ഒത്തിരി സോഴ്സസ് ഉണ്ട്. പ്രൊമോട്ടേഴ്സ് കൊണ്ടുവരുന്ന ക്യാപിറ്റൽ ഉണ്ട്, ഇക്വിറ്റി ക്യാപിറ്റൽ, പ്രിഫറൻസ് ക്യാപിറ്റൽ, പ്രൊമോട്ടേഴ്സ് കൊണ്ടുവരുന്ന ക്യാപിറ്റൽ ഉണ്ട്. അതുപോലെ തന്നെ ബാങ്ക് ലോൺസ് ഉണ്ട്. ബാങ്കിന്റെ ഒരു ഏറ്റവും കൂടുതൽ കമ്പനികൾ ആശ്രയിക്കുന്നത്, വർക്കിംഗ് ക്യാപിറ്റലിനൊക്കെ ആശ്രയിക്കുന്നത് ബാങ്ക് ലോൺസ് ആണ്. അതുപോലെ തന്നെ ബോണ്ട് ഇഷ്യൂ ആവും, ഡിബഞ്ചർ ഇഷ്യൂ ആവും, കടപ്പത്രങ്ങൾ ഇഷ്യൂ ആവും അല്ലേ. അപ്പോൾ ഓണർഷിപ്പ് ഡോക്യുമെന്റ്സ് ആയ ഷെയർ ഇഷ്യൂ ആവും, അതുപോലെ തന്നെ ഡെറ്റ് ഇൻസ്ട്രുമെന്റ്സ് ആയ ഡിബഞ്ചേഴ്സ്, ബോണ്ട്സും ഇഷ്യൂ ആവും. ഇങ്ങനെ വേരിയസ് സോഴ്സസ്, പല സോഴ്സസ് ഉണ്ട് ഒരു കമ്പനിയെ സംബന്ധിച്ചോളം അതിനെ ഫണ്ട് ചെയ്യാനായിട്ട്. അങ്ങനെ അതുപോലത്തെ ഒരു സോഴ്സ് ഓഫ് ഫണ്ടാണ് ഡിപ്പോസിറ്റ്സ് എന്ന് പറയുന്നത്. നിങ്ങൾ കേട്ടാണ് പത്രത്തിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് കമ്പനികളുടെ ലോഗോയും പരസ്യമൊക്കെ വെച്ചിട്ട് വി ആർ അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ്സ് എന്നൊക്കെ പറഞ്ഞ് വലിയ പരസ്യങ്ങളൊക്കെ വരും. അപ്പൊ അങ്ങനെ ഡെപ്പോസിറ്റ്സ് ഈസ് ബേസിക്കലി വൺ ഓഫ് ദ സോഴ്സ് ഓഫ് ഫണ്ടിങ് ദ കമ്പനീസ് റിക്വയർമെന്റ്സ്, സെയിം ലൈക്ക് ഇക്വിറ്റി, സെയിം ലൈക്ക് ഡിബഞ്ചർ, സെയിം ലൈക്ക് ബാങ്ക് ലോൺസ്. പക്ഷെ എന്താണ് ഈ ഡിപ്പോസിറ്റ് പ്രൊവിഷന് ഇത്രയും റെസ്ട്രിക്ഷൻസ് വരാൻ കാര്യം? ഒരുപക്ഷെ അതുകൊണ്ട് തന്നെ ആയിരിക്കും കുട്ടികൾ ഒരു ഈ ചാപ്റ്റർ അത്ര മാസ്റ്റർ ചെയ്യാത്തത്. കാരണം കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, അല്ലെങ്കിൽ അത്ര മനസ്സിലാവുന്നില്ല. അത് ബേസിക്സ് മനസ്സിലാവാനിട്ടാണ്, കൺസെപ്ച്വലി പഠിക്കാനിട്ടാണ്. ഒരു എൻജോയ്മെന്റ് മോഡില് ഇപ്പോഴത്തെ ഒരു കേക്ക് കട്ടിങ് ടീച്ചിങ് അല്ലെ, ആ ഒരു മോഡിലോട്ട് ഒരു ജോളിയായിട്ട് പഠിക്കുമ്പോൾ ഒരുപക്ഷെ അതിന്റെ ബേസിക്സ് കൺസെപ്റ്റ്സ് മനസ്സിലാവത്തുണ്ടായിരിക്കാം. അപ്പൊ ഇതാണ് കൺസെപ്റ്റ്. കമ്പനിക്ക് പല സോഴ്സസ് ഓഫ് ഫണ്ടിങ്ങിന്റെ ആവശ്യമുണ്ട്. ഇക്വിറ്റി ക്യാപിറ്റൽ, അതുപോലെ പ്രിഫറൻസ് ക്യാപിറ്റൽ, ബോണ്ട്, ഡിബഞ്ചേഴ്സ്, ബാങ്ക് ലോൺസ്. ഇതുപോലെ തന്നെ അവർക്കുള്ള മറ്റൊരു സോഴ്സാണ് ഡെപ്പോസിറ്റ്സ്. പക്ഷെ എന്താ പ്രശ്നം? നിങ്ങൾക്കറിയാം, കമ്പനി രജിസ്റ്റർ ചെയ്യിക്കുന്നത് ട്രേഡ് നടത്താനാണ്, ബിസിനസ് ചെയ്യാനാണ് അല്ലെ. ജനങ്ങളിൽ നിന്നും ഡെപ്പോസിറ്റ് സ്വീകരിച്ച് പൈസ ഉണ്ടാക്കാനല്ല. അപ്പൊ അങ്ങനെയുള്ള കമ്പനികളെ നമ്മൾ ബാങ്കിങ് കമ്പനി എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനി. പക്ഷെ നമ്മളിപ്പോൾ പഠിക്കുന്ന മുഴുവൻ കമ്പനീസ് ആക്ടിൽ രജിസ്റ്റർ ചെയ്യുന്ന കമേഴ്സ്യൽ കമ്പനിയെ കുറിച്ചാണ് അല്ലെ. അപ്പൊ അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ സെൻട്രൽ ഗവൺമെന്റ് ഇൻ കൺസൾട്ടേഷൻ വിത്ത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പബ്ലിക് ഡെപ്പോസിറ്റ്സ് അക്സെപ്റ്റ് ചെയ്യുന്നതിന്, അതായത് ജനങ്ങളിൽ നിന്നും ഡെപ്പോസിറ്റ് പോലെ സ്വീകരിക്കുന്നതിന് വളരെ സ്ട്രിഞ്ചന്റ് ആയിട്ടുള്ള റെസ്ട്രിക്ഷൻസും കംപ്ലയൻസുമാണ് കൊണ്ടുവന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ഇപ്പോൾ ആക്ടിലുള്ളത്. ഒരുപക്ഷെ കഴിഞ്ഞ ആക്ടിനെക്കാട്ടും 1956 ആക്ടിനെക്കാട്ടും 2013 ആക്ടിൽ കുറച്ച് കൂടി റെസ്ട്രിക്ഷൻസ് ഉണ്ടെന്ന് പറയാം. അപ്പൊ ഇതാണ് കുട്ടികളെ മനസ്സിലായല്ലോ. ഡെപ്പോസിറ്റ്സ് ഈസ് വൺ ഓഫ് ദ സോഴ്സ് ഓഫ് ഫണ്ടിങ് ദ കമ്പനി. ബട്ട് യൂഷ്വലി ദീസ് കമ്പനീസ്, നമ്മളെ കമ്പനീസ് ആക്ട് രജിസ്റ്റർ കമ്പനീസ് കമേഴ്സ്യൽ ബിസിനസ് ചെയ്യാനും കച്ചവടം നടത്താനും വേണ്ടിയാണ്, ജനങ്ങളിൽ നിന്ന് ഡെപ്പോസിറ്റ് സ്വീകരിക്കാനല്ലോ. അങ്ങനെ ചെയ്യുന്ന കമ്പനികൾ നമ്മൾ ബാങ്കിങ് കമ്പനി എന്നല്ല പറയുന്നല്ലേ. ഇപ്പൊ നമ്മളിപ്പോൾ പഠിക്കുന്ന മുഴുവനും ബാങ്കിങ് അല്ലാത്ത കമ്പനികളെ കുറിച്ചാണ്, കമേഴ്സ്യൽ കമ്പനിയെ കുറിച്ചാണ്. എന്നാൽ കമേഴ്സ്യൽ കമ്പനിക്ക് പോലും കമ്പനീസ് ആക്ട് കംപ്ലൈ ചെയ്തുകൊണ്ട് ഡെപ്പോസിറ്റ്സ് സ്വീകരിക്കാവുന്നതാണ്. ബട്ട് സബ്ജക്ട് ടു ദ പ്രൊവിഷൻസ് വിച്ച് വി ആർ ഗോയിങ് ടു സ്റ്റഡി ടുഡേ. മനസ്സിലായൊരു ലക്ഷം. എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻസ് കമന്റ്സിൽ ഞാൻ ക്ലാരിഫൈ ചെയ്ത് തരാം. ഓക്കെ. ഇപ്പൊ നമ്മുടെ സ്റ്റഡി മെറ്റിലാണ്, ഒൺലി ഫോർ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയാണ് ഇപ്പോൾ ഷെയർ ചെയ്യുന്നത്. നമുക്ക് ഇതിലെ ലീഗൽ ഫ്രെയിംവർക്ക് ഇതാണ്. സെക്ഷൻ 73 മുതൽ 76A വരെയാണ് കമ്പനീസ് ആക്ടില് 2013 ആക്ടില് ഡിപ്പോസിറ്റ്സ് ബന്ധപ്പെട്ടുള്ള പ്രൊവിഷൻസ് ഉള്ളത്. പിന്നെ കമ്പനീസ് AD റൂൾസ് ഉണ്ട്, അക്സെപ്റ്റൻസ് ഓഫ് ഡെപ്പോസിറ്റ്സ് റൂൾ 2014 അമെൻഡഡ് അപ് ടു ഡേറ്റ്. കമ്പനീസ് AD റൂൾസ് ഉണ്ട്. ഇത് രണ്ടുമാണ് നമുക്ക് മേജറായിട്ട് ലീഗൽ പ്രൊവിഷൻസ് ഉള്ളത്. സെക്ഷൻ 73, 74, 75
76, 76A. ഇത്രയാണ് നമുക്ക് കവർ ചെയ്യാനുള്ള ടോപ്പിക്ക്. നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ ഏരിയ ഞാൻ പറഞ്ഞു, അതാണ് സെക്ഷൻസ് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ആദ്യം. സെക്ഷൻ 73 മുതൽ 76A ഓഫ് കമ്പനീസ് ആക്ട് 2013 ആണ് ഇത് ഡീൽ ചെയ്യുന്നത്. ഡെപ്പോസിറ്റ്സ് ബന്ധപ്പെട്ട പ്രൊവിഷൻസ് ഡീൽ ചെയ്യുന്നത്. പിന്നെ റൂൾ ഉണ്ട്, കമ്പനീസ് AD റൂൾസ്. നമ്മൾ കമ്പനീസ് അക്സെപ്റ്റൻസ് ഓഫ് ഡെപ്പോസിറ്റ് റൂൾസ്, AD റൂൾസ് നമ്മൾ വിളിക്കും, 2014. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിൻ്റെ ലീഗൽ ഫ്രെയിംവർക്ക്. ഇതിൻ്റെ അകത്ത് എങ്ങനെ ഈ പൊതുവെ കുട്ടികൾക്ക് എന്തുകൊണ്ടാണ് ഈ ചാപ്റ്റർ ടഫ് എന്ന് ചോദിച്ചെന്നുണ്ടെങ്കിൽ, ബേസിക് കാര്യം ഇതിൻ്റെ ഫ്രെയിംവർക്കാണ്. ഈ ചാപ്റ്ററിനെ കൺസ്ട്രക്ട് ചെയ്യുന്ന രീതി നമ്മൾ ശരിക്കും മനസ്സിലാക്കിയിരിക്കണം. അത് ഇല്ലാത്തതാണ്. അപ്പോൾ പൊതുവേ ഞാൻ പറയുന്നുണ്ടെങ്കിൽ ബേസിക്കലി നമ്മൾ പഠിക്കേണ്ട തുടക്കം തന്നെ പഠിക്കുന്നത് എന്താണ് ഡെപ്പോസിറ്റ്, എന്തല്ല ഡെപ്പോസിറ്റ്, മനസ്സിലായില്ലേ? അത് ഫസ്റ്റ് തിങ് യു ഹാവ് ടു സ്റ്റഡീസ് വാട്ട് ഈസ് ഡെപ്പോസിറ്റ്, വാട്ട് ആർ നോട്ട് ഡെപ്പോസിറ്റ്സ്. റിപ്പീറ്റ്. ആദ്യം പഠിക്കേണ്ടത് എന്താണ് ഡെപ്പോസിറ്റ്സ് എന്ന് മനസ്സിലാക്കണം. രണ്ടാമത് പഠിക്കേണ്ടത് എന്തൊക്കെ ഡെപ്പോസിറ്റ്സിന്റെ പരിധിയിൽ വരില്ല, അല്ലെങ്കിൽ നമ്മുടെ ഡെഫിനിഷന്റെ അല്ലെങ്കിൽ ഈ ചാപ്റ്ററിന്റെ കമ്പനീസ് ആക്ടിൽ ഡെപ്പോസിറ്റ് എന്ന് പറയുന്ന പരിധിയിൽ വരില്ല. സോ വാട്ട് ആർ ഇൻക്ലൂഡഡ് ആൻഡ് വാട്ട് ആർ നോട്ട് ഇൻക്ലൂഡഡ്. ഇത് പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിന്റെ ഒരു ഫ്രെയിംവർക്ക് മനസ്സിലാവും. ഓക്കെ, ഇൻട്രൊഡക്ഷൻ. രണ്ടാമത് പഠിക്കേണ്ടത് നമുക്കറിയാം, കമ്പനീസിൽ ബേസിക്കലി 2000 പ്രൈവറ്റ് കമ്പനി, പബ്ലിക് കമ്പനി. പ്രൈവറ്റ് കമ്പനിക്ക് എപ്പോഴൊക്കെ നമുക്ക് ആരെന്നൊക്കെ ഡെപ്പോസിറ്റ് സ്വീകരിക്കാം, എത്ര ലിമിറ്റ് വരെ സ്വീകരിക്കാം. അടുത്ത് പഠിക്കുന്നത് പബ്ലിക് ലിമിറ്റഡ് കമ്പനിക്ക് ആരെന്നൊക്കെ ഡെപ്പോസിറ്റ് സ്വീകരിക്കാം, എത്ര ലിമിറ്റ് വരെ സ്വീകരിക്കാം. ഇതൊക്കെയാണ് നമ്മൾ ബേസിക്കലി പഠിക്കുക. അപ്പോൾ ആദ്യം പറഞ്ഞു എന്താണ് ഡെപ്പോസിറ്റ്, അടുത്ത് എന്തൊക്കെ ഡെപ്പോസിറ്റ് അല്ല. ദിസ് ഇസ് 1 കാറ്റഗറി. അടുത്ത് പഠിക്കേണ്ടത് 2 ടൈപ്പ് ഓഫ് കമ്പനീസ് ഉണ്ട്. പ്രൈവറ്റ് കമ്പനിക്ക് എപ്പോൾ ഡെപ്പോസിറ്റ് മേടിക്കാം, ആരെന്ന് മേടിക്കാം, എത്ര മേടിക്കാം. അടുത്ത് പഠിക്കേണ്ടത് പബ്ലിക് ലിമിറ്റഡ് കമ്പനിക്ക് ആരെന്നൊക്കെ മേടിക്കാം, എപ്പോൾ മേടിക്കാം, എങ്ങനെ മേടിക്കാം, ഏതൊക്കെ എന്താണ് അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ്, ടൈം ലിമിറ്റ്, മെച്യൂരിറ്റി പീരീഡ്, ഇതൊക്കെയാണ്. ഇതാണ് നമ്മുടെ ഫ്രെയിം. ഈ 4 ഇപ്പം ഞാൻ പറഞ്ഞ ഇൻട്രൊഡക്ഷൻ നിങ്ങൾ മനസ്സിലാക്കിയാൽ തന്നെ നിങ്ങൾക്ക് ഈ ചാപ്റ്റർ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പോൾ സാറ് പറഞ്ഞ അതേ പാറ്റേണിൽ തന്നെ ഞാനും പഠിപ്പിച്ചു തുടങ്ങാം. ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് ഡെപ്പോസിറ്റ്. സെക്ഷൻ 2 ക്ലോസ് 31 കമ്പനീസ് ആക്ട് 2013 ഡെഫിനിഷൻ ഓഫ് ഡെപ്പോസിറ്റ് ഉള്ളത്, അല്ലേ? സെക്ഷൻ 2 ക്ലോസ് 31. കുട്ടികൾ എന്താണ് ഡെപ്പോസിറ്റ് എന്ന് വെച്ചാൽ നമുക്കറിയാം. നമ്മൾ എന്താണ് ഡെപ്പോസിറ്റ്, നമ്മൾ സാധാരണ ബാങ്കിലും കാര്യങ്ങളൊക്കെ നമ്മൾ പോകാറുണ്ട്, അല്ലേ? സാധിക്കും നമ്മൾ കുറച്ച് പൈസ അങ്ങോട്ട് ഇടും. സ്ഥാപനത്തിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ ഡെപ്പോസിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനി എമൗണ്ട് റിസീവ്ഡ് ബൈ വേ ഓഫ് മണി. ഒരു കമ്പനിയെ സംബന്ധിച്ചോളം പൈസ രൂപത്തിൽ ഏത് രീതിയിൽ നിങ്ങൾ പൈസ അക്സെപ്റ്റ് ചെയ്താലും അത് ഡെപ്പോസിറ്റ് ആയിട്ട് വരും. ബൈ എനി വേ എന്നാണ് പറയുന്നത്. ബൈ വേ ഓഫ് ഡെപ്പോസിറ്റ്, ലോൺ ഓർ എനി അതർ ഫോം. ഈ വാക്കുണ്ടോ, എനി അതർ ഫോം എന്ന് വെച്ചാൽ ഏത് രീതിയിൽ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്താലും അത് ഡെപ്പോസിറ്റിന്റെ പരിധിയിൽ വരും. ആസ് പെർ സെക്ഷൻ 2 ക്ലോസ് 31. ബൈ എ കമ്പനി. നമ്മൾ കമ്പനിയാണല്ലോ പറയുന്നത്. വീണ്ടും പറയാം, ഇവിടെ ബാങ്കിനെ കുറിച്ച് നമ്മൾ എപ്പോഴും നമുക്ക് ഡെപ്പോസിറ്റ് കേൾക്കുമ്പോൾ ഓർമ്മ വരുന്നത് SBI, കാനറ ബാങ്ക്, ഫെഡറൽ ബാങ്ക്. മൈ ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ ബാങ്കിനെ കുറിച്ച് പറയുന്നില്ല. ബാങ്ക് ഡെപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയാണല്ലോ അവിടെ ഇരിക്കുന്നത്, അല്ലേ? ബാങ്കിന്റെ കാര്യങ്ങൾ RBI നോക്കിയുള്ളൂ. നമ്മൾ പഠിക്കുന്നത് സാധാ കമ്പനികളെ കുറിച്ച്, നോൺ ബാങ്കിങ്, ബാങ്ക് അല്ല, നോൺ ബാങ്കിങ്ങും അല്ലാത്ത സാധാ കമേഴ്സ്യൽ കമ്പനികളെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്, അല്ലേ? അപ്പോൾ അങ്ങനെ ആ കമേഴ്സ്യൽ കമ്പനികൾ മേടിക്കുന്ന പൈസ രൂപത്തിൽ മേടിക്കുന്ന എല്ലാ ടൈപ്പ് ഓഫ് ഡെപ്പോസിറ്റിനെയും എല്ലാ ടൈപ്പ് ഓഫ് ലോണിനെയും ഏത് രീതിയിൽ നിങ്ങൾ പൈസ അക്സെപ്റ്റ് ചെയ്താലും അതിനെ ഡെപ്പോസിറ്റ് എന്ന് വിളിക്കും. ബട്ട് ഡസ് നോട്ട് ഇൻക്ലൂഡ്, ഞാൻ പറഞ്ഞല്ലോ ഇല്ലാത്തതും ഉള്ളത്, ബട്ട് ഡസ് നോട്ട് ഇൻക്ലൂഡ് സച്ച് കാറ്റഗറീസ് ഓഫ് എമൗണ്ട് as may be prescribed in consultation with the RBI. സോ വളരെ ക്ലിയർ ആണ്. ഡെപ്പോസിറ്റ് എന്ന് വെച്ചാൽ ഒരു കമ്പനി മേടിക്കുന്ന പൈസയായിട്ട് മേടിക്കുന്ന എല്ലാ ഡെപ്പോസിറ്റും, എല്ലാ ലോണും, ഏത് രീതിയിൽ പൈസ നിങ്ങൾ മേടിച്ചാലും അതിനെ ഡെപ്പോസിറ്റ് എന്ന് വിളിക്കും. പോക്കറ്റ് ടു ഡെപ്പോസിറ്റ്. പക്ഷേ those categories of amounts which are exempted by the central government in consultation with the RBI is exempted. RBI-യുമായിട്ട് കൺസൾട്ട് ചെയ്തുകൊണ്ട് മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നോട്ടിഫൈ ചെയ്തിരിക്കുന്ന എമൗണ്ടുകളെല്ലാം എക്സംപ്റ്റഡ് ആണ്. അപ്പോൾ ബേസിക്കലി എല്ലാ പൈസയും ഡെപ്പോസിറ്റ് ആണ്. ഗവൺമെന്റ് എക്സെപ്റ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെ ഈ പരിധിയിൽ ഡെപ്പോസിറ്റ് എന്ന് വിളിക്കേണ്ട ആവശ്യമില്ല എന്നാണ്. ഇൻസ്റ്റിറ്റ്യൂട്ട് അതിനെ വീണ്ടും എലോബറേറ്റ് ചെയ്തിട്ടുണ്ട്. ഡെപ്പോസിറ്റ് എന്താണെന്നതിനെ കുറിച്ച്. ഡെപ്പോസിറ്റ്, ലോണ്, എനി അതർ ഫോം ഓഫ് മണി, അതൊക്കെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ വീണ്ടും പറയുന്നുണ്ട്, അല്ലേ? അപ്പോൾ ഇതാണ് കുട്ടികളെ നമ്മൾ എന്താണ് ഡെപ്പോസിറ്റ്. സെക്ഷൻ 2 ക്ലോസ് 31, അല്ലേ? ഡെപ്പോസിറ്റ് പൊതുവെ നിങ്ങൾക്കറിയാം, എല്ലാവർക്കും, പ്രത്യേകിച്ച് CA പഠിക്കുന്ന കുട്ടികൾക്ക് പറയേണ്ട ആവശ്യമില്ല. ചാർജ് ക്രിയേറ്റ് ചെയ്തിട്ട് കമ്പനിയുടെ അസറ്റിന്മേൽ സെക്യൂരിറ്റി ക്രിയേറ്റ് ചെയ്തിട്ട് ഡെപ്പോസിറ്റ് മേടിക്കുകയാണെങ്കിൽ അതിന് സെക്യൂർ ഡെപ്പോസിറ്റ് എന്നും. രണ്ടാമത്തത് നേക്കഡ് ഡെപ്പോസിറ്റ്, അതായത് കമ്പനിയുടെ അസറ്റ്സിലൊന്നും തന്നെ സെക്യൂരിറ്റി ക്രിയേറ്റ് ചെയ്യാതെ, ചാർജ് ക്രിയേറ്റ് ചെയ്യാതെ കൊടുക്കുന്ന അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുന്ന ഡെപ്പോസിറ്റ് നമ്മൾ എന്തെന്ന് പറയും, അൺസെക്യൂർഡ് എന്ന് പറയും.
അപ്പോൾ സെക്യൂർഡ് ഡെപ്പോസിറ്റ് മീൻസ് ദോസ് ഡെപ്പോസിറ്റ് വിച്ച് ആർ സെക്യൂർഡ് ബൈ ദ കമ്പനീസ് അസറ്റ് ബൈ വേ ഓഫ് ക്രിയേറ്റിംഗ് ചാർജ്. Unsecured means it is not created, the deposit is not supported by any charge or security on the assets of the company. അതുകൊണ്ട് തന്നെ അൺസെക്യൂർഡ് എന്ന് പറയും. നമ്മളെ പോയിന്റ് ഓഫ് വ്യൂ, ജനങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂ ഏതാണ് നല്ലത്? എപ്പോഴും സെക്യൂർഡ് ആണ് നല്ലത് അല്ലേ? കാരണം കമ്പനി ആ ലോണ് അല്ല ആ ഡെപ്പോസിറ്റ് തിരിച്ചു തന്നില്ലെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ടും ഡിബഞ്ചർ ട്രസ്റ്റ് വഴിയെ, അതായത് ഡെപ്പോസിറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ട്രസ്റ്റ് വഴിയെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ആ പൈസ കമ്പനിയുടെ അസറ്റ്സ് വിറ്റ് ചാർജ് ലിക്വിഡേറ്റ് ചെയ്ത് ചാർജ് ഇവോക്ക് ചെയ്ത് അല്ലെങ്കിൽ ഇൻവോക്ക് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും? പൈസ തിരിച്ചു പിടിക്കും. അതുകൊണ്ട് ഓൾവേസ് ഗോ ഫോർ എ സെക്യൂർഡ് ഡെപ്പോസിറ്റ്സ്. ഓക്കെ, അതോടെ ഇരിക്കട്ടെ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ. ഇനിയാണ് നമ്മൾ തുടക്കത്തിൽ സാറ് പറഞ്ഞ അതേ പാറ്റേൺ ആണ്. ആദ്യം എന്താണ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞു. സാറ് പറഞ്ഞു എനി ഡെപ്പോസിറ്റ്, എനി ലോൺ ഇൻ എനി അതർ ഫോം റിസീവ്ഡ് ബൈ എ കമ്പനി ഈസ് കോൾഡ് മണി റിസീവ്ഡ് ബൈ എ കമ്പനി ഈസ് കോൾഡ് ഡെപ്പോസിറ്റ് ബട്ട് ഡസ് നോട്ട് ഇൻക്ലൂഡ് ദോസ് എമൗണ്ട്സ്. ആര് പറയുന്നു? സെൻട്രൽ ഗവൺമെന്റ് പറയുന്നു. ആരെ കൺസൾട്ട് ചെയ്തിട്ട് പറയുന്നു? RBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയോട് കൺസൾട്ട് ചെയ്യുന്നു പറയുന്ന പൈസകൾ, ഡെപ്പോസിറ്റുകൾ ഒഴികെ ബാക്കി എല്ലാ ടൈപ്പിലും ഡെപ്പോസിറ്റ്. നൗ ദ $1 million ക്വസ്റ്റ്യൻ ഈസ്, ഇപ്പോൾ ഏറ്റവും നിങ്ങളെ മനസ്സിലോടുന്ന ക്വസ്റ്റ്യൻ എന്താണ്? സർ, എന്താണ് എക്സംഷൻ? എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇവിടെ നിന്നാണ് ചോദ്യം വരുന്നത്, ഇവിടെ നിന്നാണ് ഹാർട്ട് വരുന്നത്. എന്തൊക്കെ ഡെപ്പോസിറ്റ് അല്ല, വലിയൊരു എലോബറേറ്റഡ് ലിസ്റ്റാണ്. അത് സാറിന് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല, എങ്കിലും നിങ്ങൾക്ക് ഒരു ഐഡിയ നല്ലതിൽ തരാം. ഇത് വെച്ചിട്ട് നല്ലൊരു 2-3 മണിക്കൂർ ഈ ചാപ്റ്റർ, ഒരു ഈ ചാപ്റ്റർ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ 2 മണിക്കൂർ 2.5 മണിക്കൂർ ഈ ചാപ്റ്ററിന് വേണ്ടി മാത്രം ചിലവാകും. ഒരിക്കൽ ചിലവാക്കിയാൽ മതി. വൺസ് യു ഇൻവെസ്റ്റ് ഇറ്റ് വിൽ ബി ഇൻ യുവർ കൺട്രോൾ. അപ്പോൾ ഇനി സാറ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാട്ട് ആർ നോട്ട് ഡെപ്പോസിറ്റ്സ് എന്നുള്ളതാണ്, അല്ലെങ്കിൽ എക്സംഷൻസ് ഓഫ് ഡെപ്പോസിറ്റ്. നിങ്ങൾ കമ്പനി പൈസ സ്വീകരിക്കുന്നു, കമ്പനി എമൗണ്ട് സ്വീകരിക്കുന്നു, കമ്പനി ലോൺ സ്വീകരിക്കുന്നു, പക്ഷെ അതൊന്നും ഡെപ്പോസിറ്റ് അല്ല. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കുട്ടികളെ. റൂൾ 2(1)(c ഓഫ് കമ്പനീസ് AD റൂൾസ് 2014, കമ്പനീസ് അക്സെപ്റ്റൻസ് ഓഫ് ഡെപ്പോസിറ്റ് റൂൾസ് 2014 എന്തൊക്കെ കാര്യങ്ങൾ ഡെപ്പോസിറ്റ് അല്ല എന്ന് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഫോർ യുവർ കൈൻഡ് ഇൻഫോർമേഷൻ കുട്ടികളെ, ഈ പറയുന്ന ലിസ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് സെൻട്രൽ ഗവൺമെന്റ് ആണ്, മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് ആണ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായിട്ട് കൺസൾട്ട് ചെയ്തുകൊണ്ടാണ് ഇതിൽ ഇങ്ങനെ ഒരു ലിസ്റ്റ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആൻഡ് ദീസ് ആർ ദ എക്സംഷൻസ് ഫ്രം ദ ഡെഫിനിഷൻ ഓഫ് ഡെപ്പോസിറ്റ്. ഇതെല്ലാം ഡെപ്പോസിറ്റ് അല്ല. അപ്പോൾ പരീക്ഷ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ ഈ പറയുന്ന പേജസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും റൂൾ 2 ക്ലോസ് 1 സബ് ക്ലോസ് C ഉള്ളത്. നമുക്ക് ഓരോന്നും നോക്കാം. ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പോകാൻ പറ്റത്തില്ല, നമുക്കറിയാലോ. നമുക്ക് അത്രത്തോളം പറ്റും. ഒത്തിരി പേര് റെക്കമെൻഡ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഇത്രയും സ്പെൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് ഡോണ്ട് എക്സ്പെക്ട് മോർ ഡീറ്റെയിൽ വെർഷൻ, ബട്ട് അൾട്ടിമേറ്റ്ലി ഐ കോൾ ദാറ്റ് ഇസ് എ ക്വിക്ക് ക്ലാസ് or quick revision class or whatever maybe it's maybe called as a crash course or whatever. തുടങ്ങാം. ലിസ്റ്റ് ഒത്തിരി വലിയ ലിസ്റ്റാണ്. അതിൽ ചില ഏരിയസിൽ മാത്രം സാർ കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാം, മറ്റത് നമുക്ക് ലിസ്റ്റായിട്ട് തന്നെ പോവാം. അപ്പോൾ കുട്ടികളെ തുടങ്ങാം. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതൊന്നും തന്നെ ഡെപ്പോസിറ്റ് അല്ല. വാട്ട് ആർ ദ എക്സംഷൻസ് ഓഫ് ഡെപ്പോസിറ്റ്സ്? എനി എമൗണ്ട് റിസീവ്ഡ് ഫ്രം സെൻട്രൽ ഗവൺമെന്റ് ഓർ സ്റ്റേറ്റ് ഗവൺമെന്റ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ്. ഗവൺമെന്റിൽ നിന്നും ഒരു കമ്പനിക്ക് കിട്ടുന്ന ഒരു എമൗണ്ടിനെയും നമ്മൾ എന്ത് പറയത്തില്ല? ഡെപ്പോസിറ്റ് ആയിട്ട് പറയത്തില്ല. അത് ചില സബ്സിഡി രൂപത്തിലോ ഗ്യാരണ്ടി രൂപത്തിലോ കിട്ടുന്നതായിരിക്കും കമ്പനിയുടെ ബിസിനസ് ആക്ടിവിറ്റി പ്രോത്സാഹിപ്പിക്കാനായിട്ട്. ഇപ്പോൾ ഫിനാൻസ് മിനിസ്റ്റേഴ്സ് ഒക്കെ കോവിഡ് സമയത്തും എല്ലാ സമയത്തൊക്കെ ഒരുപാട് സ്കീംസ് അനൗൺസ് ചെയ്യും അല്ലെ. ആ സ്കീമിന് അനൗൺസ് ചെയ്യുന്ന ബേസ് ചെയ്ത് മേ ബി ഗെറ്റിംഗ് ലോട്ട് ഓഫ് എമൗണ്ട്സ് ഫ്രം ഗവൺമെന്റ്, മേ ബി സ്റ്റേറ്റ് ഗവൺമെന്റ് ഓർ സെൻട്രൽ ഗവൺമെന്റ് ഓർ ബൈ എ സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ബൈ എൻ ആക്ട് ഓഫ് പാർലമെന്റ്. ഇതൊന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കണം. ഞാൻ എൻ്റെ അറിവ് മാത്രമേ പറയുന്നുള്ളൂ. ആ പാരഗ്രാഫ് മൊത്തം വായിക്കണം. കാരണം പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് വളരെ ട്രിക്കി ആയിട്ട് ചോദിക്കും. അതുകൊണ്ട് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നതല്ല. അപ്പോൾ ഗവൺമെന്റിൽ നിന്നോ സെൻട്രൽ ഗവൺമെന്റിൽ നിന്നോ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയിൽ നിന്നോ സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റിയിൽ നിന്നോ കിട്ടുന്ന ഒരു പൈസയും നിങ്ങൾ ഈ കമ്പനീസ് ആക്ടിലെ സെക്ഷൻ 2(31) ഇന്റർപ്രറ്റ് ചെയ്യുന്ന സെക്ഷൻ 2(31) ഡെഫിനിഷൻ ഓഫ് ഡെപ്പോസിറ്റ് ആണ്. അതുപോലെ റൂൾ 2(1)(c) പരിധിയിൽ നിന്നും അതിനെ മാറ്റിയിട്ടുണ്ട്. അല്ലെങ്കിൽ അക്കോർഡിംഗ് ടു റൂൾ 2(1)(c) this category, any amount received from central government, state government or government sources is been exempted from the definition of the meaning of the term deposit. So അതിനർത്ഥം ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന റെസ്ട്രിക്ഷൻസ്, കുറെ കഴിഞ്ഞ് പഠിക്കാൻ പോകുന്ന ഒരു റെസ്ട്രിക്ഷൻസും ആ എമൗണ്ടിന് ബാധകമല്ല എന്നർത്ഥം അല്ലേ. അടുത്ത് നോക്കാം. രണ്ടാമത്തത്, എനി എമൗണ്ട് റിസീവ്ഡ് ഫ്രം ഫോറിൻ ഗവൺമെന്റ്, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, മൾട്ടിനാഷണൽ international institutions, multinational financial institution subject to the provisions of FEMA. നമുക്കറിയാം ഫോറിൻ ഗവൺമെന്റിൽ നിന്നോ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നോ കിട്ടുന്ന എമൗണ്ടുകൾ ഈ ഡെപ്പോസിറ്റിന്റെ പരിധിയിൽ വരുന്നില്ല. നമുക്കറിയാം, നേരത്തെ പറഞ്ഞു എനി എമൗണ്ട് റിസീവ്ഡ് എന്നാണ് പറഞ്ഞു വന്നത് അല്ലേ. പക്ഷെ അതിൽ ഇത് വരത്തില്ല, എക്സംഷനാണ്. പക്ഷെ അതിന് ചില നിയമം കംപ്ലൈന്റ് വരും. അത് ഫ്രീ ആയിട്ട് മേടിക്കാമെന്ന് തന്നെ അർത്ഥം. ഡെപ്പോസിറ്റ് പ്രൊവിഷൻ കമ്പനീസ് ആക്ടിൽ ആപ്ലിക്കബിൾ അല്ല. അതുകൊണ്ട് ഫ്രീ ആയിട്ട് ഇങ്ങനെ മേടിക്കാമോ എന്ന് വെച്ചാൽ അല്ല, അതിന് വേറെ നിയമമുണ്ട്. ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട് 1999 ഉണ്ട്. നിങ്ങൾ ഫൈനൽ പഠിക്കുമ്പോൾ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതിന് വിധേയമായിട്ട് മാത്രമേ മേടിക്കാൻ പാടുള്ളൂ. 3, എനി എമൗണ്ട് റിസീവ്ഡ്
ആസ് എ ലോൺ ഓർ ഫെസിലിറ്റി ഫ്രം എനി ബാങ്കിങ് കമ്പനി. എൻ്റെ പൊന്നു കുട്ടികളെ, ഡെപ്പോസിറ്റിന്റെ റെസ്ട്രിക്ഷൻ ഉണ്ടെന്ന് വെച്ചിട്ട് നമുക്ക് ലോൺ എടുക്കാതിരിക്കാൻ പറ്റൂ? ഇല്ല, നിങ്ങൾക്ക് ലോൺ മേടിക്കാം. അപ്പോൾ RBIയുടെ അപ്രൂവലുള്ള ബാങ്കുകൾ, അതായത് ബാങ്കിങ് കമ്പനീസ് നിന്നോ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്നോ, സ്റ്റേറ്റ് ബാങ്കിന്റെ സബ്സിഡറി കമ്പനിയിൽ നിന്നോ, കോ ഓപ്പറേറ്റീവ് ബാങ്കിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ലോൺ എടുക്കാം. ഫോർ എക്സാമ്പിൾ, കമ്പനി 50 കോടി രൂപ SBI ലോൺ എടുക്കും. ഡെഫിനിഷന്റെ പരി നോക്കുമ്പോൾ എനി എമൗണ്ട് റിസീവ്ഡ് എന്നായിപ്പോയി അല്ലേ? അപ്പൊ ഇത് ഡെപ്പോസിറ്റ് ആണോ? അല്ല. കാരണം എന്താണ്? ഡെപ്പോസിറ്റ് ആണ്, പക്ഷെ എക്സംപ്റ്റഡ് ആണ്. റൂൾ 2(1)(c)യിൽ വ്യക്തമായിട്ട് ലോ പറയുന്നുണ്ട്, എനി എമൗണ്ട് റിസീവ്ഡ് എസ് എ ലോൺ ഫ്രം എ ബാങ്കിങ് കമ്പനി, ഫ്രം SBI, ഫ്രം സബ്സിഡറി ഓഫ് SBI, ഫ്രം കോ ഓപ്പറേറ്റീവ് ബാങ്ക്സ് ഓർ എക്സംപ്റ്റ്. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത് അല്ലേ? അപ്പൊ ഇതെല്ലാം എക്സംപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, 4. ഇത് വലിയ ലിസ്റ്റാണ്, വലിയ ലിസ്റ്റാണ്. ചില കേസിൽ മാത്രം സാർ കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. അത് വലിയൊരു ലിസ്റ്റാണ്. ഓക്കെ, അപ്പൊ ഇത് പഠിക്കണം. കാരണം ഈ ലിസ്റ്റിനാണ് ചോദ്യം. അല്ല പിന്നെ അങ്ങോട്ടുള്ള അഡ്വർടൈസ്മെന്റ്, പെനാൽറ്റി, അതൊന്നും അല്ല. ഇതാണ് ഹാർട്ട്. ഏതൊക്കെ ഡെപ്പോസിറ്റ് അല്ല. അതുകൊണ്ട് ഇവിടെ കുറച്ച് സമയം നിങ്ങൾ ചിലവാക്കണം. 4. എനി എമൗണ്ട് റിസീവ്ഡ് as ലോൺ ഓർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, പബ്ലിക് ഫിനാൻഷ്യൽ നമുക്കറിയാം, PFI എന്ന് പറയും. PFI ധനകാര്യ സ്ഥാപനങ്ങൾ, IDBI അല്ലെ ഉണ്ട്, അതേപോലെ SIDBI ഉണ്ട് അല്ലെ, അതിൽ IFCI, അതുപോലെ ഒത്തിരി ധനകാര്യ സ്ഥാപനങ്ങളുണ്ട്, LIC, അതുപോലത്തെ സ്ഥാപനങ്ങളെ നമ്മൾ പബ്ലിക് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നാണ് വിളിക്കുന്നത്. അങ്ങനത്തെ പബ്ലിക് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ കിട്ടുന്ന ഒരു ധനകാര്യ അസിസ്റ്റൻസും ഒരു ലോണും ഒരു ഫിനാൻഷ്യൽ അസിസ്റ്റൻസും നമ്മളെ കമ്പനീസ് ആക്ടിന്റെ പരിധിയിൽ, ഡെപ്പോസിറ്റിന്റെ ഇന്റർപ്രിട്ടേഷന്റെ പരിധിയിൽ വരത്തില്ല. ഇറ്റ് ഈസ് എക്സാംപ്റ്റഡ്. 5. കമേഴ്സ്യൽ പേപ്പർ നിങ്ങൾക്ക് അറിയായിരിക്കും അല്ലെ? മണി മാർക്കറ്റിൽ ഇഷ്യൂ ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് ആണ് കമേഴ്സ്യൽ പേപ്പേഴ്സ്, CP. കമേഴ്സ്യൽ പേപ്പേഴ്സ് RBIയുടെ ഗൈഡ് ലൈൻസ് പ്രകാരം നിങ്ങൾ കമേഴ്സ്യൽ പേപ്പേഴ്സ് ഇഷ്യൂ ചെയ്ത് നിങ്ങൾ സമാഹരിച്ചിട്ടുള്ള പൈസകൾ ഡെപ്പോസിറ്റ് അല്ല. 6. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. 6. എനി എമൗണ്ട് റിസീവ്ഡ് ബൈ എ കമ്പനി ഫ്രം അതർ കമ്പനി. പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഏരിയ ആണ് ഇതൊക്കെ, വളരെ കെയർഫുൾ ആയിരിക്കണം. എനി എമൗണ്ട് റിസീവ്ഡ് ബൈ എ കമ്പനി ഫ്രം എനി അതർ കമ്പനി. വേറൊരു സഹോദര കമ്പനിയിൽ നിന്നും അല്ലെങ്കിൽ മറ്റൊരു ഇതര കമ്പനിയിൽ നിന്നും നിങ്ങൾ ചിലപ്പോൾ തൽക്കാലമായിട്ട് ചില ലോൺ എടുക്കും. അതിന് നമ്മൾ ഇന്റർ കോർപ്പറേറ്റ് ലോൺസ് എന്നാണ് പറയുന്നത്. വായ്പ എടുക്കും അല്ലെ? ഇന്റർ കോർപ്പറേറ്റ് 2 കമ്പനികൾ തമ്മിൽ സെക്ഷൻ 186 കമ്പനി സെക്ഷൻ പ്രത്യേക സെക്ഷൻ ഉണ്ട്, അത് ഡീൽ ചെയ്യുന്നത്. അപ്പോൾ ഒരു കമ്പനി മറ്റൊരു കമ്പനിയിൽ നിന്നും മേടിക്കുന്ന ലോണിനെ ഇന്റർ കോർപ്പറേറ്റ് ലോൺ എന്ന് പറയും. സച്ച് ലോൺസ് നീഡ് നോട്ട് ബി കാറ്റഗറൈസ്ഡ് as deposits as per this rule. exempted. ഒരുപാട് എക്സംഷൻ ഉണ്ടല്ലോ. ഇതെല്ലാം എക്സംഷൻ പോയിട്ട് മേടിക്കുന്നതിനെയാണ് കുട്ടികളെ നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡിപ്പോസിറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ. 7. സെക്യൂർ സബ്സ്ക്രിപ്ഷൻ ടു സെക്യൂർ. നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം അല്ലേ? നിങ്ങൾ പബ്ലിക് ഇഷ്യൂ നടത്തുന്നു, IPO നടത്തുന്നു, അല്ലെങ്കിൽ FPO നടത്തുന്നു. നിങ്ങൾ നടത്തുന്ന പബ്ലിക് ഇഷ്യൂവിന് ജനങ്ങൾ അത് സബ്സ്ക്രൈബ് ചെയ്ത് വരുന്ന പൈസയെ ഒരിക്കലും ഡെപ്പോസിറ്റ് ആയിട്ട് കാണരുത്. ഇറ്റ് ഈസ് എ സബ്സ്ക്രിപ്ഷൻ ടു യുവർ ഷെയർ, സോ ഇറ്റ് ഈസ് നോട്ട് എ ഡെപ്പോസിറ്റ്. അപ്പോൾ ഒത്തിരി ഡീലായിട്ട് ഞാൻ പോകുന്നില്ല, എങ്കിൽ അത് മതി. അത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതിൻ്റെ അകത്തൊരു 60 ഡേയ്സിൻ്റെ സംഭവം ഉണ്ട്, അത് പറയണം. കാരണം ഒരു കാര്യം പറഞ്ഞു പോട്ടെ, നമ്മൾ പബ്ലിക് ഇഷ്യൂ നടത്തുമ്പോൾ ഷെയർ മണി ആപ്ലിക്കേഷൻ കൊടുക്കും അല്ലെ? ഷെയർ ആപ്ലിക്കേഷൻ കൊടുക്കും, അത് പെൻഡിങ് അലോട്ട്മെന്റ് ആയിട്ട് കിടക്കും, പിന്നെ അലോട്ട്മെന്റിലോട്ട് പോകും. ചില കമ്പനികൾ എന്ത് ചെയ്യത്തില്ല, അലോട്ട് ചെയ്യത്തില്ല. അപ്പോൾ അലോട്ട് ചെയ്തില്ലെങ്കിൽ പ്രശ്നം വരും. അവിടെ ഒരു എക്സംഷൻ ഉണ്ട്. സാധാരണയിൽ പബ്ലിക് ഇഷ്യൂ നടത്തി ആപ്ലിക്കേഷൻ മണി കിട്ടിയാൽ നമ്മൾ ഷെയർ മണി പെൻഡിങ് അലോട്ട്മെന്റിൽ ഇട്ടേക്കും. അത് 60 ദിവസം വരെ ഇട്ടേക്കാൻ പറ്റത്തുള്ളൂ. 60 ദിവസത്തിനകത്ത് നിങ്ങൾ അത് അലോട്ട് ചെയ്ത് ഷെയർ ആക്കി കൊടുത്തില്ലെങ്കിൽ ആ 60 ദിവസം കഴിഞ്ഞ് 15 ദിവസം കൂടെ സമയമുണ്ട്, അതിനകത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? റീഫണ്ട് ചെയ്യണം. അതായത് 60 + 15 75. ഇതറിയാലോ അല്ലെ? അപ്പോൾ എനി ആപ്ലിക്കേഷൻ മണി റിസീവ്ഡ് ഫ്രം എ പബ്ലിക് ആസ് പാർട്ട് ഓഫ് പബ്ലിക് ഇഷ്യൂ യു ഹാവ് ടു അലോട്ട് ദ ഷെയർസ്. ഇഫ് യു ആർ നോട്ട് അലൗഡ് ദ ഷെയർസ് അലോട്ട് ചെയ്യില്ല, എന്ത് സംഭവിക്കും? അത് പെൻഡിങ് മണി കിടക്കും. അത് അലോട്ട് ചെയ്യേണ്ട സമയം 60 ദിവസമാണ്. അത് അലോട്ട് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ റീഫണ്ട് ചെയ്യണം. എത്ര ദിവസത്തിനകത്ത് റീഫണ്ട് ചെയ്യണം? 15 ദിവസത്തിന്. 60 ദിവസം കഴിഞ്ഞ് 15 ദിവസത്തിനകത്ത് റീഫണ്ട് ചെയ്യണം. അങ്ങനെ റീഫണ്ട് ചെയ്തില്ലെങ്കിൽ അന്ന് മുതൽ അതിനെ ഡെപ്പോസിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യും. അപ്പോൾ കുട്ടികൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഏരിയ ആണ്. നിങ്ങൾക്ക് അറിയാം, പബ്ലിക് ഇഷ്യൂവിന് സബ്സ്ക്രിപ്ഷന് പൈസ തരുന്ന ഡെപ്പോസിറ്റ് അല്ല. വി നോ ദാറ്റ് ഇറ്റ് ഈസ് എക്സംപ്റ്റഡ്. പക്ഷെ അത് എത്ര കാലം? 60 ദിവസത്തിനകത്ത് അലോട്ട് ചെയ്തിരിക്കണം. ഷെയർ 60 ദിവസത്തിനകത്ത് അലോട്ട് ചെയ്തില്ലെങ്കിൽ അവിടെ നിന്നും 15 ദിവസം വരെ സമയമുള്ളൂ. ആ 15 ദിവസത്തിനകത്ത് നിങ്ങൾ റീഫണ്ട് ചെയ്യാനുള്ള സമയമാണ്. ആ 15 ദിവസത്തിനകത്ത് നിങ്ങൾ റീഫണ്ട് ചെയ്തില്ലെങ്കിൽ കുട്ടികളെ പിന്നെ ആ ദിവസം മുതൽ, അതായത് 76ാമത്തെ ദിവസം മുതൽ ആ എമൗണ്ടിനെ നമ്മൾ എന്തായിട്ട് കരുതും? പിന്നെ പബ്ലിക് ഡെപ്പോസിറ്റ് ആയിട്ട് കരുതും. ഓക്കെ. അപ്പോൾ എക്സംഷനാണ് എല്ലാം പറയുമ്പോഴും അതിൻ്റെ അകത്ത് ട്രിക്സ് ഉണ്ട് അല്ലേ? അതും കൂടെ നോക്കണം. ഇനി 8ാമത്തത് എന്താണ് നോക്കാം. യെസ്, ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി സംബന്ധിച്ചോളം അവർ ഡയറക്ടർ എന്നോ റിലേറ്റീവ് എന്ന് മേടിക്കും. നിങ്ങൾക്ക് ഇത് ഇവിടെ പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഒരുപക്ഷെ ഡെഫിനിഷൻ ഓഫ് പ്രൈവറ്റ് കമ്പനി എടുത്ത് വായിച്ച് നോക്കിയാൽ അറിയാം. പ്രൈവറ്റ് കമ്പനീസിന് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള റിലേറ്റീവ് ഡയറക്ടേഴ്സ് എന്ന് വേണമെങ്കിൽ പൈസ സമാഹരിക്കാം. അതുകൊണ്ട് തന്നെ ഇവിടെ എക്സംഷൻ ഉണ്ട്. പ്രൈവറ്റ് കമ്പനി സംബന്ധിച്ചോളം സ്വന്തം കമ്പനിയുടെ ഡയറക്ടർമാരിൽ നിന്നോ അവരുടെ റിലേറ്റീവ് നിന്നോ മേടിക്കുന്ന ഒരു പൈസയും നമ്മൾ എന്തായിട്ട് കാണത്തില്ല? ഡെപ്പോസിറ്റ് ആയിട്ട് കാണത്തില്ല. ഓക്കെ. 9. ഇഷ്യൂ ഓഫ് ബോണ്ട്സ് ആൻഡ് ഡിബഞ്ചർ. നേരെ ഷെയർ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇപ്പോൾ ബോണ്ടോ വഴിയോ ഡിബഞ്ചർ വഴിയോ കടപ്പത്രങ്ങൾ ഇറക്കിക്കൊണ്ട് നിങ്ങൾ പൈസ സമാഹരിക്കുകയാണെങ്കിൽ അത് ഡെപ്പോസിറ്റ് അല്ല. ഓക്കെ.
യെസ്, ഇഷ്ടംപോലെ വലിയ ലിസ്റ്റാണ്. NCD ഇറക്കുന്നു, നോൺ കൺവെർട്ടബിൾ ഡിബഞ്ചേഴ്സ് ഇറക്കുന്നു. നമുക്കറിയാം നോൺ കൺവെർട്ടബിൾ ഡിബഞ്ചേഴ്സ്, കൺവെർട്ടബിൾ ഡിബഞ്ചേഴ്സ് വരെ, അങ്ങനെ നോൺ കൺവെർട്ടബിൾ ഡിബഞ്ചേഴ്സ് വഴി NCD ഇറക്കിക്കൊണ്ട് നിങ്ങൾ റേസ് ചെയ്യുന്ന പൈസകൾ എന്തല്ല, ഡെപ്പോസിറ്റ് അല്ല. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാം പോയിന്റ് ഓഫ് വ്യൂല് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ പറ്റുന്നതാണ്. നമ്മൾ ചില സമയത്ത് നിങ്ങൾക്കറിയാം മെനി കമ്പനീസ് വെയർ അസ് പാർട്ട് ഓഫ് എംപ്ലോയ്മെന്റ്, ആ പറയുന്ന ഉദ്യോഗാർത്ഥിയിൽ നിന്നും എംപ്ലോയ്മെന്റിന് വരുന്ന എംപ്ലോയീസിൽ നിന്നും നിങ്ങൾ ചിലപ്പോൾ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് മേടിച്ചു വയ്ക്കും അല്ലെ, വലിയ വലിയ കമ്പനികൾ. കാരണം നിങ്ങൾക്ക് ട്രെയിനിങ് ഒക്കെ തരുന്നുണ്ട്, നിങ്ങൾക്ക് ട്രെയിനിങ് ഒത്തിരി പൈസ ലാവുന്നുണ്ട്. ആ കമ്പനിയിൽ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 2 ലക്ഷം രൂപ ഡെപ്പോസിറ്റ് കിട്ടി വെക്കണം, അത് 1 വർഷം ബോണ്ട് എന്നൊക്കെ പറയാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ എംപ്ലോയീസിൽ നിന്നും സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് മേടിച്ചു വയ്ക്കുന്ന പൈസ, if it is a part of the terms and conditions of the employment, then that amount cannot be considered as deposit. നാടൻ ഭാഷയിൽ ഡെപ്പോസിറ്റ് കൊടുത്തു നമ്മൾ പറയുമെങ്കിലും കമ്പനീസ് ആക്ടിന്റെ പരിധിയിൽ അത് ഡെപ്പോസിറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് ദ ഇന്റൻഷൻ ഈസ് ടു മേക്ക് ദ എംപ്ലോയി ബൗണ്ട് ദെയർ ആൻഡ് ഇറ്റ് ഈസ് നോട്ട് അവർ ഇന്റൻഷൻ ടു മേക്ക് മണി ഔട്ട് ഓഫ് ദാറ്റ് അല്ലേ. അതുകൊണ്ട് തന്നെ ഈവൻ ദോ യെസ് ദർ ഇസ് എ പ്രാക്ടീസ് ദാറ്റ് കമ്പനീസ് യൂഷ്വലി ബോറോ ഓർ അക്സെപ്റ്റ് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ഫ്രം ദ എംപ്ലോയീസ് ഓഫ് ദ കമ്പനി അറ്റ് ദ ടൈം ഓഫ് എംപ്ലോയ്മെന്റ്, ജോയിൻ ചെയ്യാൻ വരുമ്പോൾ. പക്ഷെ അത് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ആണ്. അതിനെ ഈ ടേംസ് ഓഫ് എംപ്ലോയ്മെന്റിന്റെ ടേംസ് ഓഫ് കണ്ടീഷന്റെ ഭാഗമായിട്ടുള്ളതിനാൽ അതിനെ നമ്മൾ ഡെപ്പോസിറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. ഒരുപക്ഷെ അദ്ദേഹം എംപ്ലോയ്മെന്റ് കഴിഞ്ഞ് പോകുമ്പോൾ അയാൾക്ക് തിരിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ അതിനെ വിത്ത്ഹെൽഡ് ചെയ്യും, അത് വേറെ കാരണം. ബട്ട് ദിസ് ഈസ് വെരി ഇമ്പോർട്ടന്റ് പോയിന്റ് ദാറ്റ് യൂഷ്വലി ദിർ ഇസ് ഇങ്ങനെ ഒരു പ്രാക്ടീസ് ഉണ്ട്. എംപ്ലോയ്മെന്റ് ജോലി കിട്ടുന്ന നമ്മൾ ബോണ്ട് വയ്ക്കാന്ന് പറയും, ചിലപ്പോൾ എമൗണ്ട് ആയിരിക്കും ബോണ്ടായിട്ട് കൊടുക്കുന്നത്, അല്ലെങ്കിൽ എമൗണ്ട് നമ്മൾ കൊടുത്തുന്ന വരും. ചില കമ്പനികൾ ഇപ്പോൾ കുറച്ച് കുറവാണ്, ഇങ്ങനത്തെ സിസ്റ്റം ഒന്നും ഇല്ല. പക്ഷേ എങ്കിലും ട്രഡീഷണൽ കമ്പനീസിൽ ഈ ഡെപ്പോസിറ്റ് കൊടുക്കുന്ന പരിപാടിയുണ്ട്. അത് എംപ്ലോയ്മെന്റ് ടേംസ് ഓഫ് കണ്ടീഷന്റെ ഭാഗമായിട്ട് കണ്ടാൽ മതി, അതൊരിക്കലും പബ്ലിക് ഡെപ്പോസിറ്റ് കാണേണ്ട ആവശ്യമില്ല. പക്ഷെ അതിന് എമൗണ്ടിന് ഒരു റെസ്ട്രിക്ഷൻ ഉണ്ട്, അറിയായിരിക്കും അല്ലെ. 1 വർഷത്തെ ആനുവൽ സാലറി, അത് 1 വർഷം 10 lakhs per annum ആണെന്നുണ്ടെങ്കിൽ ഒരു എംപ്ലോയിയുടെ ശമ്പളമാണെങ്കിൽ പൊതുവെ ആ 10 ലക്ഷത്തിന് മുകളിൽ എന്ത് ചെയ്യാൻ പാടില്ല, ആ ഡെപ്പോസിറ്റ് തുക, ആ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് തുക കൂടാൻ പാടില്ല. അതോ കൂടാണെന്നുണ്ടെങ്കിൽ ആ കൂടുന്ന പോർഷൻ ചിലപ്പോൾ ഡെപ്പോസിറ്റ് ആയിട്ട് ഓഡിറ്റേഴ്സ് ഇന്റർപ്രറ്റ് ചെയ്യാം. എങ്കിലും ഇതൊരു ഏരിയ നല്ലൊരു ഏരിയ ആണ്, നോക്കിയിട്ടുള്ള ഏരിയ ആണ്. ഓക്കെ, അതിനൊരു എക്സാമ്പിൾ ഒക്കെ ഇടപെട്ട് നോക്കുക കേട്ടോ. 11 അടുത്ത് ഇൻട്രസ്റ്റ് ബെയറിംഗ് എന്താണ്? റിസീവ്ഡ് ഇൻട്രസ്റ്റ് അല്ലെ. നമ്മളൊരു പർട്ടിക്കുലർ പർപ്പസിന് വേണ്ടി മേടിച്ചു വയ്ക്കുന്ന പൈസകളുണ്ട്. ഇപ്പോൾ ചില കമ്പനികളിൽ അല്ലെങ്കിൽ ചില ട്രസ്റ്റ് ഒക്കെ ഉള്ളപ്പോൾ ഉണ്ടാവും. അങ്ങനെ ട്രസ്റ്റിൽ മേടിച്ചു വയ്ക്കുന്ന പൈസ ഒന്നും തന്നെ ഡെപ്പോസിറ്റ് അല്ല അല്ലേ. വലിയ ലിസ്റ്റ് അല്ലേ, പേടിച്ചു പോലെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സാറ് പറയുന്ന ക്ലാസ് കേൾക്കുക, സുഖമായിട്ടിരുന്ന് പഠിക്കുക. 2 മണിക്കൂർ പഠിച്ചു കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ കൈ വരും. ഇത് പരീക്ഷയ്ക്ക് മാത്രമല്ലല്ലോ പഠിക്കുന്നത്, ഇത് പിന്നെ ഫൈനലിൽ പഠിക്കാനില്ല. അപ്പോൾ പ്രാക്ടിക്കലി നാട്ടുകാർക്ക് പ്രാക്ടീസ് ചെയ്യുമ്പോഴും കമ്പനിയിൽ ജോലി ചെയ്യുമ്പോഴും ഇതുപോലെയൊക്കെ പഠിപ്പിക്കുമ്പോഴും ഒക്കെ നമുക്ക് നോളജ് വേണ്ട അല്ലേ. ഇപ്പോൾ പരീക്ഷാഭാസവും മാത്രമല്ല കുട്ടികളെ നമ്മൾ പഠിക്കുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെയൊക്കെ നോളജ് നല്ല രീതിയിൽ പഠിച്ചിരിക്കുന്നത് മനസ്സിലാക്കും നല്ലതാണ്. ഇത് കമ്പാരിറ്റീവ്ലി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. നിങ്ങൾക്ക് ഒരുപക്ഷെ പഠിക്കുന്ന കുട്ടികൾക്ക് ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിലും പ്രാക്ടിക്കൽ പർപ്പസിൽ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ സാധാരണ ബിസിനസ് നടത്തുമ്പോൾ, കച്ചവടം നടത്തുമ്പോൾ നമ്മൾ സാധാരണ പലരിൽ നിന്നും അഡ്വാൻസ് മേടിച്ചു. നിങ്ങൾ കേട്ടിട്ടില്ലേ ഇപ്പോൾ കൺസൈൻ നിൽക്കുന്നത് അല്ലേ. ഫോർ എക്സാമ്പിൾ ഞാൻ ചോദിക്കട്ടെ, ഒരു കസ്റ്റമർ എന്ത് പറയുന്നു, സാർ ഒരു 10 ടൺ സാധനം അയച്ചു തരും. 10 ടൺ സാധനം ചുമ്മാ അയച്ചു കൊടുക്കൂ ഇല്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ പറയും ഒരു കാര്യം, ഒരു 20 ലക്ഷം രൂപ ബാങ്കിലിട്, ഞാൻ അയച്ചു 1 കോടി രൂപ സാധനമാണ് ഞാൻ അയക്കുന്നത്. പക്ഷേ ഇപ്പോൾ തൽക്കാലം അഡ്വാൻസ് എത്ര തന്നാൽ മതി? 20 ലക്ഷം രൂപ തന്നാൽ മതി, ബാക്കി പിന്നെ തന്നാൽ മതി. അപ്പോൾ കണ്ടോ, ഐ ആം അക്സെപ്റ്റിംഗ് ആൻ എമൗണ്ട് ഫ്രം ദാറ്റ് പാർട്ടി. ദ ക്വസ്റ്റൻ ഈസ് വെദർ ദാറ്റ് ഈസ് ഡെപ്പോസിറ്റ്. ദ ആൻസർ ഇസ് നോ. പറഞ്ഞു മനസ്സിലായി. അപ്പോൾ ബിസിനസിന്റെ പോയിന്റ് ഓഫ് വ്യൂല് ബിസിനസ് നടത്തുമ്പോൾ പല സാഹചര്യങ്ങളിലും സപ്ലയർമാരിൽ നിന്നും കസ്റ്റമേഴ്സിൽ നിന്നും അവിടുത്തെ പല എന്താണ് വാണിജ്യപരമായ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ചില ഡെപ്പോസിറ്റുകൾ, പൈസകൾ അഡ്വാൻസ് ആയിട്ട് ചിലപ്പോൾ മേടിച്ച് പോക്കറ്റ് വയ്ക്കും. ഇതിനെ നമ്മൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ചാപ്റ്ററിന്റെ പരിധിയിൽ, ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പബ്ലിക് ഡെപ്പോസിറ്റിന്റെ പരിധിയിൽ വരത്തില്ല. ബിക്കോസ് ഇറ്റ് ഇസ് എക്സാംപ്റ്റഡ്. മനസ്സിലായല്ലോ, വളരെ ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ഇത്രയും നേരം പറഞ്ഞ ലിസ്റ്റിൽ നിന്ന് ഉപരിയായിട്ട് ഡെപ്പോസിറ്റ് മേടിച്ചാൽ മാത്രമേ നമ്മൾ അതിന് പബ്ലിക് ഡെപ്പോസിറ്റ് ആയിട്ട് കാണേണ്ട ആവശ്യം ഉള്ളൂ. അപ്പോൾ അത് ഞാൻ ക്വിക്കായിട്ടോടെ നോക്കിവിടാം. നമ്മൾ നോക്കുക, അഡ്വാൻസ് ഫോർ ദ സപ്ലൈ ഓഫ് ഗുഡ്സ്. ഒബ്വിയസ്ലി അല്ലേ, നിങ്ങൾ കാർ ബുക്ക് ചെയ്യുമ്പോൾ അഡ്വാൻസ് കൊടുക്കത്തില്ലേ അല്ലേ. മാരുതി കാറോ BMW ബെൻസോ ലിമോസിനോ എന്തിനാ നമ്മൾ കുറയ്ക്കണം അല്ലേ. ബെന്റ്ലിയോ നമ്മളൊന്നും കുറച്ച് പറയാൻ പാടില്ല. മിനി കൂപ്പറോ ഏത് RRോ അല്ലേ, റോൾസ് റോയ്സോ ഔഡിയോ പിന്നെന്താണ് എന്തുവാണ് എല്ലാം പറഞ്ഞു അല്ലേ. എന്താണ് എല്ലാ മോഡൽസും പറഞ്ഞു. മേബേ ആണെങ്കിൽ വലിയ കാർ സ്വപ്നം കാണാം, വലിയ കാറുകളൊക്കെ പറയാം അല്ലേ. ഇവിടെ ഈ കാർക്ക് വെറുതെ കിട്ടും. ആദ്യം നിങ്ങൾ അഡ്വാൻസ് കൊടുക്കണം, ഒരു എമൗണ്ട്, ഒരു 5 ലക്ഷം 10 ലക്ഷം 30 ലക്ഷം കൊടുക്കണം. പിന്നെ ആയിരിക്കും ബാക്കി പൈസ കൊടുക്കുന്നത്. ആ കമ്പനിയെ നോക്കൂ, നിങ്ങൾ 20 ലക്ഷം അങ്ങോട്ട് ആദ്യം കൊടുത്തു. ആ കമ്പനിയുടെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ അവർ നിന്നും അഡ്വാൻസ് മേടിച്ചു ആസ് എ ഡെപ്പോസിറ്റ് അല്ലേ. നമ്മൾ ഡെഫിനിഷൻ മറക്കരുത്. 2+30 എന്താണ് ഡെപ്പോസിറ്റ് എന്ന് വെച്ചാൽ എനി എമൗണ്ട് റിസീവ്ഡ് ബൈ എ കമ്പനി. അപ്പോൾ ആ കാർ കമ്പനിയെ സംബന്ധിച്ചോളം നിങ്ങൾ പബ്ലിക് ഡെപ്പോസിറ്റ് ആണോ സ്വീകരിക്കുന്നത്? നിങ്ങളൊന്നും പബ്ലിക് ഡെപ്പോസിറ്റ് ആണോ സ്വീകരിച്ചിരിക്കുന്നത്? അല്ല. ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ദെയർ ബിസിനസ് ഡീൽ ആസ് എൻ അഡ്വാൻസ് ഫ്രം എ കസ്റ്റമർ, ആസ് എൻ അഡ്വാൻസ് ഫ്രം എ സപ്ലയർ. അതുകൊണ്ട് തന്നെ അത് എക്സംപ്റ്റഡ് ആണ്. ഓക്കെ, അപ്പോൾ അതിനൊരു പീരീഡൊക്കെ ഉണ്ട്. ചുമ്മാ അങ്ങനെ എത്ര കാലം മേടിച്ചു വെക്കാൻ പറ്റും? 1 വർഷം പീരീഡാണ്. അത് വായിച്ചോണം കേട്ടോ. 360 ദിവസം വരെ മാത്രമേ അങ്ങനെ അഡ്വാൻസ് മേടിക്കാൻ പറ്റൂ.
അതിനുശേഷം സാധനം ഡെലിവറി ചെയ്യണം. സാധനം ഡെലിവറി ചെയ്തില്ലെങ്കിൽ കമ്പനീസ് ആക്ട് ഇന്റർപ്രറ്റ് ദാറ്റ് ആസ് എ പബ്ലിക് ഡെപ്പോസിറ്റ്. അപ്പോൾ അതുകൊണ്ട് എല്ലാത്തിനും അതിൻ്റെ ഇഫ്സും ബട്ട്സും ഉണ്ട് നോക്കണം, അതിൻ്റെ അകത്തുള്ള കണ്ടീഷൻസ് ഉണ്ട്, അതും കൂടെ നോക്കാം. ഓക്കെ, ഇതിപ്പോൾ ഒരുപാട് കമ്പനി, ഇപ്പോൾ സ്വർണ്ണക്കടകൾ ഒരുപാട് നിങ്ങൾ ടി വിയിൽ കണ്ടു പ്രൈസ് ഫ്ലക്ച്വേഷൻ വരുന്നുണ്ട്. സ്വർണ്ണം മേടിക്കാനായിട്ട് അഡ്വാൻസ് മേടിച്ചു വയ്ക്കും. എന്നിട്ട് അവർ പറയും മോള് എന്താണ് കല്യാണ പ്രായമാകുമ്പോൾ നമുക്ക് ഇത്ര സ്വർണ്ണം തരും എന്നൊക്കെ പറഞ്ഞൊരു സ്കീംസ് കണ്ടിട്ടില്ല. അപ്പോൾ അവരെങ്ങനെയാണ് ചെയ്യുന്നത്? ഇത് എല്ലാവരും ചെയ്യുന്നത് ഈ ക്ലോസിനെ ബേസ് ചെയ്തിട്ടാണ്. അവർ 360 ദിവസം വരെ അവരിൽ നിന്നും പബ്ലിക് ഡെപ്പോസിറ്റ് പ്രൊവിഷൻ അട്രാക്റ്റ് ആവാതെ തന്നെ ജനങ്ങളിൽ നിന്നും ഇതുപോലെ സാധനം കൊടുക്കാം, സ്വർണം കൊടുക്കാം, ഇതുപോലെ മെറ്റീരിയൽസ് അങ്ങോട്ട് കൊടുക്കാവുന്ന രീതിയിൽ കസ്റ്റമറിൽ നിന്നോ സപ്ലയറിൽ നിന്നോ അവർക്ക് അഡ്വാൻസ് മേടിച്ചു വയ്ക്കാം. ഞാൻ അതാണ് മുമ്പ് പറഞ്ഞത്, നിങ്ങൾക്ക് പലിശ പോയിന്റ് ഓഫ് വ്യൂ ഈ ഏരിയ നിങ്ങൾക്ക് അത്രത്തോളം ധരിക്കത്തില്ലെങ്കിൽ പ്രാക്ടിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിൽ പബ്ലിക് ഡെപ്പോസിറ്റ് പ്രൊവിഷൻസ് വെച്ചുകൊണ്ട് തന്നെ ജനങ്ങളിൽ നിന്നും ഡെപ്പോസിറ്റ് സ്വീകരിക്കുകയും എന്നാൽ പബ്ലിക് ഡെപ്പോസിറ്റിന്റെ പ്രൊവിഷൻ അട്രാക്റ്റ് ആവാതിരിക്കുന്ന എക്സംഷനിൽ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള എക്സംഷനാണ് കുട്ടികളെ ബിസിനസിന്റെ പാർട്ടിൽ നമ്മൾ കസ്റ്റമറിൽ നിന്നും സപ്ലയറിൽ നിന്നും നമ്മൾ അതിന്റെ സപ്ലൈ ചെയ്യുന്ന ആൾക്കാരിൽ നിന്നും അഡ്വാൻസ് മേടിച്ചു വയ്ക്കുക. പക്ഷേ 360 ദിവസം ഒരു 365 ദിവസം വരെ മാത്രമേ അങ്ങനെ നമുക്ക് മേടിച്ചു വയ്ക്കാൻ പറ്റൂ. അത് കഴിയുമ്പോൾ ചിലപ്പോൾ അതിനെ നമ്മൾ പബ്ലിക് ഡെപ്പോസിറ്റ് ആയിട്ട് സ്വീകരിക്കും ഇഫ് യു ഡോണ്ട് സപ്ലൈ ദാറ്റ് ഗുഡ്സ് ഇൻ ടൈം. ഓക്കെ, അപ്പോൾ ആവശ്യത്തിന് സാർ പറഞ്ഞു, നിങ്ങൾക്ക് ഒരു ക്ലച്ച് മനസ്സിലായി കാണാം. ഇത് കുറച്ച് വലുതാണ് സംഭവിച്ചു. ഞാൻ പറഞ്ഞു കോൺട്രാക്ട് ഓഫ് സപ്ലൈ എല്ലാം ഓൾറെഡി സാർ പറഞ്ഞാണ്. കോൺട്രാക്ട് ഓഫ് സപ്ലൈ, പ്രോജക്ട് ഫോർ സപ്ലൈ എല്ലാം പറഞ്ഞു. ഫ്യൂച്ചർ സപ്ലൈ കുറേ ഉണ്ട് കേട്ടോ, ഒത്തിരി കാര്യങ്ങൾ എഴുതണം. അതെല്ലാം ഒരു ബഞ്ചാണ്. ആ ബഞ്ച് മൊത്തത്തിൽ നോക്കി വയ്ക്കുക. അവിടെ അത്രേ ഉള്ളൂ. എനി എമൗണ്ട് റിസീവ് ഫ്രം സപ്ലയേഴ്സ്, വെൻഡേഴ്സ്, കസ്റ്റമേഴ്സ് ആസ് പാർട്ട് ഓഫ് സപ്ലൈയിങ് ഓഫ് ഗുഡ്സ്, ബാർട്ടർ സിസ്റ്റം. അതിന് ആ അഡ്വാൻസ് കിട്ടിയതുകൊണ്ട് ഞാൻ 4 കാലത്ത് നിങ്ങൾക്ക് കുറച്ച് സാധനം സപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ അതൊരു കോൺട്രാക്ട് ആണ്, അല്ലെ 4 കാലത്ത് നിങ്ങൾക്ക് കുറച്ച് സാധനങ്ങൾ അങ്ങോട്ട് തരാം, സ്വർണം തരാം എന്ന് പറയുന്ന രീതിയിൽ അക്സെപ്റ്റ് ചെയ്യുന്ന പൈസകൾ, even though it comes under the color of definition of deposit, ഡെപ്പോസിറ്റിന്റെ ഡെഫിനിഷൻ അതേ കളർ ഉണ്ടെങ്കിൽ പോലും അത് ഡെപ്പോസിറ്റ് അല്ല, ബിക്കോസ് ഇറ്റ് ഈസ് എക്സംപ്റ്റഡ്. പക്ഷേ അതിന് ടൈം ലിമിറ്റ് ഉണ്ട്, 365 ലിമിറ്റ് ടൈം ലിമിറ്റ് കാര്യങ്ങളുണ്ട്, അതും കൂടെ നോക്കി വയ്ക്കാം. ഓക്കെ, ഫ്യൂച്ചർ പേയ്മെന്റ്സ് കൊണ്ട് അത് നോക്കി. ഞാൻ ഒത്തിരി മീറ്റിംഗിറ്റായിട്ട് നമുക്ക് പോകാൻ പറ്റത്തില്ല, എങ്കിലും നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. യെസ്, ലാസ്റ്റ് ഒരു തീരാറായി. യെസ്, എനി എമൗണ്ട് 13ാമത്തെ പോയിന്റ്, എനി എമൗണ്ട് റിസീവ്ഡ് ബ്രോട്ട് ഇൻ ബൈ ദ പ്രൊമോട്ടേഴ്സ്. നിങ്ങൾക്ക് അറിയാമായിരിക്കും കമ്പനിയിലെ തുടക്കം പ്രൊമോട്ടേഴ്സ്, നിങ്ങൾ IPO ഒക്കെ പഠിക്കും, നിങ്ങൾക്ക് അപ്പോൾ മനസ്സിലാവും. നമ്മൾ സാധാരണ പബ്ലിക് ഇഷ്യൂന് പോകുമ്പോൾ PC എന്ന് പറയും, പ്രൊമോട്ടേഴ്സ് കോൺട്രിബ്യൂഷൻ സംഭവമുണ്ട്. കാരണം ടോട്ടൽ പബ്ലിക് ഇഷ്യൂവിന്റെ അല്ലെങ്കിൽ ടോട്ടൽ ഒരു ലോൺ എടുക്കാൻ പോകുമ്പോൾ അതിന്റെ ഒരു X എമൗണ്ട് പ്രൊമോട്ടർ കൊണ്ടുവരാൻ പറയും. നിങ്ങൾ ഉദാഹരണത്തിന് നിങ്ങൾ വീട് വയ്ക്കാൻ പോകുന്നു, നിങ്ങൾക്ക് ഒരു 40 ലക്ഷത്തിന്റെ വീട് വയ്ക്കാൻ പോകുന്നു, SBIയിൽ പോയി, സാർ നിങ്ങൾക്ക് പ്രമാണവും അതൊക്കെ നിങ്ങളുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ടൈറ്റിൽസും ഉണ്ട്. ക്യാൻ യു ഇമാജിൻ ദാറ്റ് 40 ലക്ഷം രൂപ SBI തരുമോ? എത്ര തരും? SBIയിൽ 35 ലക്ഷം തരും, അല്ലെങ്കിൽ 30 ലക്ഷം തരും. എന്താ കാര്യം? ബാക്കി 10 ലക്ഷം രൂപ നീ ഇടാൻ പറയും, ബിക്കോസ് യു ആർ ദ പ്രൊമോട്ടർ. റിസ്ക് എക്സ്പോഷർ ഷെയർ ചെയ്യുന്നതാണ്, മനസ്സിലാവുന്നത്. അപ്പോൾ നിങ്ങൾ 40 ലക്ഷം രൂപയ്ക്ക് വീട് വെക്കാനായിട്ട് SBIയിൽ ലോൺ അപ്ലൈ ചെയ്തു, നിങ്ങൾ നല്ല ക്രെഡൻഷ്യൽ ഉള്ള ആളാണ്, ക്രെഡിറ്റ് റേറ്റിംഗ് ഉള്ള ആളാണ്, നിങ്ങൾക്ക് നല്ല സിവിൽ റേറ്റിംഗ് ഉണ്ട്, നിങ്ങൾക്ക് നല്ല വസ്തു ഉണ്ട്, അതിന്റെ പ്രമാണം മൊത്തം നിങ്ങൾ കൊടുക്കാമെന്ന് പറഞ്ഞാലും ഒരു ബാങ്കും നിനക്ക് 40 ലക്ഷം രൂപ അങ്ങനെ ലോൺ തരത്തില്ല. എങ്കിൽ പിന്നെ എന്താ കാര്യം? നിന്റെ റിസ്ക് അല്ല, എക്സ്പോസ്ഡ് അല്ല. അപ്പോൾ SBI പറയും നിങ്ങൾ ആദ്യം ഫൗണ്ടേഷൻ ഇടാൻ പറയും. ആ വീടിന് ഫൗണ്ടേഷൻ ഇടുമ്പോൾ നിങ്ങൾക്ക് 10-12 ലക്ഷം രൂപ വരും. അത് ഇട്ടതിന് ശേഷം ബാക്കിയുള്ള എമൗണ്ട് ഞങ്ങൾ ലോൺ ആയിട്ട് തരാൻ പറയും. അപ്പോൾ ഇതിനെയാണ് നമ്മൾ റിസ്ക് എക്സ്പോഷർ ഷെയറിംഗ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കമ്പനിയിലെ ലോൺ എടുക്കുമ്പോഴോ വലിയ പ്രോജക്ട്സ് ചെയ്യുമ്പോഴോ പ്രൊമോട്ടർ എന്ത് ചെയ്യേണ്ടി വരും? കുറച്ച് എമൗണ്ട് കൊണ്ടുവരുന്നുണ്ട്. കണ്ടോ, പ്രൊമോട്ടർ ഈസ് ബ്രിങ്ങിങ് എമൗണ്ട്. ആർക്കാ കൊടുക്കുന്ന? കമ്പനിക്ക് കൊടുക്കും. ബട്ട് ദാറ്റ് ഈസ് ഇൻ സ്റ്റിപ്പുലേഷൻ ഓഫ് എ ബാങ്ക് ലോൺ കണ്ടീഷൻ. നിങ്ങൾ ബാങ്കിന് ഒരു ലോണിന് വേണ്ടി ഒരു പ്രൊപ്പോസൽ കൊടുത്തിട്ടുണ്ട്, സേ 100 കോടിയുടെ ലോൺ വലിയൊരു പ്രോജക്റ്റ് ചെയ്യാനാണ്. അപ്പോൾ ബാങ്ക് പറയും ഞങ്ങൾ 100 കോടി ലോൺ തരണോ? തരാം, ആദ്യം 20 കോടി രൂപ പ്രൊമോട്ടർ കൊണ്ടുവരട്ടെ എന്ന് പറയും. അങ്ങനെ പ്രൊമോട്ടർ ആ കണ്ടീഷനെ ബേസ് ചെയ്തിട്ട് ഈ കമ്പനിയിൽ 20 കോടി രൂപ ഡെപ്പോസിറ്റ് ആയിട്ട് ഇടും, അല്ലെങ്കിൽ പൈസ കൊടുക്കും. ഈ പൈസ ഇവിടെ എക്സംപ്റ്റഡ് ആണ്. ബിക്കോസ് വൈ? ദ പ്രൊമോട്ടർ ഇസ് ബ്രിങ്ങിങ് ദിസ് എമൗണ്ട് ടു ദ കമ്പനി നോട്ട് ആസ് എ ഡിപ്പോസിറ്റ്. യെസ്, they are giving that money, but they are giving as part of a stipulation given by a financial institution. ഒരു ധനകാര്യ സ്ഥാപനത്തിൽ ലോൺ പ്രോസസ് ചെയ്യാൻ വേണ്ടി ആ ലോണിന്റെ ഭാഗമായിട്ട്, ആ ലോണിന്റെ ടേംസ് ആൻഡ് കണ്ടീഷന്റെ ഭാഗമായിട്ട് നിങ്ങൾ കൊണ്ടുവരുന്ന പൈസയെ, പ്രൊമോട്ടർ കൊണ്ടുവരുന്ന പൈസയെ പബ്ലിക് ഡിപ്പോസിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല. ഇറ്റ് ഈസ് എക്സംപ്റ്റഡ്. കാര്യങ്ങൾ മനസ്സിലാവുമെന്ന് തോന്നുന്നു. ഓക്കെ, യെസ്. ഇനി എമൗണ്ട് അക്സെപ്റ്റ് ബൈ നിധി കമ്പനി. ഒരിക്കലും നിധി കമ്പനി ഇതിൽ അട്രാക്ട് ആവുന്നത് നിധി കമ്പനിയുടെ ജോലി തന്നെ, അല്ലെങ്കിൽ അവരുടെ ബിസിനസ് വെച്ചാൽ പലരിൽ നിന്ന് പൈസ സമാഹരിച്ച് ഫണ്ട് ഉണ്ടാക്കലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കൊക്കെ ഈ പബ്ലിക് ഡെപ്പോസിറ്റ് പ്രൊവിഷൻ റെസ്ട്രിക്ഷൻസ് വെച്ചിരിക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ എക്സംപ്റ്റഡ് ആണ്. ഇനി എമൗണ്ട് ചിട്ടി കമ്പനിക്ക് ഇത് എക്സംപ്റ്റഡ് ആണ്. കളക്ട് ഇൻവെസ്റ്റ്മെന്റ് സ്കീം CAS ആണ്, CASന് എക്സംപ്റ്റഡ് ആണ്. അല്ലേ? അതൊക്കെ കേൾക്കുമ്പോൾ തന്നെ അറിയാം. കാരണം അവരെയൊക്കെ ജോലി ജനങ്ങളിൽ നിന്ന് പൈസ സമാഹരിച്ച് കച്ചവടം ചെയ്യില്ല. അങ്ങനെയുള്ളവർക്ക് പബ്ലിക് ഡെപ്പോസിറ്റ് പ്രൊവിഷൻ റെസ്ട്രിക്ഷൻ വെച്ചാൽ പിന്നെ അവരെന്ത് ചെയ്യും? പറ്റത്തില്ല. അതുകൊണ്ട് നിധി കമ്പനി, ചിട്ടി കമ്പനി, ബാങ്കിങ് കമ്പനി, ഹൗസിംഗ് ഫിനാൻസ് കമ്പനി, ഇതുപോലെ ജനങ്ങളിൽ നിന്നും പൈസ സമാഹരിച്ച് ബിസിനസ് ചെയ്യുന്ന ധനകാര്യ സ്ഥാപനങ്ങളെ നമ്മൾ പബ്ലിക് ഡെപ്പോസിറ്റ് പ്രൊവിഷൻസിൽ നിന്നും കുട്ടികളെ നമ്മൾ എക്സംപ്റ്റ് ചെയ്തിരിക്കുകയാണ് റൂൾ 2(1)C പ്രകാരം.
എനിക്ക് ഒത്തിരി ആയിപ്പോൾ ഇനി പറഞ്ഞാൽ നിങ്ങൾ നോട്ടിക്കും. ഈ സ്റ്റാർട്ടപ്പ് കമ്പനിയുടെ കാര്യം ഒന്ന് നോക്കുക. കാരണം പുതിയ കാര്യമാണ്, ഇടയ്ക്ക് കമന്റ് ചെയ്ത് കയറ്റിയതായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. എനി an amount up to 25 lakhs rupees received by a startup company by issuing a convertible note, അല്ലേ, കൺവെർട്ടബിൾ ടു ഫ്യൂച്ചറിൽ ഷെയർ ആയിട്ട് കൺവെർട്ട് ചെയ്യുന്ന കൺവെർട്ടബിൾ നോട്ട്സ് ഇഷ്യൂ ചെയ്ത് സ്റ്റാർട്ടപ്പ് സീഡ് ക്യാപിറ്റലായിട്ട് എന്താണ് സ്റ്റാർട്ടപ്പ് കമ്പനീസ് കൊണ്ടുവരുന്ന 25 ലക്ഷം രൂപ വരെ കൊണ്ടുവരുന്ന മൂലധനത്തിനെ അല്ലെങ്കിൽ ഇപ്പൊ ജനങ്ങളിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ഈ ഡെപ്പോസിറ്റ് ആയിട്ട് കാണണ്ട ആസ് പെർ ദിസ് ആക്ട്. ആവശ്യം അധികം പറഞ്ഞു സാർ അല്ലേ. ഇപ്പത്തിന് എത്രയായി? 15, 16, 17 പോയിന്റ് ഉണ്ട്. 17 അവസാനം ആൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് വഴി കളക്ട് ചെയ്യുന്ന പൈസ എക്സംഷനാണ്. മതി 18. നിങ്ങൾ അതിൻ്റെ അകത്തൊരു 18 എക്സംഷൻ ഉണ്ട്. എത്ര എക്സംഷൻ കുട്ടികളെ? 18 എക്സംഷൻ ഉണ്ട്. ഇപ്പൊ സാറ് നിങ്ങൾ പറയും സാർ ഇതെല്ലാം കൂടെ തോന്നുന്നു. വേണ്ട, ഞാൻ ചില കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇത് പറഞ്ഞുതരാം. ഈ 18 എക്സംഷൻസിൽ നിങ്ങൾ അറ്റ്ലീസ്റ്റ് 10 തറവായിട്ട് നോക്കിയാൽ 8 ഫ്രീ എൻ്റെ പോരെ. എന്തായാലും ഒരു 6-7 മാർക്കിന് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കും. 18 8 ഫ്രീ എൻ്റെ ബാക്കി 10 പഠിച്ചാൽ മതി. ആ 10 പഠിക്കുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട കാര്യങ്ങളാണ്. ഒന്ന് ഞാൻ പറഞ്ഞത് സപ്ലൈ ഓഫ് ഗുഡ്സിന് എഗൻസ്റ്റ് ആയിട്ട് കൊടുക്കുന്ന അഡ്വാൻസ്, ഈ എംപ്ലോയീസിന് മേടിക്കുന്ന സെക്യൂരിറ്റി ഡെപ്പോസിറ്റ്, പ്രൊമോട്ടർ കൊണ്ടുവരുന്ന പൈസ ഇൻസ്റ്റിപ്പുലേഷൻ ടു ഫിനാൻഷ്യൽ ലോൺ അല്ലേ. പിന്നെന്താണ് പബ്ലിക് ഇഷ്യൂ, അവിടെ 60 ദിവസത്തിന്റെ കാൽക്കുലേഷൻ ഉണ്ട്, 15 ദിവസത്തിന്റെ കാൽക്കുലേഷൻ റീഫണ്ട്. ഈ 4 ഒരെണ്ണം കൂടെ ഏതെങ്കിലും ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരെണ്ണം കൂടെ. ഈ 18 പോയിന്റിൽ 8 എൻ്റെ ഫ്രീ പഠിക്കേണ്ടതല്ല, വായിച്ചു വിട്ടാൽ മതി. ബാക്കി 10ൽ 5 ഞാൻ ഇപ്പം പറഞ്ഞ വളരെ ഇമ്പോർട്ടൻ്റ് 5 തറവായിട്ട് പഠിക്കുക. കാരണം ആ 5 മോസ്റ്റ്ലി പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ വരുന്നത് കേട്ടോ. അപ്പൊ ഇപ്പൊ നമ്മൾ എന്താ പഠിച്ചിട്ടേ? ഒരു 30 മിനിറ്റായി, 1/2 മണിക്കൂറായി. എന്താ സാറ് പഠിപ്പിച്ചെന്ന് ഇത്ര നേരം? സിമ്പിൾ. എന്താണ് ഡെപ്പോസിറ്റ്, എന്തല്ല ഡെപ്പോസിറ്റ്, ഇത്രേ പഠിപ്പിച്ചിട്ടുള്ളൂ. എന്താണ് ഡെപ്പോസിറ്റ്? 2/31. എന്തല്ല ഡെപ്പോസിറ്റ്? റൂൾ 2(1)(c) കമ്പനീസ് AD റൂൾസ് 2014. അതിൽ 18 എക്സംഷൻ ഉണ്ട്. 8 ജസ്റ്റ് വായിച്ചുവിടാൻ പറഞ്ഞു, 10 നല്ല രീതിയിൽ പഠിക്കാൻ പറഞ്ഞു. അതിൽ 5 നല്ല രീതിയിൽ ഒന്ന് പ്രാക്ടിക്കലായിട്ട് മനസ്സിലാക്കി പഠിക്കാൻ. ക്ലിയർ അല്ലേ? ഇനി കുറെ ആവർത്തനമാണ്, ഇത് വീണ്ടും വീണ്ടും ഒക്കെ വരും. അപ്പൊ നമ്മളെ കൺസെപ്ച്വലി ബേസിക് തറവായിട്ടുണ്ട് അല്ലേ. യെസ്. ഇനി നമ്മൾ ഡെപ്പോസിറ്റ് എന്താണ് എന്നുള്ള ഡെഫിനേഷനാണ്. ഇതൊന്നും ഒരുപാട് സമയം ചിലവാക്കേണ്ട ആവശ്യമില്ല. ഇത്രയും ഈ ആക്ച്വലി ഡെഫിനേഷനിലാണ് ഏറ്റവും കൂടുതൽ നിങ്ങൾ സമയം ചിലവാക്കേണ്ടത്. ഏതല്ല ഡെപ്പോസിറ്റ് എന്നുള്ള ഏരിയയിൽ. ബാക്കിയുള്ള ഏരിയയിൽ ഒരുപാട് സമയം ചിലവാക്കേണ്ട ആവശ്യമില്ല. എങ്കിലും ക്വിക്കായിട്ട് പോകും. 2(1)(d) ഡെപ്പോസിറ്റ് മീൻസ് ആരാണ് ഡെപ്പോസിറ്റ്? കമ്പനിയുടെ മെമ്പർ ഡെപ്പോസിറ്റ് ആവും. ആരൊക്കെയാണോ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് അവരെയാണ് നമ്മൾ ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. സിമ്പിൾ. അങ്ങനെ പഠിച്ചാൽ മതി. അത് മെമ്പർ ആയിരിക്കാം, പബ്ലിക് ആയിരിക്കാം, പബ്ലിക്കിൽ ഒരു അംഗമായിരിക്കാം, നമ്മൾ അറിയേണ്ട ആവശ്യമില്ല. അപ്പൊ ഡെഫിനേഷൻ സിമ്പിൾ. ഡെപ്പോസിറ്റ് ആരാ? Whoever deposits money in a company is called depositor, and it may be the member of the company, it may be a person from the public. ഓക്കെ, അത് എന്താണ് ഇതിന്റെ റിലവൻസിനെ കുറിച്ച് നമുക്ക് മനസ്സിലാവും. അപ്പൊ അവിടെ പറഞ്ഞു, അവിടെ ക്ലിയർ ആണ്. മെമ്പറിനെ കുറിച്ച് പറഞ്ഞു. മെമ്പർ എന്ന് പറയുമ്പോൾ പ്രൈവറ്റിനും പബ്ലിക്കിനും വരും. പേഴ്സൺ എന്ന് പറയുമ്പോൾ പബ്ലിക്കിന് മാത്രമേ വരും. അറിയായിരിക്കും. അതിലോട്ട് ഞാൻ എത്തുന്നുണ്ട്, അതിലോട്ട് എത്താം. അപ്പോൾ സിമ്പിൾ ഡെപ്പോസിറ്റ് മീൻസ് എനി പേഴ്സൺ ഹു ഡെപ്പോസിറ്റ് ദ മണി in the company by way of a deposit. It includes the member of the company, it may include the member of the public. Okay. Yes. ഇത് ഇനി അങ്ങോട്ടുള്ള കാര്യം പറയുന്ന മുമ്പ് ചില കാര്യങ്ങൾ സാറ് പറഞ്ഞിട്ട് പോവാം. ഇനി നമ്മൾ ഒരുപാട് കുട്ടികൾ ഇവിടെയൊക്കെ ചോദിക്കാറുണ്ട്, വിളിച്ച് എന്തൊക്കെയാണെന്നൊക്കെ ചോദിക്കും. സാർ ഇത് ഭയങ്കര കോംപ്ലിക്കേറ്റ്. ഒരു കോംപ്ലിക്കേഷൻ ഇല്ല. ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, നമ്മുടെ ജോലി കഴിഞ്ഞു. ഡെപ്പോസിറ്റ് എന്താണ്, ഡെപ്പോസിറ്റ് എന്തല്ല എന്ന് പഠിച്ചു കഴിഞ്ഞു. ഇനി ചോദ്യം, ആർക്കൊക്കെയാണ് ഡെപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നത്, ആരെന്നൊക്കെയാണ് ഡെപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നത്? കമ്പനികൾ ബേസിക്കലി 2 ടൈപ്പേ ഉള്ളൂ. പ്രൈവറ്റ് കമ്പനി, ബേസിക്കലി പ്രൈവറ്റ് കമ്പനി, പബ്ലിക് കമ്പനി. ബേസിക്കലി എന്നാ പറഞ്ഞത്, വേറെ OPC ഒക്കെ ഉണ്ടാക്കാൻ അറിയാം. സ്മോൾ കമ്പനി, അസോസിയേറ്റ് കമ്പനി, ഫോറിൻ കമ്പനി, ഗവൺമെന്റ് കമ്പനി ഇല്ലെന്നൊക്കെ അറിയാം. ബേസിക് ടൈപ്പ് പബ്ലിക്കും പ്രൈവറ്റ്, അല്ലെങ്കിൽ പ്രൈവറ്റും പബ്ലിക്. കുട്ടികളെ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി സംബന്ധിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ജനങ്ങളിൽ നിന്നും പൈസ സമാഹരിക്കാൻ പാടില്ല. അതുകൊണ്ടാണല്ലോ അതിന് പ്രൈവറ്റ് എന്ന് വിളിക്കാൻ കാര്യം അല്ലേ. അതുപോലെ തന്നെയാണ് ഡെപ്പോസിറ്റ് കേസിലും ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനീസിനും പബ്ലിക്കിൽ നിന്നും ഡെപ്പോസിറ്റ് സ്വീകരിക്കാൻ പാടില്ല. അതിന് വേണമെങ്കിൽ മെമ്പർമാരിൽ നിന്നും, കമ്പനിയുടെ മെമ്പർമാരിൽ നിന്നും, കമ്പനിയുടെ ഡയറക്ടർമാരിൽ നിന്നും, കമ്പനിയുടെ ഇമ്മീഡിയറ്റ് റിലേറ്റീവ്, ഡയറക്ടർമാർ റിലേറ്റീവ് നിന്നും നമുക്ക് ഡെപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യാം. അപ്പോൾ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്ക് പബ്ലിക് ഡെപ്പോസിറ്റ് എന്നൊരു വാക്യമില്ല. പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്ക് പ്രൈവറ്റ് ഡെപ്പോസിറ്റ് എന്നൊരു വാക്യമാണ്. എങ്ങനെയാണ് ഇന്റർപ്രിട്ടേഷൻ? എന്താണ്? പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്ക് പബ്ലിക് ഡെപ്പോസിറ്റ് വാക്കില്ല. എന്തേ വാക്യമുള്ളൂ? പ്രൈവറ്റ് ഡെപ്പോസിറ്റ് വാക്യമുള്ളൂ. മനസ്സിലായില്ലേ? എന്നാൽ പബ്ലിക് ലിമിറ്റഡ് കമ്പനിയെ സംബന്ധിച്ചോളം യെസ്, അവർക്കുള്ള അതേ റൈറ്റ് ഇവിടെ ഉണ്ട്. പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്ക് സ്വന്തം മെമ്പർ എന്ന് മേടിച്ചൂടെ? അതുപോലെ പബ്ലിക് ലിമിറ്റഡ് കമ്പനീസിനും സ്വന്തം മെമ്പർമാരിൽ നിന്നും ഡെപ്പോസിറ്റ് സ്വീകരിക്കാം. പ്ലസ് ദേ ക്യാൻ റിസീവ് ഡെപ്പോസിറ്റ് ഫ്രം ദ കോമൺ പബ്ലിക്. പറയേണ്ട ആവശ്യമില്ല അല്ലേ? അപ്പോൾ പബ്ലിക് കമ്പനി ക്യാൻ ആക്സെപ്റ്റ് ഡെപ്പോസിറ്റ് ഫ്രം മെമ്പേഴ്സ് and also from the public. So that is why we say public limited companies can accept public deposit, but
all public limited companies cannot accept public deposit. Only those companies which are called eligible companies. ഇതാണ് പുതിയ കമ്പനീസ് ആക്ടിന്റെ ബ്യൂട്ടി. എന്താണ് എല്ലാ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്ക് പബ്ലിക് ഡെപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ലല്ലോ. സാറ് പറഞ്ഞല്ലോ, പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്ക് പബ്ലിക് ഡെപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്ക് പ്രൈവറ്റ് ആയിട്ട് മാത്രമേ ഡെപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂ, അവരുടെ മെമ്പർമാർ. അപ്പോൾ പബ്ലിക് ഡെപ്പോസിറ്റ് ചോദ്യമേ അവിടെ ഒതുക്കുന്നില്ല. ഇനി പബ്ലിക് ലിമിറ്റഡ് കമ്പനീസുകൾ പറ്റുമോ? ആൻസർ ഇസ് യെസ്. മെമ്പർമാരിൽ നിന്നും മേടിക്കാം, പബ്ലിക്കിൽ നിന്നും മേടിക്കാം. പക്ഷെ അങ്ങനെ പബ്ലിക്കിൽ നിന്നും പബ്ലിക് ലിമിറ്റഡ് കമ്പനിക്ക് പബ്ലിക് ഡെപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ ചില കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. ആ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന കമ്പനിയാണ് നമ്മൾ എലിജിബിൾ കമ്പനി എന്ന് പറയുന്നത്. അത് പിന്നൊരു സ്ഥലത്ത് വരും, ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അപ്പം നോക്കാം. ഇവിടെ ഡെഫിനിഷനിലാണ് കിടക്കുന്നത്, വേണ്ട നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ നമുക്ക് നോക്കാം. ഒരു ഡെഫിനിഷൻ പാർട്ടിൽ കിടന്നും വേണ്ട, നമുക്ക് പിന്നെ നോക്കാം. കുറേയൊക്കെ നമുക്ക് സ്കിപ്പ് ചെയ്യാം. ഇത് സ്കിപ്പ് ചെയ്യുന്നല്ല കേട്ടോ, അവിടെ വരും. പിന്നെ നമ്മൾ കംപ്ലയൻസ് ഏരിയ വരുന്നേ ഉള്ളൂ. നമുക്ക് ആദ്യം പ്രൈവറ്റ് ഒക്കെ പഠിച്ചിട്ടങ്ങ് പോവാം. പിന്നെ ഇത് കോമൺ ആയിട്ട് അറിയും സെക്ഷൻ 73 ഈ പബ്ലിക് ഡെപ്പോസിറ്റ് പ്രൊവിഷൻ ആപ്ലിക്കബിൾ അല്ലാത്ത കമ്പനികളെ കുറിച്ച് ആദ്യമേ അറിഞ്ഞിരിക്കണം, അല്ലെ? പറയേണ്ട ആവശ്യമില്ല. പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനീസ് അല്ല, നമ്മൾ പബ്ലിക്കിന് ആപ്ലിക്കബിൾ ആണ് നമ്മളിപ്പോൾ കുറച്ച് കഴിഞ്ഞിപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുണ്ട്. അതിന് മുമ്പായിട്ട് അറിയേണ്ടത് എക്സംപ്റ്റഡ് കമ്പനീസ്. എന്താണ് എക്സംപ്റ്റഡ് കമ്പനീസ്? പബ്ലിക് ഡെപ്പോസിറ്റിന്റെ പ്രൊവിഷൻസ് അട്രാക്ട് അല്ലാത്ത, പബ്ലിക് ഡെപ്പോസിറ്റിന്റെ പ്രൊവിഷൻസേ ആപ്ലിക്കബിൾ അല്ല, കമ്പനീസ് ആക്ടിലെ പബ്ലിക് ഡെപ്പോസിറ്റിന്റെ പ്രൊവിഷൻസേ ആപ്ലിക്കബിൾ അല്ലാത്ത ഒരുപാട് കമ്പനികളുണ്ട്. ഏതൊക്കെ കമ്പനികളാണ് നമുക്ക് നോക്കാം. ഏതൊക്കെ കമ്പനികളാണ് നമുക്കറിയാം? ബാങ്കിങ് കമ്പനി, NBFC നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനി, HFC ഹൗസിംഗ് ഫിനാൻസ് കമ്പനി, സച്ച് അതർ കമ്പനീസ് മേ ബി നോട്ടിഫൈഡ് ബൈ ദ സെൻട്രൽ ഗവൺമെന്റ്. ഈ 4 കാറ്റഗറി ഓഫ് കമ്പനീസിനും നമ്മളിപ്പോൾ പഠിക്കുന്ന പബ്ലിക് ഡെപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യുന്ന പ്രൊവിഷൻസ് ബന്ധപ്പെട്ട ഒരു റെസ്ട്രിക്ഷൻസും ആപ്ലിക്കബിൾ അല്ല, ഒരു ലോയും ആപ്ലിക്കബിൾ അല്ല. ബിക്കോസ് ദേ ഹാവ് ദെയർ ഓൺ ലോ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് and their guidelines, directions. BR Act, Banking Regulation Act 1949 ഉണ്ട്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് 1934 ഉണ്ട്. പിന്നെ അവർ ഗൈഡ്ലൈൻസും റെഗുലേഷൻസും എന്താണ് ഒരു ഡയറക്ഷൻസും ഉണ്ട്. അതുകൊണ്ടാണ്, കാരണം ഇവരുടെ എല്ലാ ജോലിയും പബ്ലിക് ഡെപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യാല്ല. ഇവർക്ക് ഈ കമ്പനീസ് ആക്ടിലെ ഈ പ്രൊവിഷൻസ് ആപ്ലിക്കബിൾ ആക്കിയതുകൊണ്ട് അവർക്ക് പിന്നെ ഇതിനെ സമയം കാണത്തുള്ളൂ. എന്നും കംപ്ലൈ ചെയ്യാനും എന്നും EGM വിളിക്കാനും മാത്രമേ സമയം കാണത്തുള്ളൂ. DPT 1 DPT 3 ഡെയിലി ഫയൽ ചെയ്യേണ്ടി വരും. അത് ഒഴിവാക്കാനാണ് കുട്ടികളെ എന്താണ് പബ്ലിക് ഡെപ്പോസിറ്റിന്റെ കമ്പനീസ് ആക്ടിലെ പ്രൊവിഷൻസ് ഈ 4 കാറ്റഗറി കമ്പനിക്ക് ആപ്ലിക്കബിൾ അല്ല. ഏതൊക്കെയാണ് 4 കാറ്റഗറി കമ്പനീസ്? 1 എനി ബാങ്കിങ് കമ്പനി, 2 എനി NBFC അറിയാമല്ലോ അല്ലെ? ഒരുപാട് NBFCs ഉണ്ട്, മുത്തൂട്ട് ഉണ്ട് അല്ലെ, കസ്റ്റമർ ഫിനാൻസ് ഉണ്ട്, അതുപോലെ നിങ്ങൾക്ക് അറിയാവുന്ന ഒരുപാട് ഫേമസ് കമ്പനീസ് ഉണ്ട്. അടുത്ത് എനി ഹൗസിംഗ് ഫിനാൻസ് കമ്പനി, അതുപോലെ ലാസ്റ്റില് എനി ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വിച്ച് ഇസ് നോട്ടിഫൈഡ് ആസ് എക്സംപ്റ്റഡ് ബൈ ദ സെൻട്രൽ ഗവൺമെന്റ് ഇൻ കൺസൾട്ടേഷൻ വിത്ത് ആർ. ഈ 4 കാറ്റഗറി കമ്പനീസിനും ഈ പ്രൊവിഷൻസ് ആപ്ലിക്കബിൾ അല്ല. ഓക്കെ, ഇതാണ് അതിന്റെ പടമൊക്കെ വെച്ച് വെച്ചിട്ടുണ്ട്. ഈ 4 കാറ്റഗറി കമ്പനി ഇങ്ങനെ പടം വരച്ച് വെച്ചിരിക്കുക അല്ലെ. 4 കാറ്റഗറി കമ്പനീസിന് ബാങ്കിങ് കമ്പനി, NBFC കമ്പനി, ഹൗസിംഗ് ഫിനാൻസ് കമ്പനി, എനി അതർ കമ്പനി വിച്ച് ഇസ് ബീൻ നോട്ടിഫൈഡ് ബൈ ദ സെൻട്രൽ ഗവൺമെന്റ് ഇൻ കൺസൾട്ടേഷൻ ആർ ബി ഇറ്റ് ഈസ് എക്സംപ്റ്റഡ്. ഇനിയാണ് നമ്മൾ അടുത്ത പ്രൊവിഷൻസ് നമ്മൾ പറയാൻ പോകുന്നത്. എനിക്ക് തോന്നുന്നു ഇത് പഠിപ്പിക്കുന്ന രീതിയിലും അല്ലെങ്കിൽ മനസ്സിലാക്കുന്ന രീതി വ്യത്യാസം ഞാൻ പറഞ്ഞു. പ്രൈവറ്റ് കമ്പനി, പബ്ലിക് കമ്പനി അങ്ങനെ പ്രത്യേകം പഠിക്കുക. പ്രൈവറ്റ് കമ്പനികൾ പ്രത്യേകം പഠിക്കുക, പബ്ലിക് കമ്പനികൾ പ്രത്യേകം പഠിക്കുക. പബ്ലിക് കമ്പനി പഠിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, പബ്ലിക് കമ്പനി മീൻസ് ദോസ് കമ്പനീസ് വിച്ച് എലിജിബിൾ പബ്ലിക് കമ്പനി കേട്ടോ. അപ്പോൾ നമ്മൾ അതിൻ്റെ ഫ്രെയിംവർക്ക് സ്റ്റഡി മെറ്റീരിയൽ ഇങ്ങനെ ഓർഡറിൽ ഇട്ട് വെച്ചിരിക്കുക. അങ്ങനെ അല്ലാതെ പഠിക്കേണ്ടത്. അതുകൊണ്ട് ഇടയ്ക്ക് കയറ്റി വിടുന്നത്. പിന്നെ നമുക്ക് വരുന്നത് പ്രൊവിഷൻസ് ലേറ്റക്സ് ഇതൊക്കെ വരാം. ഇതൊക്കെ നമുക്ക് പിന്നെ വരാം കേട്ടോ. നമുക്ക് ആദ്യം പ്രൈവറ്റ് കമ്പനിയെ നോക്കി. ഇതെല്ലാം വരുന്നുണ്ട്, നമ്മൾ ഇതൊക്കെ ഡിസ്കസ് ചെയ്യാം. നമുക്ക് ആദ്യം പ്രൈവറ്റ് കമ്പനിയുടെ ഏരിയ നോക്കാം, എവിടെ വരുന്നു. ഇതെല്ലാം വരാൻ കേട്ടോ, പഠിക്കുന്നുണ്ട്. ഞാനത് പറയാം. അതിന് മുമ്പായിട്ട് എങ്ങനെയാണ് നമ്മൾ സ്റ്റഡി മെറ്റീരിയൽ ഫ്രെയിംവർക്ക് ചെയ്ത് നോക്കട്ടെ. എനിക്ക് മൊത്തമായിട്ട് എഴുതിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അത് നമ്മൾ നോക്കിയിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം കുറേ നേരം പഠിക്കുക. എനിക്ക് എലിജിബിൾ കമ്പനിയിൽ എത്തി അല്ലേ. അപ്പോൾ എലിജിബിൾ കമ്പനിയിൽ എത്തി. അപ്പോൾ നമുക്ക് മുകളിലോട്ട് തന്നെ നമുക്ക് വീണ്ടും പോകാം. അപ്പോൾ നമുക്ക് ആദ്യം പ്രൈവറ്റ് കമ്പനി നോക്കി പോവാം. യെസ്, സ്റ്റഡി മെറ്റീരിയൽ കമ്പാരിറ്റീവ് നല്ലതാണ്. പക്ഷേ എന്താ പറയുക, ഒരു ഇങ്ങനെ എല്ലാം ഇങ്ങനെ പ്രിന്റ് ചെയ്തിരിക്കുക. കുറച്ചുകൂടി കാറ്റഗറൈസ് ചെയ്യാമായിരുന്നു എനിക്ക് തോന്നി. ഓക്കെ, ഫ്രം മെമ്പേഴ്സ് അത് നമുക്ക് നോക്കാം. ഫ്രം മെമ്പേഴ്സ് നോക്കാം. അപ്പോൾ ഇനിയാണ് നമ്മൾ പ്രൊവിഷൻസ് പഠിക്കാൻ പോകുന്നത്. ഇത്രയും നേരം നമ്മൾ അതിൻ്റെ ബേസിക്സ് കാര്യങ്ങളും, ഡെപ്പോസിറ്റ് എന്താണ്, ഡെപ്പോസിറ്റ് ഏതൊക്കെ ഡെപ്പോസിറ്റാണ്, ഏതൊക്കെ ഡെപ്പോസിറ്റ് അല്ല, പിന്നെ ഡെപ്പോസിറ്റർ ആരാണ്, പിന്നെ എക്സംപ്റ്റ് ഈ പ്രൊവിഷൻസേ മൊത്തം എക്സംപ്റ്റ് ചെയ്തിരിക്കുന്നത് ഏതൊക്കെ കാറ്റഗറി കമ്പനീസ് എന്നാണ് നമ്മൾ നോക്കിയത്. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അക്സെപ്റ്റൻസ് ഡെപ്പോസിറ്റ്സിനെ കുറിച്ചുള്ള പ്രൊവിഷൻസ് ആണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, പ്രൊവിഷൻസ് തുടങ്ങുമ്പോൾ പറയുന്ന കാര്യങ്ങൾ ഒരു പോയിന്റ് പറയാം. പ്രൈവറ്റ് കമ്പനി, പബ്ലിക് കമ്പനി. പ്രൈവറ്റ് കമ്പനിക്ക് ഡെപ്പോസിറ്റ്സ് പ്രൈവറ്റ് ഡെപ്പോസിറ്റേ പറ്റത്തുള്ളൂ, പബ്ലിക് ഡെപ്പോസിറ്റ് പറ്റൂല. അത് മെമ്പേഴ്സിൽ നിന്നാണ് സാധനം മേടിക്കുന്നത്. അതിന് ഞാൻ വിളിക്കുന്ന പേര് പ്രൈവറ്റ് ഡെപ്പോസിറ്റാണ്. പഠിപ്പിക്കുക എളുപ്പത്തിന്, മനസ്സിലാക്കി തരാൻ എളുപ്പത്തിന്.
പബ്ലിക് ലിമിറ്റഡ് കമ്പനി സംബന്ധിച്ച് രണ്ട് സോഴ്സ് ഉണ്ട്. മെമ്പേഴ്സിന് മേടിക്കാം, പബ്ലിക്കിൽ നിന്ന് മേടിക്കാം. പക്ഷേ എലിജിബിൾ കമ്പനീസിന് മാത്രമേ പബ്ലിക്കിൽ നിന്ന് മേടിക്കാൻ പറ്റത്തുള്ളൂ. ക്ലിയർ ആണ്? ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ തുടങ്ങുന്ന പ്രൊവിഷൻസ് പഠിച്ചു തുടങ്ങുന്നത് കമ്പാരിറ്റീവ്ലി ഞാൻ പറഞ്ഞല്ലോ, ആ ഡെഫിനിഷനും ഇന്റർപ്രിട്ടേഷൻ പാർട്ടും ആ കാര്യങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ കമ്പാരിറ്റീവ്ലി കുറച്ച് സ്പീഡായിട്ട് നമുക്ക് നോക്കാം. വലിയ വലിയ മെയിൻ പോയിന്റ്സ് മാത്രം നോക്കിപ്പോയാൽ മതി. എലോബറേറ്റ് ആയിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് 2-1 സീനായിരിക്കും. ഓക്കെ, ഇപ്പൊ എന്താണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്? പ്രൈവറ്റ് കമ്പനി ആയാലും പബ്ലിക് കമ്പനി ആയാലും മെമ്പേഴ്സിൽ നിന്ന് മേടിക്കുന്ന പ്രൊവിഷൻസ് ആണ് ഇനി സാറ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരു പറയാം, പ്രൈവറ്റ് കമ്പനി ആയാലും പബ്ലിക് കമ്പനി ആയാലും മെമ്പേഴ്സ് നിന്നും ഡെപ്പോസിറ്റ് സ്വീകരിക്കുന്ന റെസ്ട്രിക്ഷൻസും പ്രൊവിഷൻസും ആണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ഇനി ഒരെണ്ണം കൂടെ പഠിച്ചാൽ മതി അല്ലേ? പബ്ലിക്കിൽ നിന്ന് മേടിക്കുന്ന കുറിച്ച്. അവിടെ പ്രൈവറ്റ് വരുന്നില്ലല്ലോ, പ്രൈവറ്റിന് മെമ്പേഴ്സിന് മാത്രമല്ല പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആയാലും പബ്ലിക് ലിമിറ്റഡ് കമ്പനി ആയാലും മെമ്പേഴ്സ് നിന്നും, കമ്പനിയുടെ തന്നെ മെമ്പേഴ്സ് നിന്നും ഡിപ്പോസിറ്റ് സ്വീകരിക്കുന്ന പ്രൊവിഷൻസ് ആണ് അക്കൗണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്നിന് പറയാൻ ഞാൻ പറഞ്ഞു, നമുക്ക് കുറച്ച് സ്പീഡ് കൂട്ടാം. കാരണം നിങ്ങൾക്ക് സ്പീഡ് പഠിക്കുമ്പോൾ അത് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ ഇന്റർപ്രിട്ടേഷൻ കമ്പാരിറ്റീവ് കുറവാണ്. പോയിന്റ്സ് മാത്രം പഠിച്ചു പോയാൽ സാർ അതുപോലെ എല്ലാ പോയിന്റ്സും കവർ ചെയ്ത് പോകാം. ഓക്കെ, സ്റ്റാർട്ട്. എന്താണ് സെക്ഷന്റെ ബ്രാക്കറ്റ് മറന്നില്ലല്ലോ? 73 മുതൽ 76A വരെയാണ് കമ്പനി സൈക്കിൾ പ്രൊവിഷൻ. റെഡ് വിത്ത് കമ്പനീസ് AD റൂൾസ് 2014. യെസ്, സോ ആദ്യം ചെയ്യേണ്ട പോയിന്റ്, മെമ്പേഴ്സിൽ നിന്നും ഡെപ്പോസിറ്റ് സ്വീകരിക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് റെസൊല്യൂഷൻ പാസ്സാക്കണം. എവിടെയാണ്? ജനറൽ മീറ്റിംഗ് വിളിച്ചു കൂട്ടി, EGM വിളിച്ചു കൂട്ടി നിങ്ങൾ ഇങ്ങനെ, അല്ലെങ്കിൽ AGM ഉണ്ടെങ്കിൽ AGMത്തിൽ നിങ്ങൾ ഇതിങ്ങനെ മേടിക്കാമെന്നുള്ള റെസൊല്യൂഷൻ ആദ്യം പാസ്സാക്കണം അല്ലെ? ഫസ്റ്റ് യു ഹാവ് ടു പാസ് എ റെസൊല്യൂഷൻ അറ്റ് എ ജനറൽ മീറ്റിംഗ്. രണ്ടാമത് സർക്കുലർ. സർക്കുലർ എന്ന് വെച്ചാൽ അഡ്വർടൈസ്മെന്റ് പോലെയാണ്. സർക്കുലർ എന്ന് വെച്ചാൽ നിങ്ങൾ എന്താണ്, എത്ര എമൗണ്ട് ഡെപ്പോസിറ്റ് സ്വീകരിക്കാൻ പോകുന്നു, എന്ത് പർപ്പസിനാണ്, എവിടെയാണ് ഈ പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത്, നിങ്ങളുടെ കമ്പനിയുടെ ക്യാപിറ്റൽ എത്ര, കമ്പനിയുടെ ഡയറക്ടർമാർ എത്ര, കമ്പനിയുടെ ഓഡിറ്റർ ആരാണ്, കമ്പനിയുടെ സോഴ്സ് ഓഫ് ഫണ്ട് എന്താണ്, കമ്പനിയുടെ പ്രൊജക്ട് ഫിനാൻഷ്യൽ, ഇങ്ങനെ എല്ലാം അടങ്ങിക്കൊണ്ടുള്ള ഡോക്യുമെന്റിനെയാണ് നമ്മളിവിടെ സർക്കുലർ എന്ന് പറയുന്നത്. ഈ സർക്കുലർ വായിച്ച് മനസ്സിലാക്കുമ്പോഴാണ് മെമ്പർമാർക്ക് യെസ് ഈ കമ്പനിയിൽ കുറച്ചുകൂടി പൈസ ഡെപ്പോസിറ്റ് ഇടാം എന്നുള്ള കോൺഫിഡൻസും ഡീറ്റെയിൽസും കിട്ടുന്നത്. മനസ്സിലായില്ല? അപ്പൊ അതിനാണ് നമ്മൾ സർക്കുലർ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഡോക്യുമെന്റ് സർക്കുലർ. ഈ സർക്കുലറിന്റെ കൂടെ തന്നെ കമ്പനിയുടെ ഫിനാൻഷ്യൽ കാര്യങ്ങളെ കുറിച്ചും കമ്പനിക്ക് ലയബിലിറ്റീസ് ഒന്നും ഇല്ലാന്നും കമ്പനി ഓൾറെഡി മേടിച്ച ഡെപ്പോസിറ്റ് കറക്റ്റ് തിരിച്ചു കൊടുത്തിട്ടുള്ള സാക്ഷ്യപത്രം, സർട്ടിഫിക്കറ്റ്, കമ്പനിയുടെ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റിന്റെ സർട്ടിഫിക്കറ്റ് കൂടെ ഇതിന്റെ അടുത്ത് വെക്കണം. ഈ സർക്കുലറിന്റെ ഫോർമാറ്റിന്റെ ഫോമാണ് ഫോം DPT-1. ഡെപ്പോസിറ്റ് ഷോർട്ട് ഫോം DPT-1. അപ്പൊ DPT-1 is a very important document because that document contains every details pertaining to this deposit, including the terms and conditions of this deposit. ഇതിന്റെ കോപ്പി ROC-ൽ ഫയൽ ചെയ്യണം. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഒന്ന് റെസൊല്യൂഷൻ പാസ്സാക്കണം, രണ്ടൊരു ഡോക്യുമെന്റ് വേണം അതിന്റെ സർക്കുലർ എന്ന് പറയും. സർക്കുലറിന്റെ കാതലായ പാർട്ട്, ഇമ്പോർട്ടന്റ് പാർട്ട് സ്വാഭാവികമായിട്ടും പത്രത്തിൽ നമ്മൾ പരസ്യമായിട്ട് കൊടുക്കണം, ഇംഗ്ലീഷ് ലാംഗ്വേജിലും അതുപോലെ തന്നെ കമ്പനിയുടെ ലോക്കൽ ഭാഷ, അതായത് വെർനാക്കുലർ ലാംഗ്വേജ്, കേരളത്തിലാണെങ്കിൽ മലയാളത്തിലും കൂടെ നമ്മൾ പത്രത്തിൽ കൊടുക്കും. എല്ലാം കൂടെ അവിടെ പ്രിന്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ചെറിയൊരു സിനോപ്സിസ് കൊടുത്തിട്ട് അതിന്റെ ഫുൾ ഡോക്യുമെന്റ് റെഫർ വെബ്സൈറ്റ് അഡ്രസ് കൊടുക്കും. അങ്ങനെയാണ് നമ്മൾ സാധനം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ജനങ്ങളെ അറിയിക്കണം, ജനങ്ങൾ ഉദ്ദേശിക്കുന്ന മെമ്പേഴ്സിനെ അറിയിക്കണം. ഇന്നെങ്കിലും ഈ കമ്പനി പബ്ലിക് ഡെപ്പോസിറ്റുമായിട്ട് വരുന്നു, നിങ്ങൾക്ക് താല്പര്യമുണ്ടോ, ഡെപ്പോസിറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ക്ഷണക്കത്തും അതിന്റെ ഡീറ്റെയിൽസ് അടങ്ങുന്ന ഒരു അഡ്വർടൈസ്മെന്റ് ആണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു വളരെ ഇമ്പോർട്ടന്റ് പാരന്റ് ഡോക്യുമെന്റ് ആണ് നമ്മൾ ഈ സർക്കുലർ എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ അതിന്റെ ഒരു കാര്യം നോക്കാം. ഈ സർക്കുലറിന് വാലിഡിറ്റി പീരീഡ് ഉണ്ട്. പൊതുവെ എക്സാമിൽ ചിലപ്പോൾ ചോദിക്കാൻ സാധ്യത ഒരു ഇതാണ്, ഈ സർക്കുലറിന് വാലിഡിറ്റി പീരീഡ് ഉണ്ട്. സാധാരണ രീതിയിൽ ഒരു അക്കൗണ്ടിംഗ് ഇയറിൽ, ഒരു ഫിനാൻഷ്യൽ ഇയറിൽ എപ്പോൾ ഈ പറയുന്ന സർക്കുലർ ഇറക്കിയാലും അതിനൊരു കാലാവധിയുണ്ട്. എന്താണ്? ആ വർഷത്തെ ഫിനാൻഷ്യൽ ഇയർ ക്ലോസ് ചെയ്ത് 6 മാസം അല്ലെങ്കിൽ ആ വർഷത്തെ AGMന്റെ ഡേറ്റ്, ഈ പീരീഡിലേക്ക് വരെ, അതായത് ഓറാണ് കേട്ടോ, ഒന്നീ ഈ കമ്പനിയുടെ ഫിനാൻഷ്യൽ, ഈ വർഷത്തെ ഫിനാൻഷ്യൽ ക്ലോസ് ചെയ്ത് പ്ലസ് 6 മാസം, അല്ലെങ്കിൽ ആ കമ്പനിയുടെ അക്കൗണ്ട്സ് എന്താണ് അപ്രൂവ് ചെയ്യുന്ന AGM വരെ, ഈ രണ്ട് ഡേറ്റിന്റെ ഇടയ്ക്ക് ഈ പീരീഡിലേക്ക് വേണ്ടി ഇത് വാലിഡിറ്റി ഉണ്ട്. അതിനർത്ഥം ഈ പീരീഡിൽ വീണ്ടും നിങ്ങളൊരു ഡെപ്പോസിറ്റ് അനൗൺസ്മെന്റ് ചെയ്യുകയാണെങ്കിൽ, ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ വേറൊരു സർക്കുലറിന്റെ ആവശ്യമില്ല. ബിക്കോസ് ഒരിക്കൽ ഒരു സർക്കുലർ നിങ്ങൾ അപ്രൂവ് ചെയ്ത് ROC-ൽ ഫയൽ ചെയ്താൽ അതിനൊരു വാലിഡിറ്റി പീരീഡ് ഉണ്ട്. ആ വാലിഡിറ്റി പീരീഡ് ആണ് ഞാൻ പറഞ്ഞത് അക്കൗണ്ടിംഗ് ഇയർ പ്ലസ് 6 മാസം, അല്ലെങ്കിൽ അക്കൗണ്ടിംഗ് ഇയർ ആ വർഷത്തെ AGM തീരുമ്പോഴാറുണ്ട് 6 മാസം ആവില്ലേ, സെപ്റ്റംബർ അല്ലെ. ഇത്രയും പീരീഡിലേക്ക് ഇതിന് ഈ സർക്കുലറിന് വാലിഡിറ്റി ഉണ്ട്. അതുപോലെ വേണമെന്നുണ്ടെങ്കിൽ രണ്ടാമതൊക്കെ വേണമെന്നുണ്ടെങ്കിലും മേ ബി, അങ്ങനെ നടക്കാറില്ല എങ്കിലും അതിനൊരു വാലിഡിറ്റി പീരീഡ് എന്നുള്ളത് സത്യം. വീണ്ടും ഇതിന്റെ ആവശ്യമില്ല. അടുത്ത വർഷം നിങ്ങൾ വീണ്ടും ഒരു ഡെപ്പോസിറ്റ് ഇഷ്യൂ നടത്തുകയാണെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി പിന്നെ വേറൊരു സർക്കുലർ വേണ്ടി വരും. മനസ്സിലായാലും? യെസ്, ഫയലിംഗ് ഓഫ് സർക്കുലർ പറഞ്ഞു. ROC-യിലെ ഈ സർക്കുലർ ആ 30 ദിവസത്തിനകത്ത് നമ്മൾ എന്ത് ചെയ്തിരിക്കണം, നമ്മൾ ആ സർക്കുലർ ഡേറ്റും 3 days രജിസ്റ്റർ ഓഫ് കമ്പനീസിൽ DPT-1 ഫയൽ ചെയ്തു.
അടുത്തത് DRR അക്കൗണ്ട്. പഴയ CRR അക്കൗണ്ട് പോലെയാണ് ഇവിടെ DRR അക്കൗണ്ട്. ഡെപ്പോസിറ്റ് റീപേയ്മെന്റ് റിസർവ് അക്കൗണ്ട് ആണ്. അടുത്ത വർഷം ഡ്യൂ ആവാൻ പോകുന്ന ഡെപ്പോസിറ്റ് എമൗണ്ട്, മെച്യൂർ ആയി പോകുന്ന ഡെപ്പോസിറ്റ് എമൗണ്ട് 20% നിങ്ങളൊരു ഷെഡ്യൂൾഡ് ബാങ്കിൽ ഈ വർഷം മാറ്റി വെക്കണം. എന്തിനാണ്? എന്തിനാണ് മാറ്റി വെക്കുന്നത് അല്ലേ? അടുത്ത വർഷം ഇപ്പം എന്തെങ്കിലും റീപേയ്മെന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെടുത്ത് കൊടുക്കാം അല്ലേ? ഒരു റിസർവ്, ആ വാക്ക് റിസർവിന്റെ അർത്ഥം അറിയാലോ, ഭാവിയിലേക്ക് വേണ്ടി സൂക്ഷിക്കുക. അതേപോലെ അടുത്ത വർഷം ഡ്യൂ ആവുന്ന മെച്യൂർ ആവുന്ന ഡെപ്പോസിറ്റ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ അടുത്ത വർഷം 100 കോടി ഡെപ്പോസിറ്റ് ഇഷ്യൂ ആണ്, അതിൽ 20 കോടി അടുത്ത വർഷം മെച്യൂർ ആവുമെന്ന് വെച്ചോ, അതായത് അതിന്റെ വാലിഡിറ്റി പീരീഡ് കഴിയുന്നു അല്ലെങ്കിൽ മെച്യൂരിറ്റി ആവുന്നുണ്ടെങ്കിൽ ആ പൈസ കൊടുക്കാനായിട്ട് ഉറപ്പുവരുത്താൻ വേണ്ടി കമ്പനീസ് ആക്ടിൽ എല്ലാ കമ്പനികളും ഡെപ്പോസിറ്റ് മെമ്പേഴ്സിന് ഡെപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യുന്ന എല്ലാ കമ്പനികളും DRR അക്കൗണ്ട്, അതായത് ഡെപ്പോസിറ്റ് റീപേയ്മെന്റ് റിസർവ് അക്കൗണ്ട്, ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യും. അടുത്ത വർഷം ഡ്യൂ ആവാൻ പോകുന്ന ടോട്ടൽ എമൗണ്ടിന്റെ 20% ഒരു സെപ്പറേറ്റ് ഷെഡ്യൂൾഡ് ബാങ്ക് അക്കൗണ്ടിലോട്ട് മാറ്റി വെക്കണം. ആ പൈസ ഡെപ്പോസിറ്റ് തിരിച്ചു കൊടുക്കാൻ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. വേറെ ഒരു ചെലവിനും വർക്കിംഗ് ക്യാപിറ്റലൊന്നും യൂസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, ഞാൻ പറഞ്ഞു പഠിക്കാൻ എളുപ്പമാണ്, ലോ പഠിക്കാൻ എളുപ്പമാണ്, അങ്ങ് മേളത്തെ കാര്യമോ പഠിക്കാൻ പാടുള്ളൂ. പിന്നെ അങ്ങോട്ട് ഓരോ പോയിന്റ്സ് മനസ്സിലാക്കി പഠിച്ചാൽ യെസ്, ഇടയ്ക്ക് ആവശ്യമില്ല. പ്രൊവിഷൻ ഓഫ് സെക്യൂരിറ്റി, യെസ്, സെക്യൂർഡ് ആണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നിങ്ങൾ സെക്യൂരിറ്റി ക്രിയേറ്റ് ചെയ്യും. അതിന്റെ ചാർജ് രജിസ്ട്രേഷൻ ഉണ്ടാവും. CSG1 CSG2 ഫോം ഒക്കെ അറിയാം. ചാർജ് ക്രിയേറ്റ് ചെയ്ത് ROC രജിസ്റ്റർ ചെയ്യും. അല്ല എന്നുണ്ടെങ്കിൽ അത് അൺസെക്യൂർഡ് കാറ്റഗറി ആയിട്ട് പോകും. ഇനി പ്രൈവറ്റ് കമ്പനിക്ക് മാത്രം നമ്മളിപ്പോൾ ഇത്രയും നേരം സംസാരിച്ചത് മെമ്പേഴ്സിൽ നിന്ന് മേടിക്കുന്ന ഡെപ്പോസിറ്റിനെ കുറിച്ചാണ്. അത് പ്രൈവറ്റ് ആയാലും പബ്ലിക് ആയാലും ഇത്രയും പറഞ്ഞല്ലോ ആപ്ലിക്കബിൾ ആവും. എന്നാൽ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനീസിന് ചില എക്സംഷൻസ് ഉണ്ട്, എസ്പെഷ്യലി വിത്ത് റിഗാർഡ് ടു സർക്കുലർ. നേരത്തെ പറഞ്ഞ DPT1 ആവശ്യമില്ലാതെ തന്നെ പത്രപരസ്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ ചെയ്യാൻ പറ്റും. അതിന് ചില എക്സംഷൻ ഉണ്ട്. ജസ്റ്റ് നോക്കി വിട്ടാൽ മതി, വലിയ ഇമ്പോർട്ടൻ്റ് അല്ല, എങ്കിലും നോക്കി വിടുക. ആ പ്രൈവറ്റ് കമ്പനിയുടെ പെയ്ഡപ്പ് ക്യാപിറ്റലിന്റെയും PUC, ഫ്രീ റിസോഴ്സിന്റെയും FR, സെക്യൂരിറ്റീസ് പ്രീമിയം കൊണ്ട് SPA, ഈ മൂന്നും കൂടെ കൂട്ടുമ്പോൾ അതിന് 100%, അതായത് അതിന്റെ നെറ്റ്വർത്തിന് മുകളിൽ പെയ്ഡപ്പ് ക്യാപിറ്റലും ഫ്രീ റിസോഴ്സും SPAയും കൂട്ടുമ്പോൾ നെറ്റ്വർത്ത് അല്ലേ, നെറ്റ്വർത്തിന് മുകളിൽ അല്ല ഈ ഡെപ്പോസിറ്റ് പോകണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് സർക്കുലറിന്റെ പ്രൊവിഷൻസിനൊക്കെ എക്സംഷൻ കിട്ടും. ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി ആണെങ്കിൽ ആദ്യത്തെ 5 വർഷം വരെ ഈ നൂലാമാലകളിൽ നിങ്ങൾക്ക് എക്സംഷൻ കിട്ടും. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കുക. വലിയ ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷേ എങ്കിൽ ചിലപ്പോൾ ചില പ്രാക്ടിക്കൽസ് യുവർ ആൻസർ വിൽ ബി ഡിഫറെന്റ് ഇഫ് ഇറ്റ്സ് പ്രൈവറ്റ് കമ്പനി എന്നൊക്കെ പറഞ്ഞ് DPT1 വെച്ച് പ്രാക്ടിക്കൽസ് ചോദിക്കാം. എങ്കിലും ഈ എക്സംഷൻ ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കാം. ഓക്കെ, യെസ്, അവിടെ കഴിഞ്ഞു. എന്താ ഉള്ളത്? റീപേയ്മെന്റ് ഓഫ് ഡെപ്പോസിറ്റ്. യെസ്, റീപേയ്മെന്റ് ഓഫ് ഡെപ്പോസിറ്റ് എന്താണ്? ഇൻട്രസ്റ്റ് സഹിതം ഈ ഡെപ്പോസിറ്റ് ഒരു അഗ്രിമെന്റ് ഉണ്ടാവും, ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ടാവും. ഡെപ്പോസിറ്റ് ഇഷ്യൂ ചെയ്തതിന്റെ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് പ്രകാരം അത് തിരിച്ചു കൊടുക്കും എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഇറ്റ് ഷുഡ് ബി റീപെയ്ഡ് ആസ് പെർ ദ ടേംസ് ആൻഡ് കണ്ടീഷൻ ഓഫ് ദ ഇഷ്യൂ. നിങ്ങൾ എങ്ങനെയാണോ പബ്ലിക് ഡെപ്പോസിറ്റ് ഇഷ്യൂ ചെയ്ത് അതിൽ ഡോക്യുമെന്റ് ടേംസ് ആൻഡ് കണ്ടീഷൻ സർക്കുലറൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതിനനുസരിച്ച് ഇൻട്രസ്റ്റ് സഹിതം കൊടുക്കുക. ഓക്കെ, ഇത് ഓൾറെഡി പറഞ്ഞു. യൂസിംഗ് ഓഫ് ഡെപ്പോസിറ്റ് റീപേയ്മെന്റ് റിസർവ് അക്കൗണ്ട്. യെസ്, ഈ എമൗണ്ട് ഞാൻ പറഞ്ഞു, ഈ അക്കൗണ്ടിൽ കിടക്കുന്ന എമൗണ്ട് റീപേയ്മെന്റ് ഓഫ് ഡെപ്പോസിറ്റ് മാത്രമേ യൂസ് ചെയ്യാവൂ, വേറെ ഒരു പർപ്പസ് യൂസ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. ടെന്യൂർ, പൊതുവെ എക്സാം പോയിന്റ് ഓഫ് ഇമ്പോർട്ടൻ്റ് കാര്യം ടെന്യൂർ ആണ്. സിമ്പിൾ ആണ്. ഡെപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യാൻ ടെന്യൂർ കമ്പനീസ് ആക്ട് പ്രകാരം മിനിമം 6 മാസവും മാക്സിമം 36 മാസവും. സിമ്പിൾ, മിനിമം 6, മാക്സിമം 36 മാസം അല്ലേ? മിനിമം 6 എന്നുള്ളത് വേരി ചെയ്യാം, മിനിമം 3 വരെ കൊണ്ടുവരാൻ വേണമെന്നുണ്ടെങ്കിൽ പ്രൊവൈഡ് ചില അഡീഷണൽ കണ്ടീഷൻസ് ഉണ്ട്, അത് കംപ്ലൈ ചെയ്താൽ മതി. ഒന്നുകൂടി പറയാം, സിമ്പിൾ, മിനിമം 6 months, മാക്സിമം 36 months. ഈ മിനിമം 6 മാസം എന്നുള്ളത് വേണമെങ്കിൽ കുറച്ചൊരു കട്ട് ചെയ്ത് 3 മാസത്തേക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കാം. ഷോർട്ട് ടേം, വളരെ ഷോർട്ട് ടേം ആയിട്ടാണെന്നുണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യണം? അതിന് ചില കണ്ടീഷൻസ് ഉണ്ട്. നിങ്ങളുടെ കമ്പനി നെറ്റ്വർത്ത് പെയ്ഡപ്പ് ക്യാപിറ്റൽ PUC പ്ലസ് FR പ്ലസ് SPA, പെയ്ഡപ്പ് ക്യാപിറ്റൽ, ഫ്രീ റിസോഴ്സ്, SPA, സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് 10% മുകളിലല്ല ഈ ഡെപ്പോസിറ്റ് എമൗണ്ട് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 3 മാസത്തേക്ക് ഡെപ്പോസിറ്റ് ചെയ്തിരിക്കാം. ആ എമൗണ്ടിന് മുകളിലാണെന്നുണ്ടെങ്കിൽ 3 മാസം പരിപാടിയില്ല. മിനിമം ടെന്യൂർ എത്ര ആയിരിക്കണം? 6 മാസം വരെ. ക്ലിയർ അല്ലേ? പ്രശ്നമൊന്നുമില്ല. അപ്പോൾ സിമ്പിൾ ആണ്. സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് മിനിമം 6 months, മാക്സിമം 36 months. എന്നാൽ മിനിമം എനിക്ക് 6 മാസത്തേക്ക് ഡെപ്പോസിറ്റ് വേണ്ട, എനിക്ക് സാറേ എനിക്ക് 2.5 മാസത്തേക്ക് മതി, 3 മാസത്തേക്ക് മതി എങ്കിൽ മേടിച്ചോ. പക്ഷേ ടോട്ടൽ മേടിക്കാൻ പോകുന്ന ഡെപ്പോസിറ്റ് എമൗണ്ട് കമ്പനിയുടെ PUC പ്ലസ് FR പ്ലസ് SPAയുടെ 10% മുകളിൽ കൂടെ പാടില്ല. എങ്കിൽ 3 മാസത്തേക്ക് മേടിക്കാം കേട്ടോ. 3 താഴെയുള്ള പരിപാടി ഇല്ല, പിന്നെ അങ്ങോട്ട് എക്സിബിഷൻ കിട്ടത്തില്ല. അപ്പൊ ഈ ഏരിയ വന്നിട്ട് പുതിയ എക്സാം പോയിന്റ് ഓഫ് വ്യൂ ടെന്യൂർ ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി. എത്ര എമൗണ്ട് മേടിക്കാം? ഇനിയാണ് ചോദ്യം. എത്ര എമൗണ്ട് മേടിക്കാം? എഗെയിൻ എല്ലാം ട്രിഗറും നെറ്റ്വർത്തിനെ ബേസ് ചെയ്ത്. നെറ്റ്വർത്ത് ഞാൻ ഉദ്ദേശിക്കുന്നത് പെയ്ഡപ്പ് ക്യാപിറ്റലിന്റെയും ഫ്രീ റിസോഴ്സിന്റെയും സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട്, PUC പ്ലസ് FR പ്ലസ് SPA, ഈ 3ന്റെയും 35% വരെ നിങ്ങൾക്ക് മെമ്പർമാരിൽ നിന്നും എന്ത് ചെയ്യാം? ഡെപ്പോസിറ്റ് മേടിക്കാം. നല്ലൊരു സോഴ്സ് അല്ലേ? അപ്പൊ ഈ എമൗണ്ട് ഫോർ എക്സാമ്പിൾ എല്ലാം കൂടെ കൂട്ടുമ്പോൾ 100 കോടി രൂപയാണെന്നുണ്ടെങ്കിൽ 35 കോടി രൂപ നിങ്ങൾക്ക് മെമ്പേഴ്സിൽ നിന്ന് തന്നെ ഡെപ്പോസിറ്റ് ആയിട്ട് സ്വീകരിക്കും അല്ലെ? അപ്പോൾ ലിമിറ്റ് മറക്കണ്ട. ഈ ഏരിയയെ കുറിച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ടൈം ലിമിറ്റ്, പീരീഡ്, അതുപോലെ തന്നെ എന്താണ് മാക്സിമം എത്ര എമൗണ്ട് സ്വീകരിക്കാം എന്നുള്ളതൊക്കെ കുറിച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. എളുപ്പമാണ്, ഒന്ന് നല്ല നോക്കി വയ്ക്കുക. 35% ആണ്. യെസ്, എനിക്ക് തോന്നുന്നു
ശേഷം കഴിയാറായി. ഞാൻ നേരത്തെ ഡിബഞ്ചർ ട്രസ്റ്റി എന്ന് പറയുന്ന പോലെ ഡെപ്പോസിറ്റ് ഹോൾഡേഴ്സിന് ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് സോവറിൻ ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യും. അത് പ്രമാദമായ ചില ആൾക്കാരെ, റിപ്പീറ്റ് ആൾക്കാരെ ട്രസ്റ്റി ആയിട്ട് വെച്ചുകൊണ്ട് ഒരു ട്രസ്റ്റ് ഫോം ചെയ്യും. വേറെ ഒന്നും കൊണ്ടല്ല, ഈ കമ്പനി മേടിച്ച ഡെപ്പോസിറ്റ് പൈസ തിരിച്ച് സമയത്തിന് കൊടുക്കുന്നുണ്ടോ, ഇൻട്രസ്റ്റ് സമയത്തിന് കൊടുക്കുന്നുണ്ടോ, അഥവാ ഡീഫോൾട്ട് വരുത്താണെങ്കിൽ ഈ ട്രസ്റ്റീസ് ഇടപെട്ടുകൊണ്ട് കമ്പനിയുടെ അസറ്റ്സിന്, സെക്യൂർഡ് അസറ്റ്സിന് ലിക്വിഡ് ആക്കി ഇവർക്ക് പൈസ തിരിച്ചു കൊടുക്കാൻ വേണ്ടി ultimately in order to protect the interest of deposit holders, usually the companies mandatorily create something called as a deposit trustees or trustees for deposits. Yes, ഇൻട്രസ്റ്റ് റേറ്റും ബ്രോക്കറേജും സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ഒരു ഇതാണ്. നിങ്ങൾ ഇതിന് മനസ്സിൽ തോന്നിയത് സാർ എത്ര പലിശ ചാർജ് ചെയ്യാം, ഡെപ്പോസിറ്റ് ചുമ്മാ മേടിച്ചു വയ്ക്കുമോ, നമ്മളെ ആളൊന്നുമല്ലല്ലോ, നമുക്ക് തിരിച്ച് ഡെപ്പോസിറ്റ് 6% പലിശ, 8% പലിശ കൊടുക്കാം. അതിൽ ഡെപ്പോസിറ്റ് പിടിച്ചിരുന്ന ഏജൻസീസ് ഉണ്ട്, അവർക്ക് ബ്രോക്കറേജ് കൊടുക്കാം. സിമ്പിൾ ആണ് ആൻസർ. ദ ഇൻട്രസ്റ്റ് റേറ്റ് ആൻഡ് ദ ബ്രോക്കറേജ് റേറ്റ് ക്യാൻ ബി ഫിക്സ്ഡ് ഇൻ പാർ വിത്ത് ഏതുപോലെയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ NBFCക്ക് എന്താണോ കൊടുത്തിരിക്കുന്ന മാനദണ്ഡം, അതേ മാനദണ്ഡത്തിലായിരിക്കണം ഈ കമ്പനികളും ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്നതും. ബ്രോക്കറേജ് ഉണ്ടെങ്കിൽ ബ്രോക്കറേജിന് കമ്മീഷൻ കൊടുക്കും. ഓക്കെ, അപ്പോൾ പ്രശ്നമില്ല. RBI റേറ്റ് എന്ന് മനസ്സിൽ വെച്ചാൽ. ഓക്കെ, യെസ്. പിന്നെ ഏത് ജോയിന്റ് നെയിം ഒന്നും വലിയ ഇമ്പോർട്ടൻ്റ് അല്ല, എങ്കിലും ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കുക. സാധാരണ പലയില്ല ജോയിന്റ്ലി ഹോൾഡ് ചെയ്യാം. ജോയിന്റ്ലി ഹോൾഡ് ചെയ്യുമ്പോൾ ഏതൊരു സർവൈവർ ആയിരിക്കും, അല്ലെങ്കിൽ ഫസ്റ്റ് നെയിം. അല്ലേ, ഇതിപ്പോൾ പ്രശ്നം എന്താ വെച്ചാൽ ഈ ജോയിന്റ് ഹോൾഡേഴ്സിന്റെ പ്രശ്നം ഡെപ്പോസിറ്റ് സ്വീകരിക്കുമ്പോഴല്ല, ഡെപ്പോസിറ്റ് തിരിച്ചു കൊടുക്കുമ്പോഴാണ്. ഡെപ്പോസിറ്റ് തിരിച്ചു കൊടുക്കുമ്പോഴായിരിക്കും അവൻ പറയും ഞാനല്ല, എൻ്റെ കൂടെ ഞങ്ങൾ ജോയിന്റ് ആണെങ്കിൽ അവൻ എന്നെ ഏൽപ്പിച്ചു മേടിക്കാൻ, എനിക്ക് തന്നാൽ മതി എന്ന് പറയും. അല്ലെങ്കിൽ ഒരു ജോയിന്റ് ഹോൾഡർ ഒരാൾ മരിച്ചു പോവാണെങ്കിൽ അതിൽ ലീഗൽ കേസ് ഉണ്ടോ, കോംപ്ലിക്കേഷൻ ഉണ്ടോ. അതുകൊണ്ട് അക്സെപ്റ്റ് ചെയ്യുമ്പോഴേക്കാട്ടിലും ഇത് റീപേയ്മെന്റ് സമയത്താണ് ഈ ജോയിന്റ് ഡെപ്പോസിറ്റ് ഹോൾഡേഴ്സിന്റെ പ്രശ്നം വരുന്നത്. അത് മേടിക്കുന്ന ഡിസൈറബിൾ ആയിട്ട് മേടിക്കുന്ന ഫോർമാറ്റ് നമ്മളെ ആക്കിലുണ്ട്. എതർ ജോയിന്റ്ലി, അല്ലെങ്കിൽ എയ്തർ ഒരാളോ അടുത്ത ആളോ, അല്ലെങ്കിൽ ഫസ്റ്റ് നെയിമിൽ സർവൈവർ, അല്ലെങ്കിൽ എനി വൺ ഓർ സർവൈവർ, ആരെങ്കിലും ഒരാൾക്കോ അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്ന ഒരാൾക്കോ. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ പ്രാക്ടിക്കലായിട്ടൊന്ന് നോക്കി നല്ലതാണ്. വലിയ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. കുറച്ച് എക്സാമ്പിൾസ് ഉണ്ട്. ചിലപ്പോൾ ഇന്റർമീഡിയറ്റ് ലെവൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ചുമ്മാ ട്വിസ്റ്റ് ചെയ്യും. എയും ബിയും സി ഉണ്ടായിരുന്നു, സി മരിച്ചുപോയി, എയും ബിയും കൂടെ ഉള്ളൂ, അപ്പോൾ ഏതൊരു അവർ സർവൈവർ ആയിരിക്കും, ആർക്ക് കൊടുക്കാം എന്നൊക്കെ പറഞ്ഞ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് വരാം. അപ്പോൾ കുറച്ചൊന്ന് കുട്ടികളെന്ന രീതിയിൽ നോക്കി വയ്ക്കുക കേട്ടോ. നോമിനേഷൻ സ്വാഭാവികമായിട്ടും ബാങ്കിൽ നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ നോമിനി വെക്കുന്ന പോലെ തന്നെ ഡെപ്പോസിറ്റ് ഹോൾഡേഴ്സ് പൊതുവെ അവരൊരു നോമിനിയെ വെക്കാറുണ്ട്. അതിൽ മാൻഡേറ്ററി ഒരു ഫോമാണ് അതിൻ്റെ അകത്ത് വെക്കണം. അപ്പോൾ ആ വ്യക്തിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ആ പൈസ തിരിച്ചു കൊടുക്കുമ്പോൾ അദ്ദേഹത്തിനല്ല, അദ്ദേഹം നോമിനി ഭാര്യയ്ക്കായിരിക്കാം, അമ്മയ്ക്കായിരിക്കാം, അല്ലെങ്കിൽ മോനായിരിക്കാം, സഹോദരനായിരിക്കും. എന്താണെന്ന് വെച്ചാൽ നോമിനേഷൻ ഫെസിലിറ്റി ബാങ്ക് അക്കൗണ്ട് പോലെ തന്നെ ഇവിടെയും ചെയ്യുന്നത്. പൈസയുടെ കാര്യമല്ലേ അല്ലേ. അപ്പോൾ ആ വ്യക്തിക്ക് ഡെപ്പോസിറ്റർ മരിച്ചു പോയാൽ ആർക്ക് പൈസ പോകും എന്നുള്ളത് നോമിനേഷൻ വയ്ക്കാം. സ്വാഭാവികമായിട്ടും ലീഗൽ നോമിനി വെച്ചില്ലെങ്കിൽ ലീഗൽകാരന് പോകും. അതിൻ്റെ അകത്ത് വേറെ നിയമങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ തൽക്കാലം ഡെപ്പോസിറ്റ് FDR അല്ലെ, സ്വാഭാവികമായിട്ടും നിങ്ങൾ പൈസ ഇട്ടതിന് അവർക്ക് എന്തെങ്കിലും റിസിപ്റ്റ് കൊടുക്കണ്ടേ. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം, ഡെപ്പോസിറ്റ് സ്വീകരിച്ചു കഴിഞ്ഞാൽ കമ്പനി 21 ദിവസത്തിനകത്ത് അതിനുള്ള എന്ത് കൊടുക്കണം, റിസിപ്റ്റ് കൊടുക്കണമെന്നാണ് നിയമം. കാരണം അദ്ദേഹത്തിനെ സംബന്ധിച്ചോളം ഈ കമ്പനിയിലെ ഡെപ്പോസിറ്ററിനെ സംബന്ധിച്ചോളം ഈ കമ്പനിയിൽ ഡെപ്പോസിറ്റ് ഡേറ്റ് എന്നുള്ളതിന്റെ സാക്ഷ്യപത്രമാണ് ഈ പറയുന്ന ഡെപ്പോസിറ്റ് റിസിപ്റ്റ്. അത് കമ്പനിയുടെ സീലടിച്ച് ഡയറക്ടർമാർ ഒപ്പിട്ട് കൊടുക്കേണ്ടതാണ്, അല്ലെങ്കിൽ ഓതറൈസ്ഡ് പേഴ്സൺ ഒപ്പിട്ട് കൊടുക്കേണ്ടതാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡോക്യുമെന്റ്. ഈ 21 ഡേയ്സ് ഒൺവേർഡ് ക്വസ്റ്റൻസിന് റിലവൻസ് ഉണ്ട്, അല്ലാതെ ഇമ്പോർട്ടൻ്റ് ഇല്ല. കമ്പനി രജിസ്റ്റർ മെയിൻ ചെയ്യണം. ഈ മേടിച്ച ഡെപ്പോസിറ്റിനെ കുറിച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡെപ്പോസിറ്റ് എഴുതി വയ്ക്കാം. എനിക്ക് തോന്നുന്നു ലാസ്റ്റിൽ വർഷം തോറും നമ്മൾ എന്ത് ചെയ്യണം, റിട്ടേൺ ഫയൽ ചെയ്യണം. ROCയിൽ ഡെപ്പോസിറ്റ് സ്വീകരിക്കുന്ന എല്ലാ കമ്പനികളും മാർച്ച് 31 പൊസിഷനെ ബേസ് ചെയ്തിട്ട് ജൂൺ 30 മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ ഫസ്റ്റ് ക്വാർട്ടർ അല്ലെ, ഒരു ക്വാർട്ടർ കഴിയുമ്പോൾ മാർച്ച് 31 ക്ലോസ് ചെയ്ത് അക്കൗണ്ട്സ് ക്ലോസ് ചെയ്ത് ജൂൺ 30 3 മാസത്തിനകത്ത് എന്ത് ചെയ്യണം, രജിസ്റ്റർ ഓഫ് കമ്പനീസിൽ റിട്ടേൺ ഫയൽ ചെയ്യണം. ഡീറ്റെയിൽസ്, എത്ര ഡെപ്പോസിറ്റേഴ്സ് ഉണ്ട്, എത്ര പേര് തിരിച്ചു കൊടുത്തു, എത്ര ഇൻട്രസ്റ്റ് തിരിച്ചു കൊടുത്തു, ലിറ്റിഗേഷൻ സൊല്ലുണ്ടോ, അങ്ങനെ കൊടുക്കുന്ന ഫോമിനെയാണ് റിട്ടേൺ. സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള റിട്ടേൺ ആണ് DPT-3. DPT-1 നേരത്തെ പറഞ്ഞു, DPT-3. ഓക്കെ, എനിക്കൊന്ന് മതി. അവിടെ അത്രയും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് സാറെല്ലാം പറഞ്ഞു. പനിഷ്മെന്റ് അത്രയും ഇമ്പോർട്ടൻ്റ് അല്ല, എങ്കിലും നോക്കി വയ്ക്കാം. ഇത്രയും നേരം സാറ് പറഞ്ഞത് മെമ്പേഴ്സിൽ നിന്നും പ്രൈവറ്റ് കമ്പനി ആയാലും പബ്ലിക് കമ്പനി ആയാലും ഡെപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യുമ്പോഴുള്ള പ്രൊവിഷൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും അയ്യോ ഇനി പബ്ലിക്കിന് ഇനി കിടക്കുന്നേ ഉള്ളതെന്നല്ലേ, പേടിക്കണ്ട. പ്രൊവിഷൻസ് ഒന്നും വലിയ മാറ്റമൊന്നുമില്ല, സെയിം ആണ്. എലിജിബിൾ കമ്പനിയുടെ കാര്യം മാത്രം നിങ്ങൾ നോക്കിയാണ്. എന്താ ഇവിടെ എലിജിബിൾ കമ്പനിയുടെ കാര്യം വരാൻ കാര്യം? ഞാൻ പറഞ്ഞു മെമ്പേഴ്സിന് സ്വീകരിക്കുന്നതിന് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്കും പബ്ലിക് ലിമിറ്റഡ് കമ്പനിക്കും പറ്റും. പക്ഷെ പബ്ലിക്കിൽ നിന്ന് ഡെപ്പോസിറ്റ് സ്വീകരിക്കുന്നതിലാണ് പ്രശ്നം. എന്താണ് പ്രശ്നം? പ്രൈവറ്റിനുണ്ടോ? പ്രൈവറ്റിന് ചോദിക്കാൻ വേണ്ട, പ്രൈവറ്റിന് പറ്റത്തില്ലല്ലോ. പ്രൈവറ്റ് കമ്പനി കനോട്ട് ആക്സസ് പബ്ലിക് ഫണ്ട്. അതുകൊണ്ട് രക്ഷപ്പെട്ടു. പ്രൈവറ്റ് കമ്പനീസ് വിൽ നോട്ട് കം അണ്ടർ യുവർ ഹെഡ്. ബിക്കോസ് വൈ? പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനീസ് കനോട്ട് ആക്സെപ്റ്റ് പബ്ലിക് ഡെപ്പോസിറ്റ് ഫ്രം ദ പബ്ലിക്, ഓൺലി ഫ്രം ദ മെമ്പേഴ്സ് ദേ ക്യാൻ. അതിന്റെ പ്രൊവിഷൻസ് പഠിച്ചു. പബ്ലിക് കമ്പനിക്ക് 2 സോഴ്സ് ഉണ്ട്. ഒന്ന് മെമ്പേഴ്സിന് മേടിക്കാം, പബ്ലിക്കിന് മേടിക്കാം. മെമ്പേഴ്സിന് മേടിക്കുന്ന പ്രൊവിഷൻ പഠിച്ചു കഴിഞ്ഞു. ഇനി ആ പടമുള്ള പഠിക്കാനുള്ള എന്താണ് പബ്ലിക്കിൽ നിന്ന് പബ്ലിക് ഡെപ്പോസിറ്റ് പബ്ലിക് കമ്പനിക്ക് മേടിക്കാൻ പറ്റുന്ന റെസ്ട്രിക്ഷൻസ് ആണ് ഇനി പഠിക്കുന്നത്. 3 P. പബ്ലിക്കിൽ നിന്നും
പബ്ലിക് ഡെപ്പോസിറ്റ് പബ്ലിക് ലിമിറ്റഡ് കമ്പനിക്ക് മേടിക്കാൻ പറ്റുന്ന പ്രൊവിഷൻസ് ആണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, 3P: ഫ്രം പബ്ലിക്, ത്രൂ പബ്ലിക് ഡെപ്പോസിറ്റ്, ബൈ എ പബ്ലിക് കമ്പനി. ഓക്കെ, കുറച്ചുള്ളൂ കേട്ടോ, അതുള്ളൂ, പേടിക്കണ്ട. ഇത്രയൊന്നും ഇതിന് പേടിക്കണം. ഈ മോളിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും പബ്ലിക് ഡെപ്പോസിറ്റ്സിനും ആപ്ലിക്കബിൾ ആണ്, മുറ്റാൻഡീസ് ആപ്ലിക്കബിൾ ആണ്. പക്ഷെ ഒറ്റ കുഴപ്പമേ ഉള്ളൂ, പബ്ലിക് കമ്പനി, എല്ലാ പബ്ലിക് കമ്പനിക്കും പബ്ലിക് ഡെപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പുതിയ കമ്പനീസ് ആക്ട് പ്രകാരം ആ കാറ്റഗറി ഓഫ് കമ്പനി എലിജിബിൾ കമ്പനി എന്നാക്കിയിട്ടുണ്ട്. സോ ഐ റിപ്പീറ്റ് അഗെയിൻ, അവർ ജോബ് ഈസ് നൗ 75% ഓവർ. പ്രൈവറ്റ് കമ്പനിയുടെ എല്ലാ പ്രൊവിഷൻസും കഴിഞ്ഞു. പബ്ലിക് ലിമിറ്റഡ് കമ്പനിക്ക് ഒരു സോഴ്സ് ഉണ്ട്, ജനങ്ങളിൽ നിന്നും പബ്ലിക്കിൽ നിന്നും ഡെപ്പോസിറ്റ് സ്വീകരിക്കാൻ പറ്റും. പക്ഷെ എല്ലാ പബ്ലിക് ലിമിറ്റഡ് കമ്പനിക്കും പറ്റത്തില്ല. അത് പറ്റുന്ന കമ്പനി നമ്മൾ എലിജിബിൾ കമ്പനി എന്നാണ് പറയുന്നത്. അതെന്താണ് നമുക്ക് ആദ്യം നോക്കാം. എന്താണ് എലിജിബിൾ കമ്പനീസ്? ഒന്നുമില്ല കുട്ടികളെ, എലിജിബിൾ കമ്പനി വളരെ സിമ്പിൾ ആണ്. 2 ക്രൈറ്റീരിയയിൽ ഏതെങ്കിലും ഒരു ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്ന പബ്ലിക് ലിമിറ്റഡ് കമ്പനി ആയിരുന്നു. ഒന്ന്, അതിന്റെ നെറ്റ്വർത്ത്, മൂലധനം അല്ലെ, നെറ്റ്വർത്ത്, പെയ്ഡ് ക്യാപിറ്റലും റിസോഴ്സും ഒക്കെ കൂട്ടുമ്പോൾ നെറ്റ്വർത്ത് എന്താണ്? നോട്ട് ലെസ് ദാൻ 100 crore, 100 കോടിയിൽ കുറയുന്നത്. മിനിമം 100 കോടി ശക്തിയുള്ള കമ്പനിക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? പബ്ലിക് ഡെപ്പോസിറ്റ് സ്വീകരിക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ അതൊരു ക്രൈറ്റീരിയ, അല്ലെങ്കിൽ ടേൺ ഓവറിന്റെ ക്രൈറ്റീരിയ ആണെങ്കിൽ 500 കോടി രൂപ. ഐ റിപ്പീറ്റ് അഗെയിൻ, either that public limited company should meet either one of the criteria. One, either 100 crore net worth it should have, or it should have at least 500 crore turnover. ഇതിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ മെമ്പർമാർ നല്ലാതെ ജനങ്ങളിൽ നിന്നും ഒരു പബ്ലിക് കമ്പനിക്ക് പബ്ലിക് ഡെപ്പോസിറ്റ് സ്വീകരിക്കാം. ബിക്കോസ് ദേ ആർ നൗ കാറ്റഗറീസ് എലിജിബിൾ കമ്പനീസ്. ക്ലിയർ ആയല്ലേ? യെസ്. ഇനി പ്രൊവിഷൻസ് ആണ്, എളുപ്പമല്ലോ. മറ്റിടത്തില്ലാത്ത കുറച്ച് അഡീഷണൽ പ്രൊവിഷൻസ് ഉണ്ട്. മറ്റിടത്തുള്ളതൊക്കെ ഞാൻ അതുപോലെയാണെന്ന് നമുക്ക് പറഞ്ഞുവിടാം. അപ്പോൾ നിങ്ങൾക്ക് ആവർത്തനം വേണ്ട, അതുപോലെയാണെന്ന് ഞാൻ പറയാം. ഓക്കെ, എന്താണ് ഇവിടെ റെസൊല്യൂഷൻ? ഇവിടെ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാകും. സോ അവിടെയും പറഞ്ഞ റെസൊല്യൂഷൻ, അവിടെ റെസൊല്യൂഷന്റെ ടൈപ്പ് പറഞ്ഞിട്ടില്ല. ഇവിടെ പബ്ലിക്കിൽ നിന്ന് മേടിക്കുന്നുണ്ട്, ഒബ്വിയസ്ലി നിങ്ങൾക്ക് എന്ത് വേണം? സ്പെഷ്യൽ റെസൊല്യൂഷൻ വേണം. ഇവിടെ സ്പെഷ്യൽ റെസൊല്യൂഷൻ വേണമ്പോൾ സെക്ഷൻ 181C റെഫർ ചെയ്യണം. നിങ്ങൾക്ക് ഫൈനലേ വരത്തുള്ളൂ. സെക്ഷൻ 181C പ്രകാരം കമ്പനീസ് മേടിക്കുന്ന ലോണോ ഡെപ്പോസിറ്റോ കമ്പനിയുടെ നെറ്റ്വർത്തിന് മുകളിൽ പോവാണെന്നുണ്ടെങ്കിൽ സ്പെഷ്യൽ മതി, താഴെയാണെന്നുണ്ടെങ്കിൽ ഓർഡിനറി മതി. അപ്പൊ അതിന്റെ അവിടെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. അപ്പൊ അതവിടെ നിങ്ങളിപ്പം എടുക്കാൻ പോകുന്ന ഡെപ്പോസിറ്റ്, മേടിക്കാൻ പോകുന്ന ഡെപ്പോസിറ്റ് കമ്പനിയുടെ സ്റ്റാറ്റ്യൂട്ട് ലിമിറ്റ് ഉണ്ട്, അത് പറയത്തില്ല, ഫൈനലിൽ പഠിക്കാനുള്ളൂ. കമ്പനിയുടെ പെയ്ഡ് അപ്പ് ക്യാപിറ്റലും ഫ്രീ റിസോഴ്സിന്റെയും മുകളിലാണെന്നുണ്ടെങ്കിൽ സ്പെഷ്യൽ റെസൊല്യൂഷനും താഴെയാണെന്നുണ്ടെങ്കിൽ ഓർഡിനറി റെസൊല്യൂഷനും മതി. അത് ഡെപ്പോസിറ്റ് പ്രൊവിഷൻസിലല്ല പറഞ്ഞിരിക്കുന്നത് ഈ റെസൊല്യൂഷന്റെ ടൈപ്പ്. അത് പറയുന്നത് സെക്ഷൻ 180 സബ് ക്ലോസ് 1 ക്ലോസ് സിയിലാണ് പറഞ്ഞിരിക്കുന്നത്. അത് വന്നിട്ട് എന്താണ്? റെസ്ട്രിക്ഷൻസ് ഓൺ ദ ബോറോയിങ് പവേഴ്സ് എന്ന് പറഞ്ഞ് സെക്ഷൻ 180, 181A, 181B, 181C, 181D അങ്ങനെ 4 സെക്ഷൻസ് ഉണ്ട് ഫൈനലിൽ പഠിക്കാൻ നിങ്ങൾക്ക്. അവിടെ അതിൽ 181Cയിലാണ് കമ്പനിയുടെ പെയ്ഡ് അപ്പ് ക്യാപിറ്റലും ഫ്രീ റിസോഴ്സും മുകളിൽ ഏത് ബോറോയിങ് ചെയ്താലും സ്പെഷ്യൽ റെസൊല്യൂഷൻ വേണമെന്ന് എഴുതിയിട്ടുണ്ട്. താഴെയാണെന്നുണ്ടെങ്കിൽ നമുക്കല്ലാതെ തന്നെ ഓർഡിനറി ആയിട്ട് പോകും. അപ്പോൾ 181C ഹിറ്റായാൽ മാത്രമേ എന്താണ് ഈ 181Cയുടെ ഹിറ്റ് ആവുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അത് വളരെ ക്ലിയർ ആയിട്ട് അവിടെ പറയുന്നെങ്കിൽ മാത്രമേ അപ്പോൾ സ്പെഷ്യൽ റെസൊല്യൂഷനും അതുപോലെ എലിജിബിൾ കമ്പനീസ് വന്നിട്ട് ഓർഡിനറി റെസൊല്യൂഷൻ വഴി പറ്റുമെന്നുള്ള കാര്യം ഇതിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതും കൂടെ ഒന്ന് നോക്കണം. പക്ഷെ നിങ്ങൾ അത് തലവെക്കേണ്ട, നിങ്ങൾക്ക് എൻ്റെ ആവശ്യം ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. അത് ഫൈനലിൽ നിങ്ങൾ പഠിച്ചു. ഓക്കെ, പബ്ലിക്കിൽ നിന്ന് മേടിക്കുന്നുണ്ട് തന്നെ എലിജിബിൾ കമ്പനി ട്രസ്റ്റ്വർത്തിയാണോ, എലിജിബിൾ കമ്പനിയുടെ കാപ്പബിലിറ്റി, ഫിനാൻഷ്യൽ കാപ്പബിലിറ്റി, ലിക്വിഡിറ്റി, എബിലിറ്റി, നെറ്റ്വർക്ക്, ഇതെല്ലാം സാക്ഷ്യപ്പെടുത്താനായിട്ട് ഒരു റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി റേറ്റിംഗ് എടുക്കണം. നമുക്കറിയാം ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി ക്രിസിൽ, കെയർ എന്നൊക്കെ പറഞ്ഞ, ഫിച്ച് എന്നൊക്കെ പറഞ്ഞ, S&P എന്നൊക്കെ പറഞ്ഞ കമ്പനീസ് ഉണ്ട്. അവരിൽ നിന്ന് നിങ്ങൾ ബെസ്റ്റ് റേറ്റിംഗ് അല്ലെ ഇൻവെസ്റ്റ്മെന്റ് റേറ്റിംഗ് മേടിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് ഇന്ത്യ പബ്ലിക് ഡെപ്പോസിറ്റ് ഇഷ്യൂ നടത്താൻ പറ്റത്തുള്ളൂ. ഫോം DPT3 ഫോംസ് ഒക്കെ അതുപോലെ റിട്ടേൺ ഓഫ് ഡെപ്പോസിറ്റ് ഇവിടെ എല്ലാം ഒരു പുതിയ ലോകമൊന്നുമല്ല, അഡീഷണൽ ആയിട്ട് കുറച്ച് കംപ്ലൈൻസ് ഉണ്ടെന്നേ ഉള്ളൂ. മറ്റതെല്ലാം അതുപോലെ തന്നെ. യെസ്, ചാർജ് ക്രിയേഷൻ സെക്യൂർഡ് ഡെപ്പോസിറ്റ് വഴി മാത്രമേ പബ്ലിക്കിന് നിന്നും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഡെപ്പോസിറ്റ് സ്വീകരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ സെക്യൂരിറ്റി ക്രിയേറ്റ് ചെയ്യണം. അത് ബന്ധപ്പെട്ട കാര്യങ്ങൾ വരും, പറയേണ്ട ആവശ്യമില്ല. അതൊക്കെ അതിന്റെ കാര്യങ്ങളുള്ളൂ. ടെന്യൂർ മാറ്റമൊന്നുമില്ല, പഴയത് തന്നെ. എന്താ എളുപ്പമല്ലേ? അയ്യോ എന്തല്ലേ നിങ്ങൾ വെച്ചെന്താ മൊത്തം വീണ്ടും വേറെ സെറ്റ് വരുന്നു. മിനിമം 6 മാസം, മാക്സിമം 36 മാസം. 6 മാസം ക്യാൻ ബി ലിമിറ്റഡ് ടു, വേണമെങ്കിൽ 3 മാസം ആക്കാം. അതിന് 2 കണ്ടീഷൻ കംപ്ലൈ ആണ്. നമ്മുടെ നെറ്റ്വർക്ക് PUC പ്ലസ് FR പ്ലസ് എന്താണ് SPയുടെ 10% മുകളിൽ കൂടാൻ പാടില്ല. മിനിമം 3 മാസം താഴെ പറ്റത്തില്ല. ദ സെയിം ലോ മുറ്റാൻഡീസ് ഹിയർ ഓൾസോ അപ്ലൈസ്. ഓക്കെ, ട്രസ്റ്റി വെക്കണം. അതുപോലെ തന്നെ ഇവിടെ ഡെപ്പോസിറ്റ് ട്രസ്റ്റീസ് വെക്കണം. ഞാൻ പറഞ്ഞല്ലോ കുറച്ച് പ്രശസ്ത ആൾക്കാരെ വെച്ച് നമ്മൾ ഒന്നിൽ കൂടുതൽ ട്രസ്റ്റീസ് വെക്കും. നിങ്ങൾ ഡെപ്പോസിറ്റ് തിരിച്ചു കൊടുത്തില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഡെപ്പോസിറ്റ് ഹോൾഡേഴ്സ് ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ട്രസ്റ്റി ഇടപെടും. പിന്നെ അത് അവർ ഡെപ്പോസിറ്റ് ഹോൾഡേഴ്സിന് മീറ്റിംഗ് വിളിച്ചു കൂട്ടി അതിനുള്ള നടപടികൾ, അതിനുള്ള റെമഡിയൽ മെഷേഴ്സ് എടുക്കും. എളുപ്പമല്ലേ? അപ്പൊ കണ്ടു, ഇങ്ങനെ പഠിച്ചാൽ മതി. മുകളിലത്തെ മെമ്പേഴ്സിന്റെ പ്രൊവിഷൻ ആദ്യം പഠിക്കും. പ്രൈവറ്റ് കമ്പനി, പബ്ലിക് കമ്പനി മെമ്പേഴ്സിന് ഡെപ്പോസിറ്റ് സ്വീകരിക്കുന്ന റെസ്ട്രിക്ഷൻസ് ആദ്യം പഠിക്കും. ദെൻ
അഡീഷണൽ ആയിട്ടുള്ള ആപ്ലിക്കബിൾ ആയിട്ടുള്ള പോയിന്റ് മാത്രം പബ്ലിക് നമ്മൾ മേടിച്ചത്. കാരണം ഇത് പബ്ലിക് ലിമിറ്റഡ് കമ്പനീസ് മാത്രമേ ഉള്ളൂ. പിന്നെ അവിടെ പ്രൈവറ്റ് എന്ന് പറയുന്നത് കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല അല്ലേ? അതുപോലെ യെസ്. അത് കഴിഞ്ഞു. ഓക്കെ, ഡിബഞ്ചർ ട്രസ്റ്റ് ഡീഡ് വന്നിട്ട് ഫയൽ ചെയ്യണം. ഡിബഞ്ചർ ട്രസ്റ്റ് ഡീഡിന്റെ ഫോർമാറ്റാണ് DPT2. 3 ഫോം ഉണ്ട്, DPT1, DPT2, DPT1 അഡ്വർടൈസ്മെന്റ് സർക്കിൾ, DPT2 ഡിബഞ്ചർ ട്രസ്റ്റ് ഡീഡിന്റെ ഡിബഞ്ചറിന്റെ വായിൽ എടുത്തുള്ളൂ. എന്താണ് ഡെപ്പോസിറ്റ് ട്രസ്റ്റ് ഡീഡിന്റെ ഫോം. DPT3 വന്നിട്ട് റിട്ടേൺ ഓഫ് ഡെപ്പോസിറ്റ്സ്. 3 ഫോം, DPT1, DPT2, DPT3. DPT1 സർക്കുലർ അല്ലെങ്കിൽ അഡ്വർടൈസ്മെന്റ്, DPT2 ട്രസ്റ്റ് ഡീഡ് ഫയൽ ചെയ്യേണ്ടത്, DPT3 വന്നിട്ട് റിട്ടേൺ ഓഫ് ഡെപ്പോസിറ്റ്. യെസ്, എളുപ്പം. ഇവിടെ കഴിഞ്ഞു. മാക്സിമം എമൗണ്ട് ഓഫ് ഡെപ്പോസിറ്റ്. ഇവിടെ വ്യത്യാസമുണ്ട്. അവിടെ പറഞ്ഞ മെമ്പേഴ്സ് എന്നാണല്ലേ. മെമ്പേഴ്സിന് എത്രയാണ്? എത്രയാണ്? മെമ്പേഴ്സിന് എത്ര ശതമാനമേ ഡെപ്പോസിറ്റ് സ്വീകരിക്കാൻ പാടുള്ളൂ? ഓർമ്മിച്ച് പറഞ്ഞ എത്രയാ? 35% ഓഫ് നെറ്റ്വർക്ക്. കമ്പനിയുടെ പേഡ് ക്യാപിറ്റലിന്റെയും ഫ്രീ റിസോഴ്സിന്റെയും സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ടിന്റെയും 35% മെമ്പേഴ്സിന് മേടിക്കാൻ പറ്റും. ഇവിടെ അവിടെ ഇതിന് വീണ്ടും ഇവിടെ വ്യത്യാസമുണ്ട്. ഇവിടെ നമ്മൾ എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ നമുക്ക് മാക്സിമം എമൗണ്ട് ഓഫ് ഡെപ്പോസിറ്റ് എലിജിബിൾ കമ്പനിയെ സംബന്ധിച്ചോളം നോക്കാം. എലിജിബിൾ കമ്പനി എന്നാൽ ആരാണ്? എലിജിബിൾ കമ്പനി എന്ന് വെച്ചാൽ ആരാണ്? പബ്ലിക് ലിമിറ്റഡ് കമ്പനി. അഡീഷണൽ കംപ്ലയൻസ് നോക്കാം അല്ലെ? എന്താണ് നോക്കാം. മെമ്പേഴ്സ് നിന്നും ഈ എലിജിബിൾ കമ്പനീസിന് മാക്സിമം 10% പറ്റത്തുള്ളൂ. അവിടെ എത്രയായിരുന്നു? പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്ക് 35% പറ്റും. അപ്പോൾ പ്രൈവറ്റ് ലിമിറ്റഡ് പബ്ലിക്കിന് സോഴ്സ് ഇല്ലല്ലോ അല്ലെ? അതുകൊണ്ടാണ് ഇവിടെ വന്നപ്പോൾ പബ്ലിക് ലിമിറ്റഡ് കമ്പനിക്ക് വേറെ പ്രൊവിഷൻസ് പറയുന്നത്. പബ്ലിക് ലിമിറ്റഡ് കമ്പനിക്ക് പബ്ലിക്കിന് മേടിച്ചൂടി. അപ്പോൾ മെമ്പേഴ്സിന് എത്ര മേടിച്ചാൽ മതി? 10% വരെ മാത്രമേ മേടിക്കാൻ പാടുള്ളൂ ഓഫ് ദ പേഡ് ക്യാപിറ്റൽ പ്ലസ് റിസോഴ്സ് പ്ലസ് SPA. മെമ്പേഴ്സ് അല്ലാതെ കോമൺ പബ്ലിക്കിൽ നിന്നും എത്ര മേടിക്കാം? 25% മേടിക്കാം. ഗവൺമെന്റ് കമ്പനിയാണെന്നുണ്ടെങ്കിൽ എത്ര മേടിക്കാം? 35% മേടിക്കാം. ഇപ്പോൾ എല്ലാം കൂടെ ഒന്ന് പറഞ്ഞാലേ. അപ്പോൾ എല്ലാ ലിമിറ്റും കൂടെ ഒത്തിരി സാറ് പറയാം. പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്ക് മെമ്പേഴ്സ് നിന്നും 35% മേടിക്കാം. എലിജിബിൾ പബ്ലിക് ലിമിറ്റഡ് കമ്പനീസിന് മെമ്പേഴ്സ് നിന്നും 10% മേടിക്കാൻ പറ്റും. എലിജിബിൾ പബ്ലിക് ലിമിറ്റഡ് കമ്പനീസിന് കോമൺ പബ്ലിക്കിൽ നിന്നും മെമ്പറിന് 10 ഉള്ളൂ, മെമ്പർ അല്ലാത്ത കോമൺ പബ്ലിക്കിൽ നിന്നും 25% മേടിക്കാം. ഗവൺമെന്റ് കമ്പനി ആണെങ്കിൽ മറ്റതുപോലെ 35% മേടിക്കാം. കൺഫ്യൂഷൻ ഇല്ലല്ലോ? ഒന്നുകൂടി പറയണോ സാർ? ഒന്നുകൂടി പറയട്ടെ. പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്ക് ഒരാളെന്നല്ലേ മേടിക്കാൻ പറ്റൂ, മെമ്പേഴ്സിന് മാത്രമേ മേടിക്കാൻ പറ്റൂ. എത്രയാ? 35%. അത് പറഞ്ഞേ. ഇനി പബ്ലിക് കമ്പനിയെ സംബന്ധിച്ചോളം മെമ്പേഴ്സിന് മേടിക്കാം, പബ്ലിക്കിൽ നിന്ന് മേടിക്കാം. മെമ്പേഴ്സിന് എത്രേ പാടുള്ളൂ? 10%. പബ്ലിക്കിന് എത്ര പറ്റും? 25%. ശരിക്കും പറഞ്ഞാൽ രണ്ടും കൂട്ടിയാലേ 35 അല്ലേ? അവർക്ക് ഇതും കൂടെ കൂട്ടിയാണ് 35 കൊടുത്തിട്ട് അങ്ങനെ വിചാരിച്ചാൽ മതി അല്ലേ? ഇനി ഗവൺമെന്റ് കമ്പനിയെ സംബന്ധിച്ചോളം അവർക്ക് കൂടുതൽ സ്വഭാവമായിട്ട് ട്രസ്റ്റ് കൂടുതലാണ്. ഗവൺമെന്റ് ആയതുകൊണ്ട് ഗവൺമെന്റ് കമ്പനി ആകുമ്പോൾ 35% വരെ പബ്ലിക്കിന് എന്ത് ചെയ്യാം? ഡെപ്പോസിറ്റ് ചെയ്യിക്കാം. ഈ എല്ലാ കമ്പ്യൂട്ടേഷനും ഏതിൽ നിന്നാണ്? ആ കമ്പനിയുടെ ലേറ്റസ്റ്റ് ഓഡിറ്റഡ് ബാലൻസ് ഷീറ്റിലെ പേഡ് അപ്പ് ക്യാപിറ്റൽ പ്ലസ് ഫ്രീ റിസോഴ്സ് പ്ലസ് സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട്, PUC പ്ലസ് FR പ്ലസ് SP. ഇതിന്റെയാണ് ഈ ശതമാനം. ക്ലിയർ അല്ലേ? ലിമിറ്റ് ക്ലിയർ ആയല്ലേ? 35, 10, 25, 35. ഓക്കെ. അഡ്വർടൈസ്മെന്റ് ഞാൻ പറഞ്ഞു. സർക്കുലർ അല്ല അഡ്വർടൈസ്മെന്റ്. ഇവിടെ അതേപോലെ DPT1 ഉണ്ട്. ഇവിടെ കുറച്ച് കണ്ടന്റ് കമ്പാരിറ്റീവ് കുറച്ച് കൂടുതലാണ്, അവിടെ കണ്ടന്റ് കമ്പാരിറ്റീവ് കുറവാണ്. എല്ലാം പറഞ്ഞു കഴിഞ്ഞു. വാലിഡിറ്റി ഓഫ് ഈ ഇവിടെ അഡ്വർടൈസ്മെന്റ് എന്നാണ് വിളിക്കുന്നത് കേട്ടോ. പ്രൈവറ്റ് കമ്പനീസ് ഇഷ്യൂ ചെയ്യുന്ന സർക്കുലർ എന്ന് വിളിക്കും DPT1. ഇവിടെ അതിനെ അഡ്വർടൈസ്മെന്റ്. ഞാൻ അതുകൊണ്ട് അവിടെ പഠിപ്പിച്ചപ്പോൾ സർക്കുലർ ഓർ അഡ്വർടൈസ്മെന്റ് എന്ന് പറയാൻ കാര്യം. അഡ്വർടൈസ്മെന്റ് പബ്ലിക് സംബന്ധിച്ച് ജനങ്ങൾ കോമൺ ആയിട്ടുള്ളതല്ലേ അല്ലേ? അതിന് വാലിഡിറ്റി പീരീഡ് ഉണ്ട്. ഫിനാൻഷ്യൽ പ്ലസ് 6 months അല്ലെങ്കിൽ AGM ഡേറ്റും സെപ്റ്റംബർ ആണ്, ഇതും അല്ലെങ്കിൽ സെപ്റ്റംബർ ആണ് അല്ലേ? ഇത് തോന്നുന്നു ശേഷം റീപേയ്മെന്റ്. ഇവിടെയും DRR ഉണ്ട്, ഡെപ്പോസിറ്റ് റീപേയ്മെന്റ് റിസർവ് അക്കൗണ്ട് ഉണ്ട്. നിങ്ങൾക്കറിയാം ഷെഡ്യൂൾഡ് ബാങ്കിലോട്ട് അടുത്ത വർഷം മെച്ചൂറാവുന്ന 20% എമൗണ്ട് ആ ബാങ്കിൽ ആ പൈസയിൽ റിസർവ് അക്കൗണ്ടിൽ മാറ്റിയിടണം. ആ പൈസ ആ അക്കൗണ്ട് വേറെ ഒരു പർപ്പസ് യൂസ് ചെയ്തത് റീപേയ്മെന്റിന് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഇത് പ്രൊട്ടക്ഷന് വേണ്ടി വെച്ചിരിക്കുന്ന ഫണ്ടാണ്. ഇവിടെ അതുപോലെ തന്നെ ഉണ്ട്, മാറ്റമൊന്നുമില്ല. അതുപോലെ എളുപ്പമല്ലേ പഠിപ്പിക്കുന്നല്ലേ? മനസ്സിലാവുന്നതല്ലേ? എളുപ്പമല്ലേ? ഇത് വലിയ ചാപ്റ്ററാണ്, കോംപ്ലിക്കേറ്റഡ് ചാപ്റ്ററാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് പാടുന്നു വന്നത്. പക്ഷെ ഇതിനെ കട്ട് ചെയ്ത് പഠിക്കും. ഒരിക്കലും ഇങ്ങനെ പഠിക്കരുത്. കട്ട് ചെയ്ത് ഞാൻ പറഞ്ഞാൽ ആദ്യം ഡെഫിനിഷൻ പഠിക്കുക. ഞാൻ ലാസ്റ്റ് ഒന്നിട്ട് വരാം. എങ്കിലും ഒരു ചിലപ്പോൾ വിട്ടുപോയാണെങ്കിൽ വെച്ച് പറയാം. ആദ്യം ഡെഫിനിഷൻ പഠിക്കുക. ഡെപ്പോസിറ്റ് ഏതാണ്, ഡെപ്പോസിറ്റ് ഏതല്ല, എക്സെപ്റ്റഡ് ഡെപ്പോസിറ്റ് പ്രൊവിഷൻസ് എക്സെപ്റ്റ് ആക്റ്റൊക്കെയാണ്. അടുത്ത ആപ്ലിക്കബിലിറ്റി വന്നു, ലോ വന്നു. ലോ വരുമ്പോൾ വളരെ എളുപ്പം. പ്രൈവറ്റ് കമ്പനി ആദ്യം പഠിച്ച് മാറ്റി വയ്ക്കുക. പ്രൈവറ്റ് കമ്പനി മെമ്പേഴ്സ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ആ ലോ മൊത്തം പഠിച്ചു വയ്ക്കുക. എന്നിട്ട് പബ്ലിക് കമ്പനി അതിൽ മെമ്പേഴ്സ് കുറിച്ച് ഉള്ള പ്രത്യേക റെസ്ട്രിക്ഷൻസ് ഉണ്ട്, അത് പഠിക്കുക. അത് അവിടെ ഉള്ള കണ്ടീഷനിൽ 1-2 കണ്ടീഷൻ മാറ്റുള്ളൂ. പിന്നെ പബ്ലിക് ഇഷ്യൂന് പോയി ഈ പറയുന്ന മൊത്തം കാര്യങ്ങൾ പഠിക്കും. വളരെ ചെറിയ സ്ഥലങ്ങളിൽ മാത്രമേ പ്രൈവറ്റ് കമ്പനിക്കും പബ്ലിക് കമ്പനിക്കും തമ്മിലുള്ള ചെറിയ ചെറിയ വ്യത്യാസങ്ങളുള്ളൂ. അത് മാത്രം നോട്ട് ചെയ്ത് പഠിച്ചാൽ. അപ്പൊ ഈ ഡബിൾ പഠിക്കേണ്ട ആവശ്യം മനസ്സിലായി? ഇത് പുറമെ എന്തെങ്കിലുമൊക്കെ ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ കമന്റ് ബോക്സിൽ ഞാൻ കാണുമ്പോൾ മറുപടി ചെയ്യാം. യെസ്, 20% ഞാൻ ഓൾറെഡി പറഞ്ഞു. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ബ്രോക്കേജ് അവിടെ പറഞ്ഞ പോലെ തന്നെ NBFC റേറ്റ് ആണ്. RBI NBFCക്ക് ഏത് റേറ്റ് ആണ് ചാർജ് ചെയ്യാൻ ബാധിക്കുന്നത് അതേ റേറ്റിന് നമ്മളിവിടെ ചാർജ് ചെയ്യണം കേട്ടോ. യെസ്,
ജോയിൻ നെയിം ഇവിടെയും പറഞ്ഞിട്ടുണ്ട്. അവിടുത്തെ പോലെ തന്നെ ജോയിന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ജോയിൻലി എയ്തർ സർവേവർ എനി വൺ സർവേ അതേ വയ്ക്കുക. നോമിനേഷൻ അതുപോലെ തന്നെ മാറ്റമൊന്നുമില്ല, അതേ സംഭവം തന്നെ. ഡെപ്പോസിറ്റ് റിസിപ്റ്റ് എടുക്കുക, അവിടെ ഏതുപോലെ 20 ദിവസത്തിൽ ഡെപ്പോസിറ്റ് റിസിപ്റ്റ് എടുക്കും, ഇവിടെ ഏതുപോലെ 20 ദിവസത്തിനകത്ത് ഡെപ്പോസിറ്റ് റിസിപ്റ്റ് കൊടുക്കും. എളുപ്പമല്ല എങ്ങനെ പഠിക്കാൻ. രജിസ്റ്റർ മെയിൻ ചെയ്യണം, അവിടെ രജിസ്റ്റർ മെയിൻ ചെയ്യണം, ഇവിടെ രജിസ്റ്റർ മെയിൻ ചെയ്യണം അല്ലേ. ഇവിടെ കുറച്ചൊരു കണ്ടന്റ് കൂടുതലായി, കാരണം പബ്ലിക് നമ്പർ കൂടുതലായിരിക്കും. ഒരുപാട് ജനങ്ങൾക്ക് പക്ഷേ 5 ലക്ഷം 6 ലക്ഷം പേരൊന്നും മേടിക്കാം. മെമ്പേഴ്സ് ആകുമ്പോൾ ഒരിക്കലും അത്രയും കാണത്തില്ല, കുറച്ച് പേരെ കാണത്തുള്ളൂ അല്ലേ. അപ്പോൾ കണ്ടന്റ് കൂടുതലായിരിക്കും. പൊതുവെ അതിൽ പറയേണ്ട കാര്യങ്ങൾ ഡെപ്പോസിറ്റ് ഹോൾഡറിന്റെ നെയിം, അഡ്രസ്സ്, പാൻ നമ്പർ, ഗാർഡിയൻ, നോമിനി ഉണ്ട്, നോമിനി, ലീഗൽ കെയർ ഉണ്ടെങ്കിൽ ലീഗൽ കെയർ, എമൗണ്ട് എത്ര, എന്നാണ് മേടിച്ചത്, എത്രയാണ് ഇൻട്രസ്റ്റ്, റീപേ ചെയ്ത എമൗണ്ട് എത്ര, റീപേയ്മെന്റ് ഷെഡ്യൂളിന്റെ 23 ഇൻസ്റ്റാൾമെന്റ്, 24 ഇൻസ്റ്റാൾമെന്റ്, 36 ഇൻസ്റ്റാൾമെന്റ് ഇങ്ങനെ കാണും. മാക്സിമം ഒരു പീരീഡ് ഉണ്ടല്ലോ അല്ലേ. അപ്പോൾ അതൊക്കെ എഴുതി വയ്ക്കാം. സോ ഇനിഷ്യലൊക്കെ കാണും. ഇതെല്ലാം ഇപ്പോൾ ഡിജിറ്റലൈസ് മെയിൻ അങ്ങനെ എനി സ്റ്റാറ്റഡ് രജിസ്റ്റർ നൗ ക്യാൻ ബി മെയിൻ ഇൻ ഇലക്ട്രോണിക് ഫോം. എനിക്ക് തോന്നുന്നു ഈ പ്രീ മെച്ചുവർ ഒരു പരിപാടി. പ്രീ മെച്ചുവർ എന്ന് വെച്ചാൽ അറിയാലോ അല്ലേ. നിങ്ങൾ 6 മാസം മുതൽ 36 മാസത്തേക്കാണ് നിങ്ങൾക്ക് പബ്ലിക് ഡെപ്പോസിറ്റ് നിങ്ങൾ സ്വീകരിക്കുന്നെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഞാൻ 1 വർഷത്തേക്കാണ് അപ്ലൈ ചെയ്തത്. ഞാൻ 5 കോടി രൂപ 1 വർഷത്തേക്ക് ഒരു കമ്പനിയിൽ കൊടുത്തു. 1 വർഷത്തേക്കാണ്. 7 മാസമായപ്പോൾ എനിക്ക് ആ പൈസയ്ക്ക് അത്യാവശ്യം വന്നു. അപ്പോൾ ഞാൻ ആ കമ്പനിയിൽ അപ്ലൈ ചെയ്തിട്ട് പറഞ്ഞു, സാർ എനിക്ക് 1 വർഷം മെച്യൂരിറ്റി പീരീഡാണ് എൻ്റെ ഡെപ്പോസിറ്റ് ഞാൻ തന്നിരിക്കുന്നത്, പക്ഷേ എനിക്കൊരു അത്യാവശ്യമുണ്ട്, എനിക്ക് കുറച്ച് പൈസ അല്ലെങ്കിൽ ആ ഡെപ്പോസിറ്റ് തിരിച്ചു വേണം. അതിനാണ് നമ്മൾ പ്രീ മെച്യൂർ ആയിട്ട് ഡെപ്പോസിറ്റ് മേടിക്കുന്നത്. അപ്പോൾ എനിക്ക് 8% പലിശയ്ക്കാണ് 1 വർഷത്തേക്ക് ഞാൻ കൊടുത്തത്. എത്രയാണ്? 8% പലിശയ്ക്കാണ് ഞാൻ 1 വർഷത്തേക്ക് ഡെപ്പോസിറ്റ് കൊടുത്തത്. പക്ഷേ ആ 7 മാസമായപ്പോൾ എനിക്ക് ഡെപ്പോസിറ്റ് ബ്രേക്ക് ചെയ്യണം, എനിക്ക് തിരിച്ച് പൈസ വേണം. അപ്പോൾ അതിൻ്റെ ലോ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് തിരിച്ചു തരും, അതിൻ്റെ ഫോർമാലിറ്റീസ് കൊണ്ട്, പക്ഷേ 1% പലിശ അഡ്ജസ്റ്റ് ചെയ്യും. കാരണം എന്താ, 1 വർഷത്തേക്കാണ് നിനക്ക് 8%. അപ്പോൾ നീ 7 മാസം കൊണ്ട് ഇടയ്ക്ക് തന്നെ പ്രീ മെച്യൂർ ആയിട്ട് ക്ലോസ് ചെയ്തുകൊണ്ട് 1% ഇൻട്രസ്റ്റ് ബി റെഡ്യൂസ്ഡ് ഫ്രം ദ സ്റ്റാൻഡേർഡ് റേറ്റ്. അപ്പോൾ നമ്മൾ സാധാരണ കാർ ലോണൊക്കെ തിരിച്ചടയ്ക്കുമ്പോഴൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. ഒരു പർട്ടിക്കുലർ പലിശയ്ക്ക് എടുക്കും, നേരത്തെ തിരിച്ചടയ്ക്കുമ്പോൾ അവർക്ക് നഷ്ടം വരും അല്ലേ. അപ്പോൾ അതുകൊണ്ട് അവർ ഇൻട്രസ്റ്റിൽ അഡ്ജസ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. അതുകൊണ്ട് ഇവിടെ പറയുന്നുണ്ട് 1% ഷാൽ ബി ലെസ് ദാൻ ദ നോർമൽ റേറ്റ്. റിട്ടേൺ ഓഫ് ഡെപ്പോസിറ്റ് പറഞ്ഞിട്ട് ഇപ്പോഴും പറഞ്ഞു. ഫോംസ് 3 ഫോംസ് പറഞ്ഞ് ഓൾറെഡി പറഞ്ഞ് ക്ലോസ് ചെയ്താൽ അല്ലേ. DPT1, DPT2, DPT3, DPT1 സർക്കുലർ അഡ്വർടൈസ്മെന്റ്, DPT2 വന്നിട്ട് ഡെപ്പോസിറ്റ് ട്രസ്റ്റിന്റെ ഡീറ്റെയിൽസ് ഫയൽ ചെയ്യുന്നത്. DPT3 ആണ് ആനുവൽ റിട്ടേൺ ഓഫ് ഡെപ്പോസിറ്റ്. എപ്പോഴാണ് ഫയൽ ചെയ്യേണ്ടത്? മാർച്ച് 31 സ്റ്റാറ്റസ് ക്ലോസ് ചെയ്ത് ജൂൺ 30 ROC ഫയൽ ചെയ്യണം. ക്ലിയർ. ഡിസ്ക്ലോസറിന് ഫിനാൻഷ്യൽ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾ സിക്ക് പഠിക്കുന്ന ആൾക്കാരാണ് അല്ലെ. ഡെപ്പോസിറ്റിനെ കുറിച്ച് പ്രത്യേകമായിട്ട് നോട്ട്സ് അക്കൗണ്ട്സ് ചെയ്യണം, പ്രത്യേകം നമ്മൾ എന്ത് ചെയ്യണം, ഡിസ്ക്ലോസ് ചെയ്യണം. ഡാറ്റസ് റിപ്പോർട്ടിൽ പ്രത്യേകം ഒരു പാരഗ്രാഫ് ഉണ്ടാവും, നമുക്ക് ഓഡിറ്റ് ചെയ്യുമ്പോൾ നോക്കാം അല്ലേ. യെസ്, എനിക്ക് തോന്നുന്നു പനിഷ്മെന്റ് എത്തി, നമുക്ക് പതുക്കെ വെച്ച് നിർത്താം. യെസ്, ഇനി പനിഷ്മെന്റ് എത്രത്തോളം ഒരു കുട്ടികളെല്ലാം അത്രയും നോക്കണമെന്നില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ വലിയൊരു ചാപ്റ്റർ നമ്മൾ ക്ലോസ് ചെയ്യും. വീഡിയോയെ കുറിച്ച് നല്ല അഭിപ്രായം ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യണം കേട്ടോ. ഒത്തിരി നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. ഇതുപോലെ നിങ്ങൾക്ക് ആവശ്യമുള്ള ടോപ്പിക്സ് സമയം കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഓഫീസ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം മാത്രമേ സമയം കിട്ടാറുള്ളൂ. ഈ ടോപ്പിക്ക് ഒത്തിരി കുട്ടികൾ, ഈ പേര് ഓർക്കുന്നില്ല, ഒരുപാട് പേര് റിപ്പീറ്റായിട്ട് ഫോളോ അപ്പ് ചെയ്തുകൊണ്ടാണ് ഇത് നമുക്ക് ചെയ്യാൻ പറ്റിയത്. അതുകൊണ്ട് 1 മണിക്കൂർ വീഡിയോ. അപ്പോൾ ബിഫോർ ഐ കൺക്ലൂഡ്, ഞാൻ ഇതങ്ങ് വിടുകയാണ് കേട്ടോ. ഈ പനിഷ്മെന്റ് ഒത്തിരി ഒന്നും പഠിക്കേണ്ട, നിങ്ങൾക്ക് ഇത്രയും നിങ്ങൾക്ക് നിങ്ങൾ തളർന്നു പോകും. നിങ്ങൾ ആ മെയിൻ ആയിട്ടുള്ള ഏരിയാസ് മാത്രമെങ്കിലും നോക്കി വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഈ പനിഷ്മെന്റ് ഒത്തിരി നോക്കി എന്താണ് പറയേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക്. പിന്നെ സെൽഫ് ടെസ്റ്റ് ക്വസ്റ്റ്യൻ സമ്മറിയായി അതൊക്കെ ഒന്ന് നോക്കി വെക്കും. സമ്മറിയാണ് ഇപ്പോൾ സാറും പറയാൻ പോകുന്നത്. അപ്പോൾ സമ്മറിയിൽ നമ്മളിപ്പോൾ എങ്ങനെയാണ് പഠിക്കേണ്ട ഫ്രെയിം വർക്ക് ഈ ചാപ്റ്റർ 5 കമ്പനി ലോയിൽ ഇന്റർമീഡിയറ്റിൽ എങ്ങനെയാണ് ഈ ചാപ്റ്ററിന്റെ ഫ്രെയിം വർക്ക്. ഓൾറെഡി 1 വർഷം പറഞ്ഞു, എങ്കിൽ സാർ ഒന്നുകൂടി ഒന്ന് കൺക്ലൂഡ് ചെയ്യാം. ആദ്യം സ്റ്റഡി വാട്ട് ഈസ് ഡെപ്പോസിറ്റ്, സെക്ഷൻ 2(31). വാട്ട് ആർ നോട്ട് ഡെപ്പോസിറ്റ്, റൂൾ 2(1)(c). ആ റൂൾ 2(1)(c) 18 എണ്ണം ഉണ്ട്. ഞാൻ പറഞ്ഞാൽ 8 എണ്ണം വായിച്ചു വിട്ടു, 10 എണ്ണം നല്ല പഠിക്കണം, അതിൽ 5 എണ്ണം തറവായിട്ട് പഠിക്കണം. അത് പ്രത്യേകിച്ച് സപ്ലൈ അഡ്വാൻസ്, എംപ്ലോയി അഡ്വാൻസ്, പ്രൊമോട്ടർ അഡ്വാൻസ് അല്ലേ, അതുപോലത്തെ എന്താണ് വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യങ്ങൾ പ്രത്യേകിച്ച് നോക്കി വയ്ക്കുക. ഓക്കെ, അടുത്ത് പഠിക്കേണ്ടത് ഈ പറയുന്ന പ്രൊവിഷൻസേ ആപ്ലിക്കബിൾ ഇല്ലാത്ത 4 കാറ്റഗറി കമ്പനി ഉണ്ട്. നിങ്ങൾക്കറിയാം, ബാങ്കിങ് കമ്പനി, നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനി, ഹൗസിംഗ് ഫിനാൻസ് കമ്പനി, സച്ച് അതർ കമ്പനീസ് മേ ബി നോട്ടിഫൈഡ് ബൈ സെൻട്രൽ ഗവൺമെന്റ് കൗൺസിൽ RBI. ആ 4 കാറ്റഗറി അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് 3 കഴിഞ്ഞാൽ പിന്നെ പ്രൊവിഷൻസ് തുടങ്ങും. ലോ തുടങ്ങുന്നത് എങ്ങനെയാണ്? മെമ്പറിനെ നിന്നും പ്രൈവറ്റ് കമ്പനിക്കും പബ്ലിക് കമ്പനിക്കും ഡെപ്പോസിറ്റ് ഇരിക്കാൻ പറ്റുന്ന പ്രൊവിഷൻസ് മുഴുവൻ. അതിനകത്ത് എന്തൊക്കെ പഠിക്കണം? ലിമിറ്റ്, ടെന്യൂർ, ഇൻട്രസ്റ്റ് റേറ്റ്, സർക്കുലർ, DPT1, അത് പബ്ലിഷ് ചെയ്യുന്ന രീതി, അഡ്വർടൈസ്മെന്റ് കൊടുക്കുന്നത്, റിട്ടേൺ ഫയൽ ചെയ്യുന്നത്, ഡെപ്പോസിറ്റ് റിസിപ്റ്റ് തിരിച്ചു കൊടുക്കുന്നത്, റിസിപ്റ്റ് 20 ദിവസം കൊടുക്കുന്നത് അല്ലേ, റീപേയ്മെന്റ് ഇൻട്രസ്റ്റോട് കൊടുക്കുന്നത്, ഡെപ്പോസിറ്റ് ട്രസ്റ്റ് ഉണ്ടാക്കുന്നത് DPT2, വർഷം തോന്നുന്നു റിട്ടേൺ ഫയൽ ചെയ്യണം DPT3. കമ്പനിയിൽ രജിസ്റ്റർ ഓഫ് ഡെപ്പോസിറ്റ് ഉണ്ട് എഴുതി വെച്ചേക്കും. അതിനുശേഷം പബ്ലിക് ലിമിറ്റഡ് കമ്പനിയിലോട്ട് വരുമ്പോൾ, പബ്ലിക് ലിമിറ്റഡ് കമ്പനിയിൽ വരുമ്പോൾ
വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പബ്ലിക്കാണ് മേടിക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടി പ്രൊവിഷൻസ് സീരിയസ് ആണ്. മുകളിൽ പറഞ്ഞ എല്ലാ പ്രൊവിഷൻസും ആപ്ലിക്കബിൾ ആണ്. ചില വ്യത്യാസമുണ്ട്, എസ്പെഷ്യലി ലിമിറ്റ് വ്യത്യാസമുണ്ട്, മെമ്പേഴ്സിന് വേണ്ടി ലിമിറ്റ് വ്യത്യാസമുണ്ട്. ഇവിടെയും പഠിക്കേണ്ടത് ലിമിറ്റ് മെച്യൂരിറ്റി പീരീഡ് 6 മാസം 36 മാസം ലിമിറ്റ് പറയേണ്ട ആവശ്യമില്ല അല്ലേ. അവിടെ 35 ഇവിടെ 10 മെമ്പറിൽ നിന്നും ജനങ്ങളിൽ നിന്നും 25, ഗവൺമെന്റ് കമ്പനി ആണെങ്കിൽ 35. അവിടെ പ്രൈവറ്റ് കമ്പനി മെമ്പേഴ്സ് ആണെങ്കിൽ 35 കിട്ടും. മെച്യൂരിറ്റി പീരീഡ് പറഞ്ഞു. ഇൻട്രസ്റ്റ്, ബ്രോക്കറേജ്, RBI റേറ്റ്, NBFCക്കുള്ള. ഇവിടെ സർക്കുലർ എന്ന് പറയാറില്ല, ഡെപ്പോസിറ്റ് ഇവിടെ പബ്ലിക്കിൽ നിന്ന് മേടിക്കുമ്പോൾ സർക്കുലർ എന്ന് പറയാറില്ല, അതിന് അഡ്വർടൈസ്മെന്റ് എന്നാണ് പറയുന്നത്. DPT 1 റിട്ടേൺ ഫയൽ ചെയ്യണം. മാർച്ച് 31 സിറ്റുവേഷൻ വെച്ചിട്ട് ജൂൺ 30 റിട്ടേൺ ഫയൽ ചെയ്യണം. DPT 3 സ്വാഭാവികമായിട്ടും ട്രസ്റ്റ് ഉണ്ടാക്കണം, ചാർജ് ക്രിയേറ്റ് ചെയ്യണം. ട്രസ്റ്റിലെ ഡീഡ് DPT 2. ശരി, നേരത്തെ നിങ്ങൾ ഡെപ്പോസിറ്റ് തിരിച്ചടയ്ക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ച് കൊടുത്തോ, കുഴപ്പമില്ല. പ്രീ മെച്യൂർ ഡെപ്പോസിറ്റ്. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സംഭവം മറക്കരുത്, ഡിബഞ്ചർ റിഡംപ്ഷൻ റിസർവ് അക്കൗണ്ട് മാറ്റിവെക്കുക. അടുത്ത വർഷം ഡ്യൂ ആവുന്നതിന് 20%, ഈ വർഷം അക്കൗണ്ട് ക്ലോസ് ചെയ്യുമ്പോൾ 20% പ്രത്യേക ബാങ്ക് കൊണ്ട് മാറ്റിവെക്കണം, ഷെഡ്യൂൾ ബാങ്കിൽ. അത് ഈ പർപ്പസിന് വേണ്ടി മാത്രമേ യൂസ് ചെയ്യൂ. ലാസ്റ്റ് പെനാൽറ്റി, രജിസ്റ്റർ മെയിൻ ഞാൻ പറഞ്ഞു. അങ്ങനെ ഒരുവിധപ്പെട്ട എല്ലാ കാര്യങ്ങളും സാർ പറഞ്ഞു കഴിഞ്ഞു. എനിക്ക് പഠിപ്പിക്കാൻ 1 മണിക്കൂർ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ സ്വാഭാവിക 2.5 മണിക്കൂർ വേണം. വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇരുന്ന് നല്ല രീതിയിൽ ഇത് മനസ്സിലാക്കി പഠിക്കുക. നല്ലൊരു ചാപ്റ്ററാണ്, കുറച്ച് ക്വാളിറ്റി ഉള്ള ചാപ്റ്ററാണ്. മറ്റേ മീറ്റിംഗ്സ് പ്രൊസീജിയറിലാണ്, ഇത് കുറച്ച് പ്രാക്ടിക്കലാണ് അല്ലേ. അതുകൊണ്ട് ഈ ഒരൊറ്റ ചാപ്റ്ററാണ് ഞാൻ ഡീറ്റെയിലായിട്ട് എൻ്റെ വീഡിയോയിൽ ഇടാത്തത്. മറ്റുള്ള പുതിയ വീഡിയോ കാണുന്നവർക്ക് ഞാൻ പറയാം, എല്ലാ ചാപ്റ്ററിനെ കുറിച്ചും ക്വിക്ക് റിവിഷൻ വീഡിയോ ഇട്ടിട്ടുണ്ട്, ഇൻകോർപ്പറേഷൻ ഇട്ടിട്ടുണ്ട്, PAS പ്രോസ്പെക്ടസ് ആൻഡ് അഡ്വാൻസ് സെക്യൂരിറ്റീസ് ഇട്ടിട്ടുണ്ട്, SCD സെക്യൂർ എന്താണ് ഷെയർ ക്യാപിറ്റൽ ഡിബഞ്ചർ ഇട്ടിട്ടുണ്ട്, ചാർജ് ഇട്ടിട്ടുണ്ട്, ഡിവിഡൻഡ് ഇട്ടിട്ടുണ്ട്. NIACT വളരെ ഫേമസ് വീഡിയോ ആണ്, 7,000-8,000 വ്യൂസുള്ള വീഡിയോ ആണ്. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ട് അത് ഇട്ടിട്ടുണ്ട്. ജനറൽ പ്രോസസ് ആസ് ഓവർവ്യൂ ഇട്ടിട്ടുണ്ട്. ഇന്റർപ്രിട്ടേഷൻ സ്റ്റാറ്റ്യൂസ് ഓവർവ്യൂ ഇട്ടിട്ടുണ്ട്. ചില വിളിച്ചിട്ട് എവിടെ എന്നൊക്കെ ചോദിക്കാം, അതൊന്ന് സെർച്ച് ചെയ്താൽ മതി. ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്, അത് നോക്കി അറിയാൻ പറ്റും. ഈ ചാപ്റ്ററാണ് അധികം ഡീറ്റെയിൽ ആയിട്ട് ഇടാത്തത്. ഇത് ആക്ച്വലി ക്വിക്കും അല്ല, ഒരു റിവിഷൻ മോഡാണ്. വളരെ ഡീറ്റെയിൽ ആയിട്ട് നിർത്തി എല്ലാ കാര്യങ്ങളും പറഞ്ഞു വന്ന വീഡിയോ ആണ്. ഒരുപാട് കുട്ടികൾ ആവശ്യപ്പെട്ട പ്രകാരം. ഓക്കെ, അപ്പോൾ എന്തായാലും നിലയിൽ പഠിക്കുക, സേഫായിട്ടിരിക്കുക. മറ്റൊരു ഇതുപോലെ ആവശ്യപ്പെടുന്ന വീഡിയോയുമായിട്ട് വിൽസർ വരാം. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഈ ചാനൽ ഷെയർ ചെയ്യുക. ചാനൽ പരമാവധി പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി, എസ്പെഷ്യലി ക്ലാസ്സിനൊന്നും പോകാൻ പറ്റാതെ, അറിയാലോ സാമ്പത്തികപരമായിട്ടും അല്ലാതെയും ഇപ്പോൾ കോവിഡ് കാരണങ്ങളൊക്കെ ആയിട്ട് ക്ലാസ്സിന് പോകാൻ പറ്റാത്ത കുട്ടികളുണ്ട്. അങ്ങനത്തെ കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഇത് അയച്ചു കൊടുക്കുക. എല്ലാവർക്കും ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ. അപ്പോൾ വിൽസർ ഇവിടെ വാങ്ങുന്നു. മറ്റൊരു ടോപ്പിക്കുമായിട്ട് സാർ വീണ്ടും വരാം. നമസ്കാരം.